എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ആക്ച്വലി ഞാൻ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ആൻസർ വിത്ത് മലയാളം ട്രാൻസ്ലേഷനിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടാൽ ഇംഗ്ലീഷ് ടെസ്റ്റ് എഴുതുന്നവർക്കും പ്രയോജനപ്പെടും, അതായത് മലയാളത്തിൽ എഴുതുന്നവർക്കും പ്രയോജനപ്പെടും. രണ്ടുപേർക്കും പ്രയോജനപ്പെടുന്ന തരത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അത് തന്നെയല്ല, ഞാൻ ആൾറെഡി യൂട്യൂബിൽ ഒരു വീഡിയോ ലെക്ചർ രൂപത്തിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ടതിന് ശേഷം ഇത് കാണുമെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും. ആക്ച്വലി ഞാൻ ഈ വീഡിയോ 2 പാർട്സിലാണ് ചെയ്തിട്ടുള്ളത്. ഒന്ന് പാർട്ട് 1 കോമൺ ക്വസ്റ്റ്യൻ ആൻസർ, ഒന്ന് പാർട്ട് 2 നിങ്ങളുടെ ഏത് കാറ്റഗറിയാണ്. സപ്പോസ് നിങ്ങൾ ലൈറ്റ് മോട്ടോർ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾ ഈ കോമൺ ക്വസ്റ്റ്യൻ ആൻസർ പാർട്ട് 1 കാണണം, നിങ്ങളുടെ ലൈറ്റ് മോട്ടോർ കാറ്റഗറി പാർട്ട് 2 കാണണം. മോട്ടോർ സൈക്കിൾ ആണെങ്കിൽ കോമണും കാണും, മോട്ടോർ സൈക്കിൾ കാണണം. ഹെവി ബസ്സോ ഹെവി ട്രക്കോ ആണെങ്കിൽ ഈ കോമൺ കാണും, ഹെവി ട്രക്കും കാണും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ 2 വീഡിയോയുടെ ലിങ്കും ഞാൻ കൊടുത്തിരിക്കാം. ആക്ച്വലി ഞാൻ എന്നാൽ കഴിയുന്ന അത്ര ഞാൻ ട്രാൻസ്ലേഷൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ ഞാൻ കൂടുതൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് സ്പീഡിൽ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ 650 ക്വസ്റ്റ്യൻസ് എനിക്ക് കവർ ചെയ്യണം, അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം 2 വീഡിയോയും കാണുക, കോമൺ ക്വസ്റ്റ്യൻ പ്ലസ് നിങ്ങളുടെ പാട്ട്. അപ്പോൾ നിങ്ങൾ തുടർന്ന് വീഡിയോ കാണുക. ഇപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ഈ ടോപ്പിക്കിന്റെ പേരാണ് റൂൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അങ്ങനെ ക്വസ്റ്റ്യൻ ഇതാണ്: പിക്ചർ ഷോസ് റെഡ് ട്രാഫിക് ലൈറ്റ്. ചുമന്ന ട്രാഫിക് ലൈറ്റ് ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? ക്വസ്റ്റ്യൻ കേൾക്കുമ്പോഴേ നമുക്ക് അറിയാം വണ്ടി നിർത്തണമെന്ന്. റെഡിന്റെ അർത്ഥം വണ്ടി നിർത്തണം. ബി റെഡി ടു സ്റ്റോപ്പ്, നിർത്താൻ തയ്യാറാകുക. അല്ല, യു മസ്റ്റ് സ്റ്റോപ്പ്, നിങ്ങൾ തീർച്ചയായും വണ്ടി നിർത്തണം. യു മസ്റ്റ് സ്ലോ ഡൗൺ, നിങ്ങൾ സ്ലോ ആയി പോകണം. അന്നേരം മസ്റ്റ് എന്ന് ഈ വേർഡ് നോക്കിയാൽ മതി. യു മസ്റ്റ് സ്റ്റോപ്പ്. ഹൗ ഷുഡ് യു ഡ്രൈവ് ഇൻ ടു എ ബെൻഡ് ഇൻ ദ റോഡ്. ബെൻഡ് എന്ന് പറഞ്ഞാൽ വളവ്. ഒരു വളവിൽ നിങ്ങൾ എങ്ങനെ വണ്ടി ഓടിക്കണം? വളവ് വരുമ്പോൾ നമ്മൾ എന്താണ് സ്ലോ ചെയ്യണം. അപ്പം നോക്കാം, ആക്സിലേറ്റ്, കുറച്ച് ആക്സിലേറ്റ് കൊടുക്കണം. സ്ലോ ഡൗൺ ഗ്രാജുവലി, പെതുക്കെ ഓടിക്കണം. കണ്ടിന്യൂ അറ്റ് ദ സെയിം, അതേ സ്പീഡിൽ പോകണം. അല്ല, സ്ലോ ഡൗൺ. വാട്ട് ഈസ് ദ സ്പീഡ് ലിമിറ്റ് ഇൻ റെസിഡൻഷ്യൽ ഏരിയ? റെസിഡൻഷ്യൽ ഏരിയയുടെ സ്പീഡ് ലിമിറ്റ് എന്താണ്? കണ്ണു അടച്ചുകൊണ്ട് പറയാം, 50 കിലോമീറ്റർ. There is a single white line painted in the center of a two-way road. പറഞ്ഞ ഒരു റോഡിന്റെ നടുക്ക് ചെറിയ ചെറിയ പറഞ്ഞ ബ്രോക്കൺ ലൈൻ, മുറിഞ്ഞ ലൈനുകളാണ്. അന്നേരം വേർ മസ്റ്റ് യു ഡ്രൈവ്, നിങ്ങൾ എവിടെ വണ്ടി ഓടിക്കും? യു മസ്റ്റ് ഡ്രൈവ് ഓൺ ദ ലൈൻ, പറഞ്ഞ ആ വരയുടെ മുകളിൽ. യു മസ്റ്റ് കീപ് ടു എസ് ക്ലോസ് ടു ദ ലൈൻ, പറഞ്ഞ ആ വരയുടെ തൊട്ട് അരികിൽ അടുത്ത്. യു മസ്റ്റ് കീപ് ടു ദ റൈറ്റ് ടു ദ ലൈൻ, പറഞ്ഞ റൈറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് മാറി നിന്ന്. സപ്പോസ് ഇത് വരയാണെങ്കിൽ കുറച്ച് മാറി നിന്ന് റൈറ്റിൽ. അന്നേരം ഇതിന്റെ ആൻസർ ഇതാണ്. റെഡ് ട്രാഫിക് ലൈറ്റ് മീൻസ് യു മസ്റ്റ് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ്. നേരത്തെ ഞാൻ പറഞ്ഞുകൊണ്ട് ഇത് കൂടുതൽ ഞാൻ ഇതിനെ വായിക്കുന്നില്ല. യു മസ്റ്റ് സ്റ്റോപ്പ്, നിങ്ങൾ തീർച്ചയായും വണ്ടി നിർത്തണം. എ യെല്ലോ ട്രാഫിക് ലൈറ്റ് മീൻസ് സ്റ്റോപ്പ് ഇമ്മീഡിയറ്റ്ലി, സ്റ്റോപ്പ് പ്രൊവൈഡിങ് ഇഫ് ഇറ്റ് ഈസ് സേഫ് ടു ഡു സോ, സ്പീഡ് അപ്പ്. വേറെ ഒന്നും നോക്കണ്ട, സ്റ്റോപ്പ് പ്രൊവൈഡിങ്, സേഫ് ആയിക്കൊണ്ട് സുരക്ഷിതമായിക്കൊണ്ട് വണ്ടി നിർത്തുക. പെഡിസ്റ്റേറിയൻ ആൻഡ് യൂസിങ് എ പെഡിസ്റ്റേറിയൻ ലൈറ്റ് ടു ക്രോസ് ദ റോഡ് ഓൺ യു ടേണിംഗ് ഉണ്ട്. പറഞ്ഞ പെഡിസ്റ്റേറിയൻ ലൈറ്റിൽ അവിടെ ക്രോസ് ചെയ്യാൻ നിൽക്കുന്നു. വെൻ മസ്റ്റ് യു ഗിവ് വേ ടു ദ വഴി, നിങ്ങൾ എപ്പോൾ വഴി കൊടുക്കണം? ഒൺലി വെൻ ദ പെഡിസ്റ്റേറിയൻ ലൈറ്റ് ഷോ. പെഡിസ്റ്റേറിയൻ ലൈറ്റ് കത്തിക്കിടക്കുമ്പോൾ മാത്രം. ഓൾവേസ്, നെവർ അല്ല, ഓൾവേസ്, എപ്പോഴും. യു ആർ അപ്രോച്ചിങ് എ സ്റ്റോപ്പ് സൈൻ. വെൻ മസ്റ്റ് യു സ്റ്റോപ്പ്, നിങ്ങളൊരു സ്റ്റോപ്പ് സൈനിൽ വരാൻ പോകുന്നു, നിങ്ങൾ എപ്പം വണ്ടി നിർത്തണം? അതിന്റെ സിമ്പിൾ ആൻസർ ആണ്, നമ്മൾ പെഡിസ്റ്റേറിന് വഴി കൊടുക്കുന്ന പോലെ ഓൾവേസ്, എപ്പോഴും വണ്ടി നിർത്തണം. ഈവൻ ഇഫ് ദർ ഇസ് നോ അതർ ട്രാഫിക്, ട്രാഫിക് ഇല്ല എങ്കിൽ കൂടെ. You want to drive straight through an intersection where there are no lights or sign. You must keep way. ഒരു ഇന്റർസെക്ഷൻ നിങ്ങൾ എത്തി, അവിടെ ലൈറ്റും ഇല്ല സൈനും ഇല്ല, നിങ്ങൾ ആർക്ക് വഴി കൊടുക്കണം? റൂൾ എങ്ങനെയാന്ന് വെച്ചാൽ എനി വെഹിക്കിൾ ഓൺ യുവർ ലെഫ്റ്റ്, നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന വണ്ടികൾക്ക് വഴി കൊടുക്കും. യു ആർ അബൌട്ട് ടു മേക്ക് എ യു ടേൺ, നിങ്ങൾ യു ടേൺ ചെയ്യണം. നിങ്ങൾ ക്ലിയർ വ്യൂ കിട്ടാൻ വേണ്ടി നിങ്ങൾ റോഡിൽ എവിടെ നോക്കണമെന്ന്? ഹെഡ്, മുന്നിൽ, ബിഹൈൻഡ്, പുറകിൽ, ഇൻ ബോത്ത് ഡയറക്ഷൻ. പറഞ്ഞാൽ മുമ്പിൽ നോക്കണം, പുറകിൽ നോക്കണം. അവസാന ആൻസർ. ഹൗ ഷുഡ് യു ലീവ് എ ഫ്രീ വേ? ഫ്രീ വേ എന്ന് പറഞ്ഞാൽ ഹൈവേ. നിങ്ങളൊരു ഹൈവേ നിന്ന് എങ്ങനെ വെളിയിലോട്ടാണ്? സ്റ്റോപ്പ് ആൻഡ് ഗിവ് വേ ടു എനി അതർ വെഹിക്കിൾ, മറ്റുള്ളവർക്ക് വഴി കൊടുക്കണം, നിർത്താനും. കണ്ടിന്യൂ ടു ഡ്രൈവ് അറ്റ് ദ സെയിം, അതേ സ്പീഡിൽ വണ്ടി പോകണം. ബി ഇൻ ദ കറക്റ്റ് ലൈൻ, കറക്റ്റ് ലൈനിൽ വരണം. സിഗ്നൽ വേണം, പറഞ്ഞ ഇൻഡിക്കേറ്റർ വേണം. അഡ്ജസ്റ്റ് യുവർ സ്പീഡ് വെൻ ഓൺ ദ എക്സിറ്റ് അപ്പ്, സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ അത് തന്നെ ആൻസർ. വെൻ മസ്റ്റ് യു ഡ്രൈവ് വിത്ത് യുവർ ഹെഡ് ലൈറ്റ്സ് ആൻഡ് ടെയിൽ ലൈറ്റ്സ് ഓൺ. ഇപ്പൊ നിങ്ങൾ ഹെഡ് ലൈറ്റും ടെയിൽ ലൈറ്റും ഓൺ ചെയ്യണമെന്ന്. ഇരുട്ടുമ്പോൾ മാത്രം, ഡാർക്ക് അല്ല. ഒള്ളി ഓൺ എമിറേറ്റ്സ് റോഡിലുള്ളപ്പോൾ അല്ല. ബിറ്റ്വീൻ സൺസെറ്റ് ആൻഡ് സൺറൈസ്, പറഞ്ഞാൽ സൂര്യോദയത്തിന്റെ സൂര്യാസ്തമയുടെ ഏതൊക്കെ. ആൻഡ് വെൻ ദ വെദർ കണ്ടീഷൻ റെഡ്യൂസ് ദ വിസിബിലിറ്റി, വെദർ കണ്ടീഷൻ കുറവാണെങ്കിൽ, വെദർ കണ്ടീഷൻ മൂലം കാഴ്ച കുറവുണ്ടെങ്കിൽ. യു ആർ ഡ്രൈവിംഗ് ത്രൂ ഇന്റർസെക്ഷൻ ദാറ്റ് ഗ്രീൻ ലൈറ്റ്സ് ആൻഡ് യു സി ദ ട്രാഫിക് ഇസ് ബ്ലോക്കിംഗ് ആൻഡ് ദ ഇന്റർസെക്ഷൻ. വാഷു പറഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ ഗ്രീൻ ലൈറ്റ് ആണ്, പക്ഷെ ട്രാഫിക് ബ്ലോക്ക് ആണ്. എന്ത് ചെയ്യണം? ഇന്ന് വെയിറ്റ് ചെയ്യണം. അന്നേരം ഫസ്റ്റ് ആൻസർ നോക്കാം. മറ്റ് വണ്ടിയുടെ ബിഹൈൻഡിൽ പോകണം, പറഞ്ഞാൽ പുറകിൽ പോകണം. മൂവ് ഇൻ ടു ദ ഇന്റർസെക്ഷൻ ബിസൈഡ്, മറ്റു വണ്ടിയുടെ സൈഡിൽ കൂടെ പോകണം. സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് ഫോർ ദ ഇന്റർസെക്ഷൻ ടു ക്ലിയർ. നിർത്തണം, ഇന്റർസെക്ഷൻ ക്ലിയർ ആവുന്നവരെ ഇവിടെ വെയിറ്റ് ചെയ്യണം. യു വിഷ് ടു ഓവർടേക്ക് സേഫ്ലി ഓൺ എ ടു വേ റോഡ്, യു മസ്റ്റ് നോട്ട് ഓവർടേക്ക്. നിങ്ങൾക്ക് ഓവർടേക്ക്
ചെയ്യണം. പക്ഷെ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. എങ്ങനെ? ദർ ആർ നോ റോഡ് മാർക്കിംഗ് ഇൻ ദ സെന്റർ ഓഫ് ദ റോഡ്. റോഡ് മാർക്കിംഗ് ഇല്ലെങ്കിൽ അല്ല അവിടെ ചെയ്യാം. ദർ ആർ ബ്രോക്കൺ വൈറ്റ് ലൈൻ ഇൻ ദ സെന്റർ, പറഞ്ഞാൽ മുറിഞ്ഞ വരകൾ ഉണ്ടെങ്കിൽ അല്ല അവിടെയും ചെയ്യാം. ദർ ആർ ടു സോളിഡ് ലൈൻ ഇൻ ദ സെന്റർ ഓഫ് ദ റോഡ്. രണ്ട് മഞ്ഞ വരകൾ, പറഞ്ഞാൽ മുറിയാത്ത രണ്ട് മഞ്ഞ വരകൾ ഉണ്ടെങ്കിൽ അവിടാണ് നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ കിട്ടാത്തത്. യു ആർ ഡ്രൈവിംഗ്, നിങ്ങൾ വണ്ടിയാണ് ഓടിക്കുന്നത്, ഫ്രണ്ടിൽ നിന്ന് വണ്ടി ഒന്നും വരുന്നില്ല. വിച്ച് ഡയഗ്രാം ഷോസ് എ സിറ്റുവേഷൻ വെർ യു ആർ പെർമിറ്റഡ് ടു ഓവർടേക്ക്. ഏത് ഡയഗ്രാമിൽ നിങ്ങൾക്ക് പെർമിഷൻ ഉണ്ടോ ഓവർടേക്ക് ചെയ്യാൻ? ഇപ്പം ഇവിടെ രണ്ട് വണ്ടിയുണ്ട്, നിങ്ങൾ ഏത് സൈഡിലാണ് പോകുന്നത്, താഴോട്ടാണ് പോകുന്നത്. നിങ്ങൾ ഫസ്റ്റ് ലൈൻ എന്താണ്? നമ്മൾ ഫസ്റ്റ് ലൈനാണ് നോക്കുന്നത്. രണ്ട് ലൈൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ലൈൻ നോക്കണം. ഫസ്റ്റ് ലൈൻ ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഫസ്റ്റ് ലൈൻ സ്ട്രൈറ്റ് ലൈൻ ആണ്, ഇവിടെയും പറ്റത്തില്ല. ഫസ്റ്റ് ലൈൻ ഇവിടെ ബ്രോക്കൺ ലൈൻ ആണ്. അപ്പൊ ആൻസർ എന്താണ്? ഡയഗ്രാം 3. ഇവിടെ ഓവർടേക്ക് ചെയ്യാൻ പറ്റും. അതേ പക്ഷേ ഞാൻ ഇവിടുന്ന് മേളിലോട്ട് പോകുന്നെങ്കിൽ ഇവിടെ ചെയ്യാമോ? ഇല്ല. ഇവിടെ ചെയ്യാം, യെസ് എനിക്ക് ചെയ്യാം. ഫസ്റ്റ് ലൈൻ ബ്രോക്കൺ ആണ്, ഇവിടെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിന്റെ ആൻസർ ഡയഗ്രാം നമ്പർ 3. യു ആർ ഓവർടേക്കിംഗ് വൺ ടു നോ വെൻ ഇറ്റ് ഇസ് സേഫ് ടു റിട്ടേൺ ടു യുവർ ലേനീസ്. നിങ്ങൾ ഒരു ഓവർടേക്ക് ചെയ്യുന്നു. ഓവർടേക്ക് ചെയ്ത ശേഷം നിങ്ങൾ ആ വണ്ടിയുടെ ഫ്രണ്ടിൽ എത്തുമല്ലോ. അപ്പൊ നിങ്ങൾ സുരക്ഷിതമാണെന്ന് എങ്ങനെ തിരിച്ചറിയാം? ടു ടേൺ യുവർ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഫോർ 5 സെക്കൻഡ്. ലെഫ്റ്റിലെ ഇൻഡിക്കേറ്റർ നിങ്ങൾ 5 സെക്കൻഡ് വരെയും വേണം. ടു കണ്ടിന്യൂ സ്ട്രേറ്റ് അഹെഡ് അണ്ടിൽ യു ആർ അറ്റ്ലീസ്റ്റ് 300. പറഞ്ഞാൽ 300 മീറ്റർ അകലെ, അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ബെസ്റ്റ് ആൻസർ ഇതാണ്. ടു വെയിറ്റ് അണ്ടിൽ യു സീ ദ ബോട്ട് റെഡ് ഡ്രൈവ്സ് ഓഫ് ദ വെഹിക്കിൾ യു ഹാവ് ഓവർടേക്കൻ. പറയാം നിങ്ങളുടെ വണ്ടിയുടെ റിയർ വ്യൂ മിറർ, പറഞ്ഞാൽ നിങ്ങളുടെ സെൻട്രൽ മിററിൽ പുറകിലുള്ള വണ്ടിയുള്ള രണ്ട് ഹെഡ്ലൈറ്റും കാണത്തക്ക വിധം നിങ്ങൾ ആ വണ്ടിയുടെ മുന്നിൽ ഓവർടേക്ക് ചെയ്ത് എത്തുമ്പോൾ അതിന്റെ അർത്ഥം നിങ്ങൾ സേഫ് ആണ്. What does this sign mean? You can stop, although you cannot stop or pass ഉണ്ട്. You cannot. ഇവിടെ ഇതാണ്. ഇപ്പൊ ഈ ട്രാഫിക് സൈനിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ ആൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസിയായി ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം. ഓക്കെ, വാട്ട് ഡു ദിസ് സൈൻ മീൻ? ഈ സൈൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത് റെഡ് സർക്കിളിലാണ്. റെഡ് സിഗ്നൽ ആണെങ്കിൽ എന്റെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അതിന് പ്രോഹിബിറ്ററി സൈൻ. അന്നേരം പ്രോഹിബിറ്ററി ആണോ മാൻഡേറ്ററി ആണോ വാർണിംഗ് ആണ്? പ്രോഹിബിറ്റ്സ്. പിന്നെ വാർണിംഗ് സൈൻ, ഈ ട്രയാങ്കിൾ സൈൻ എല്ലാം നമ്മൾ വാർണിംഗ് സൈൻ എന്നാ പറയാം. നോക്കാം. ഈ സൈനിന്റെ അർത്ഥം എന്താണ്? റോഡ് അഹെഡ് നാരോ, റോഡ് അഹെഡ് സെപ്പറേറ്റ്സ് ഇൻടു ടു, റോഡ് അഹെഡ് ഗെറ്റ് വൈഡർ. നാരോ, നാരോ എന്ന് പറഞ്ഞാൽ ഇടുങ്ങി എന്നത്. ഈ സൈനിന്റെ അർത്ഥം എന്താണ്? ദ റൈറ്റ് ലെയിൻ മെർജസ് ടു ദ ലെഫ്റ്റ്. മെർജ് ആവുക, അത് വേറൊരു സൈനാണ്. റൈറ്റ് ലെയിൻ ക്ലോഷർ അഹെഡ്. റൈറ്റ് ലെയിൻ ക്ലോഷർ അടവ്, അടവാണ്, അടഞ്ഞിരിക്കും. റൈറ്റ് ഹാൻഡ് ലൈൻ ക്ലോസ് അല്ല, റൈറ്റ് ലൈൻ ക്ലോഷർ അഹെഡ്. ഇതും മാറിപ്പോലെ. ഇതൊരു വേറെ സൈനാണ്. റൈറ്റ് ഹാൻഡ് ലൈൻ വേറെ സൈനാണ്, മെർജ് വേറെ സൈനാണ്. ഇത് റൈറ്റ് ലൈൻ ക്ലോഷർ. പിന്നെ ഈ സൈൻ നമുക്ക് എവിടെ കാണപ്പെടുന്നത്? ഹൈ സ്പീഡ് റോഡ്, പറഞ്ഞ ഹൈവേയിലൊക്കെ നമുക്ക് കാണപ്പെടുന്ന ഒരു സൈനാണ്. ഇതൊരു വാർണിംഗ് സൈനാണ്, ഡയഗ്രമാറ്റിക്കൽ വാർണിംഗ് സൈൻ എന്ന് പറയുന്നത്. ഈ സൈൻ നിങ്ങൾ കാണുമ്പോൾ ഇതിന്റെ അർത്ഥമാണ്, കാണുമ്പോഴേ അറിയാം റോഡ് വർക്ക് ചെയ്യുന്നു. വാർണിംഗ്, റോഡ് വർക്ക്സ് അഹെഡ്. വേറെ ഒന്നും വായിച്ചു നോക്കേണ്ട ആവശ്യമില്ല, എങ്കിൽ ഞാൻ വായിച്ചു നോക്കാം. വാർണിംഗ്, വർക്കേഴ്സ് ക്രോസിംഗ്, ക്രോസ് ചെയ്യുന്നു അല്ല. വർക്ക് പെഡിസ്ട്രീനിയൻ വർക്ക് അല്ല, റോഡ്സ് വർക്ക് അഹെഡ്. വാട്ട് ഷുഡ് യു ഡു വെൻ എ വർക്കർ ഓൺ ദ റോഡ് ഇൻ ഫ്രണ്ട് ഓഫ് യു ഹോൾഡിംഗ് ദി സൈൻ? ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുന്ന ആൾ ഇങ്ങനെ ഒരു കൊടിയായിട്ട് നിൽക്കുമോ, നിങ്ങൾ എന്ത് ചെയ്യണം? സിമ്പിൾ ആൻസർ, ഡ്രൈവ് സ്ലോലി ആൻഡ് ഒബ്സർവ് എനി ഡയറക്ഷൻ ഫ്രം ദ റോഡ്. നിങ്ങൾ പതുക്കെ വണ്ടി ഓടിക്കണം. ഏത് ഡയറക്ഷനിലോട്ടാ പോകാൻ പറയുന്ന ആ ഡയറക്ഷനിൽ നമ്മൾ പോകണം. ദിസ് സൈൻ ഷോസ് ദാറ്റ്, ഇതൊരു നോക്കാം നമുക്ക്. ഇത് അൽസഫ ലെഫ്റ്റ്, നാദൽ ഷിബ റൈറ്റ്. അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. താഴെ നിന്ന് വായിക്കാം. ഇറ്റ് ഈസ് 69 കിലോമീറ്റർ ടു അൽസഫ. ഇത് 69 കിലോമീറ്റർ ആണെന്ന് അവർ പറയുന്നത്. അല്ല, ഇതൊരു റോഡ് നമ്പറാണ്. യു വിൽ റീച്ച് ബിഫോർ യു റീച്ച് നാദൽ ഷിബ. ഇങ്ങനെ നമ്മൾ ഒരിക്കലും പറയാറില്ല. ഇത് ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റിനെ കാണിക്കുന്നത്. ആൻസർ എന്താണ്? ദ നെക്സ്റ്റ് എക്സിറ്റ് ഈസ് അൽസഫ. ഈ സൈനിന്റെ അർത്ഥം എന്താണ്? റോഡ് ടു ദ ലെഫ്റ്റ് ഈസ് ക്ലോസ്, നോ ട്രാഫിക് ഫ്രം ലെഫ്റ്റ്, യു മസ്റ്റ് നോട്ട് ടേൺ ലെഫ്റ്റ്. നിങ്ങൾ പറയാൻ പോകുന്നില്ല. ഈ സൈനിന്റെ അർത്ഥം ദർ ഇസ് എ ഹിൽ, മലയുണ്ട്, യു മസ്റ്റ് ടേൺ റൈറ്റ് അറ്റ് ദ നെക്സ്റ്റ്. ദർ ഇസ് എ ബെൻഡ് ടു ദ റൈറ്റ് ഹെഡ്, സ്ലോ ഡൗൺ. ഒരു വളവുണ്ട്, സ്ലോ ചെയ്യുക. ഈ സൈനിന്റെ അർത്ഥം എന്താണ്? ഞാൻ എല്ലാം വായിക്കുന്നില്ല. ഇതിന്റെ അർത്ഥം ടി ജംഗ്ഷൻ ആണ്, നോക്കിക്കണം. പക്ഷെ ഇവിടെ എഴുതിയിട്ടുണ്ട് റോഡ് അഹെഡ് ഈസ് ക്ലോസ്ഡ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ചുമപ്പ് വരും. ഈ മുകളിൽ ചുമപ്പ് വരും, അതല്ല, ഇത് ടി ഉണ്ട്. ദിസ് സൈൻ മീൻസ് എൻഡ് ഓഫ് ഡ്യുവൽ കാരേജ് വേ. രണ്ട് വഴി ഒന്നായി പോകുന്നു, അല്ലെങ്കിൽ രണ്ട് വഴി എൻഡായി ഒന്നായി പോകുന്നു. അത് ഇതാണ്. ഇത് നാരോ ആണ്, ഇതും നാരോ ആണ്. ഈ സൈനിന്റെ അർത്ഥം എന്താണ്? ഇത് സ്റ്റോപ്പ് സൈൻ ആണ്. വെഹിക്കിൾ മസ്റ്റ് സ്റ്റോപ്പ് ആൻഡ് ഗിവ് വേ. ഈസിയാണ്, ഞാൻ കൂടുതൽ വായിക്കുന്നില്ല. ഈ സൈനിന്റെ അർത്ഥം എന്താണ്? ലെയിൻ ക്ലോസ് ടു ട്രാഫിക്. ലെയിൻ അടവാണ്. എമർജൻസി ലെയിൻ, പോലീസ് കാർ ഇല്ല. ലെയിൻ അടവാണ്, ക്ലോസ്. യു ടേൺ അഹെഡ്, യു ടേൺ മുന്നിലുണ്ട്. ഇതാണ് ഈസിയാണ്. ഇതൊക്കെ വളരെ ഈസിയാണ്, എങ്കിൽ ഞാൻ പറയുന്നേ ഉള്ളൂ. വിച്ച് സൈൻ മീൻസ് റോഡ് അഹെഡ് ഈസ് അൺഈവൻ. അൺഈവൻ എന്ന് പറഞ്ഞാൽ റോഡ് നേരെയല്ല, മേളിലും താഴെ. അപ്പൊ ഇതാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? റോഡ് ഇറങ്ങുന്നു. ഇത് ഒരു ഡൈവർഷൻ. വിച്ച് സൈൻസ് വാണ്ട്സ് യു ലെഫ്റ്റ് ഹാൻഡ് ലൈൻ ക്ലോസ്ഡ്. ലെഫ്റ്റ് ഹാൻഡ് ലൈൻ അടവാണ്. ഇത് ടേൺ ചെയ്യാൻ പാടില്ല, ഇത് ലെഫ്റ്റ് മെർജ് ആവുന്നു. അപ്പോൾ ഇതായിരിക്കും ആൻസർ. ബട്ട് ദിസ് സൈൻ മീൻസ് സെവറൽ ബെൻഡ്സ് ഇൻ ദ റോഡ് അഹെഡ്. അത് തന്നെ അനേകം വളവുകളുണ്ട്. ഈ സൈനിന്റെ അർത്ഥം എന്താണ്? ലെഫ്റ്റിൽ പോകണം.
ഇതൊക്കെ ഈസിയാണ്. ഇതൊക്കെ ഞാൻ ചുമ്മാ ഓടിച്ചു വിടുന്നേ ഉള്ളൂ. ദിസ് സൈൻ മീൻസ് റോഡ് ഹൈറ്റ് ഈസ് ലിമിറ്റ്. ഹൈറ്റിനെ പറ്റി ഇതാണ്. ഇതെന്താണ്? വെഹിക്കിൾ ക്യാൻ പാർക്ക്, പോലീസ് പാർക്ക്, പാർക്കിംഗ് ഡയറക്ടറി. അല്ല, വെഹിക്കിൾസ് ക്യാൻ പാർക്ക്. ഇവിടെ വണ്ടികൾ പാർക്ക് ചെയ്യാവുന്നതാണ്. ലൈൻ ഇൻ ദിസ് പിക്ചർ ഷോസ്. ഈ ലൈൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? വെൻ യു ക്യാൻ ഓവർടേക്ക്, ടു ലൈൻ ക്ലോസ്, സ്റ്റോപ്പ് ലൈൻ. അല്ല, വെൻ യു ക്യാൻ, നിങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യാം. അതാണ് ബ്രോക്കൺ ലൈൻ. ഈ സൈൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ട്രാവലിംഗ് ഇൻ ടു വേ ട്രാഫിക്. ഓക്കെ, ഇതും ടു വേ ട്രാഫിക് ആണ്. പക്ഷേ ഇത് എന്താണ് പറഞ്ഞത്? ഇന്റർസെക്ഷൻ വിത്ത് അൺഡിവൈഡഡ് റോഡ് ആൻഡ് ടു വേ ട്രാഫിക്. ടു വേ ട്രാഫിക്. ഇത് നോക്കാം. ഇത് സൈൻ വാൺസ് ഓഫ് അതർ ഡേഞ്ചർ. മറ്റ് അപകടങ്ങൾ സൂചിപ്പിക്കുന്ന സൈൻ ഏതാണ്? ഇത് ഫസ്റ്റ്. ഇതെന്താണ്? സെക്കൻഡ് സ്ലിപ്പറി. ഇത് ഹൈ വോൾട്ടേജ്. ഇതാണ് സ്കൂൾ സോൺ. വളരെ ഈസി. ഇതുമായിട്ട് മാറിപ്പോലെ ഇത് പെഡിസ്ട്രേറിയൻ ആണ്. ഇത് സ്കൂൾ സോൺ. കണ്ട കുട്ടികൾ കൈ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടോ? ഈ സൈൻ എന്താണ്? ഇതിനകത്ത് തന്നെ ആൻസർ ഉണ്ട്. പോലീസ് റെഡ്യൂസ് സ്പീഡ്. അപ്പൊ ആൻസർ എന്താണ്? പോലീസ് ഓർഡർ ടു റെഡ്യൂസ് ദ സ്പീഡ്. ഈ സൈൻ നോക്കാം. വിച്ച് സൈൻ മൂവ്സ് എഹെഡ് ഓൺലി. മുന്നിലോട്ട് മാത്രം പോകണം. ഇത് ഹൈവേ സൈൻ. ഇതും കൺഫ്യൂസ് ആവാറുണ്ട്. പക്ഷെ നമ്മൾ ആൻസർ എപ്പോഴും സർക്കിൾ ആയത് കൊടുക്കുക. ഇത് വൺ വേ ആണ്. മൂവ് എഹെഡ് ഓൺലി എപ്പോഴും സർക്കിളിനകത്ത് ഇങ്ങനെ ഇതൊരു സർക്കിളിനകത്ത്. ഓവർടേക്കിംഗ് പാടില്ല. വളരെ ഈസി. രണ്ട് വണ്ടി ഓവർടേക്ക് പാടില്ല. ഇനി സ്റ്റോപ്പ് സൈൻ ഏത് കാറ്റഗറി പെട്ടേ? ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എന്റെ വീഡിയോ കണ്ടാൽ അറിയാം. ഞാൻ ഓൾറെഡി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കാണും. അതിനുശേഷം ഇത് പ്രാക്ടീസ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. ഇതിൽ ഈ മാൻഡേറ്ററി വരുന്നത് ബ്ലൂ സർക്കിളിനകത്ത്, പ്രൊഹിബിറ്ററി വരുന്നത് റെഡ് സർക്കിളിനകത്ത്. അന്നേരം ഈ സ്റ്റോപ്പ് സൈൻ കണ്ടോ, ഒരു യുണീക് ഷേപ്പാണ്. അന്നേരം അതിനെ കൺട്രോൾ സൈൻ എന്ന് പറയും. ഓക്കെ, വിച്ച് സൈൻ മീൻസ് യു മേ പാസ് ഐദർ സൈഡ് ഓൺ ദ റോഡ്. രണ്ട് സൈഡിലും പോകാം. ലെഫ്റ്റിലും പോകാം, റൈറ്റിലും പോകാം. സെക്കൻഡ്, വളരെ ഈസി. യു മസ്റ്റ് സ്റ്റോപ്പ് വെൻ യു സീ ദിസ് സൈൻ. ഇത് സിഗ്നൽ ആണ്. അനേക ആൾക്കാർ ഇവിടെ ആൻസർ കൊടുക്കും. ഇത് ആൻസർ അല്ല. ട്രാഫിക് സിഗ്നൽ മുന്നിലുണ്ട്, ഇത് സ്റ്റോപ്പ് സൈൻ മുന്നിലുണ്ട്. അപ്പൊ ആൻസർ നിങ്ങൾ തീർച്ചയായും വണ്ടി നിർത്തണം. സെക്കൻഡ് സ്റ്റോപ്പ് സൈൻ. പാർക്കിംഗ് ലോട്ട്. ദിസ് മീൻസ് ഈ പാർക്കിംഗ് ലോട്ട് നടത്തുക പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ, ഹാൻഡിക്യാപ് പാർക്കിംഗ് ഏരിയ. പാർക്കിംഗ് ഫോർ ഹാൻഡിക്യാപ് പേഴ്സൺസ് ഓൺലി. ഓക്കെ, യു ടേൺ ഈസ് നോട്ട് പെർമിറ്റഡ്. പാടില്ലെന്നാണ് ചോദിക്കുന്നത്. ഈ സൈൻ്റെ അർത്ഥം എന്താണ്? ഇത് എപ്പോഴും നോക്ക്, നമ്മൾ ഇവിടെ റൈറ്റ് സൈഡിലാണ് വണ്ടി ഓടിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ സ്റ്റിയറിംഗ്, റൈറ്റ് സൈഡിലാണ് വണ്ടി. അത് ഏത് ആരോ വലുതെന്നോ. അന്നേരം ഇത് കണ്ടോ, ഈ റൈറ്റ് സൈഡിൽ നമ്മളാണ്, പക്ഷെ നമ്മുടെ ആരോ ചെറുതാണ്. ഫ്രണ്ടിൽ നിന്ന് വരുന്ന ആരോ വലുത്. അന്നേരം ആർക്കാണ് പ്രയോറിറ്റി? പ്രയോറിറ്റി ഫോർ ദ ട്രാഫിക് ഫ്രം ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓപ്പോസിറ്റ് നിന്ന് വരുന്ന വണ്ടിക്കാണ് പ്രയോറിറ്റി. അതേപക്ഷെ നമ്മുടെ ആരോ വലിയതായിരുന്നെങ്കിൽ യു ഹാവ് ടു. നിങ്ങളുടെ സൈൻ ഉണ്ട്, ഞാൻ അടുത്ത് കാണിക്കാം. വിച്ച് സൈൻ മീൻസ് യു മസ്റ്റ് നോട്ട് സ്റ്റോപ്പ് ഇൻ ദിസ് ഏരിയ. യു മസ്റ്റ് നോട്ട് സ്റ്റോപ്പ് എന്നല്ല ചോദിക്കുന്നത്, ഈ ഏരിയയിൽ വണ്ടി നിർത്താൻ പാടില്ല. ഈ ആരോ ഉണ്ടോ? സൈൻസ് ഓർഡർ ടു ഗീവ് വേ സൈൻ. ഇതാണ് വളരെ ഈസി. മേജർ ഡയഗണൽ യെല്ലോ ലൈൻസ്. വൈ പറഞ്ഞാൽ നിങ്ങൾ ജംഗ്ഷനിലൊക്കെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു മഞ്ഞ ലൈൻ ഉണ്ട്. ഇതിന്റെ അർത്ഥം എന്താണ്? അതിന് യെല്ലോ ബോക്സ് എന്നാ പറയുന്നത്. എന്തിനാ? പ്രിവെന്റ് ജംഗ്ഷൻ ഫ്രം ബി ബ്ലോക്ക്. അത് ജംഗ്ഷൻ ബ്ലോക്ക് ആവാതിരിക്കും. അവിടെ വണ്ടി നമ്മൾ നിർത്താൻ പാടില്ല. ദിസ് സൈൻ ഇൻഡിക്കേറ്റ്സ് റൗണ്ട് അബൌട്ട് ആൻഡ് ഡയറക്ഷൻ ഓഫ് ട്രാവൽ. ഇതാണ് റൗണ്ട് അബൌട്ട്. അനേക ആൾക്കാർ ഇതും കൊടുക്കാറുണ്ട്. ചില ആൾക്കാർ ഇത് എന്താണ്? സിറ്റി സെന്റർ ഓൺ ദ റൈറ്റ് സൈഡ്. സോ റൗണ്ട്. ദിസ് സൈൻ മീൻസ് എ ബെൻഡ് ഇൻ ദ റോഡ്, സ്ലിപ്പറി സർവീസ്, ബംബി. ഇത് ബെൻഡും കൊടുക്കാറുണ്ട്. അല്ല, ബെൻഡ് അല്ല, അത് സ്ലിപ്പായിരിക്കും. റോഡ് ഇസ് എ മാൻഡേറ്ററി സൈൻ. ഇറ്റ് മീൻസ് വൺ വേ അല്ല, ഞാൻ പറഞ്ഞ വൺ വേ ബോക്സിലാണ് വരുന്നത്. ഇത് അഹെഡ് ഉള്ളിയാണ്. അന്നേരം ഇതും ആയിരിക്കും. പക്ഷെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് അഹെഡ് ഉള്ളി ദർ ഈസ് ഓപ്ഷൻ ഫോർ അതർ ഡയറക്ഷൻ. പറഞ്ഞാൽ മറ്റു വഴി പോകാൻ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. അല്ല, അഹെഡ് ഉള്ളി പറഞ്ഞാൽ നേരെ മാത്രം പോകണം. നോ ഓപ്ഷൻ ഫോർ അതർ ഡയറക്ഷൻ. മറ്റ് എങ്ങും പോകാൻ പറ്റത്തില്ല. ഈ സൈൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ആൾറെഡി ചെയ്തിട്ടുണ്ട്. പാസ് ഐദർ സൈഡ്, രണ്ട് സൈഡിൽ പോകാം. ഓക്കെ, ഈ ട്രാഫിക് സൈൻ്റെ അർത്ഥം എന്താണ്? നമുക്കറിയാം. ലെഫ്റ്റ് ഹാൻഡ് ലൈൻ ക്ലോസ്ഡ് ഹെഡ് എന്നാണ് ഇതിന്റെ അർത്ഥം. അവസാനം മുതൽ നോക്കാം. ഡെഡ് ആൻഡ് അഹെഡ് അല്ല, ലെഫ്റ്റ് ലൈൻ ക്ലോസ്ഡ് അഹെഡ് ശരിയാണ്. ഇവിടെയും ലെഫ്റ്റ് ലൈൻ ക്ലോസ്ഡ് ആണ് ശരിയാണ്. സ്റ്റേ ഇൻ യുവർ കറന്റ് ലൈൻ പറഞ്ഞാൽ ഇവിടെ തന്നെ നിൽക്കണോ? ഇല്ല, അവിടെ എങ്ങനെ നിൽക്കാനാ? അന്നേരം ഫസ്റ്റ് ആൻസർ നോക്കാം. ബി ഇൻ ദ കറക്റ്റ് ലൈൻ. നിങ്ങൾ കറക്റ്റ് ലൈനിൽ പോകണം. ഓക്കെ, ഉണ്ടോ? ചെറിയൊരു വ്യത്യാസം ഉണ്ട്. വിച്ച് ഓഫ് ദ സൈൻ മീൻ യു മസ്റ്റ് ഗീവ് വേ. നിങ്ങൾ വഴി കൊടുക്കണം. ഈ ഫസ്റ്റ് എന്താണെന്ന് പഠിച്ചിട്ട് തന്നെ വഴി കൊടുക്കണം. വിച്ച് ഓഫ് ദ സൈൻ വാണ്ട്സ് യു ഹസാർഡ് അഹെഡ്. ഹസാർഡ് അഹെഡ്, മുന്നിൽ ഒരു അപകടം വരുന്നു. ഇത് ഗീവ് വേ സൈൻ ആണ്. ഇത് ഹസാർഡിയസ് വെഹിക്കിൾ പാടില്ല. അന്നേരം ഇതൊരു റൗണ്ട് ബോട്ട്, ഇതൊരു വാർണിംഗ് സൈൻ. അപ്പം റൗണ്ട് ബോട്ട് ഒരു ഹസാർഡാണ്. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ വരുന്ന എല്ലാം ഹസാർഡാണ്. സോ റൗണ്ട് ബോട്ട് ഈസ് എ ഹസാർഡ്. സോ ഇതാണ് ആൻസർ, ഹസാർഡ് ഹെഡ്. വിത്ത് ട്രാഫിക് സൈൻ നോ ഓവർടേക്കിംഗ്, നോ ത്രോ റോഡ്, നോ എൻഡ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ കറുപ്പാണെങ്കിൽ ടി ജംഗ്ഷനാ, ഇവ ചെവപ്പാ. അതുകൊണ്ട് നോ ത്രോ. വിച്ച് ഓഫ് ദ സൈൻസ് മീൻസ് യു മസ്റ്റ് ട്രാവൽ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ആരോ. പറഞ്ഞാൽ ഈ ആരോ പോകുന്ന സൈൻ റൗണ്ട് ബോട്ടിനെയാണ് ഉദ്ദേശിക്കുന്നത്. വേർ വുഡ് യു യൂഷ്വലി ഫൈൻഡ് ദിസ് സൈൻ? ഈ സൈൻ നിങ്ങൾ എവിടെ കാണപ്പെടും? ടണൽ, സ്കൂൾ, ഹോസ്പിറ്റൽ. ദിസ് ട്രാഫിക് സൈൻ മീൻസ് ഇതൊരു വാർണിംഗ് സൈൻ ആണ്. യു ടേൺ അഹെഡ്, യു മസ്റ്റ് മേക്ക് ദ യു ടേൺ നോൺ. ഇപ്പോൾ യു ടേൺ ചെയ്യണം. നിങ്ങൾ തീർച്ചയായും യു ടേൺ ചെയ്യണം. യു ടേൺ മുന്നിലാണ്, വരാൻ പോകുന്നേ ഉള്ളൂ. അന്നേരം വാർണിംഗ് സൈൻ. വിച്ച് സൈൻ മീൻസ് സൈക്ലിസ്റ്റ് പ്രോഹിബിറ്റ്. സൈക്കിൾ പാടില്ല. വളരെ ഈസി. വൺ ഓഫ് ദ സൈൻ മീൻസ് ബിഗിനിങ് ഓഫ് ഫ്രീ വേ. ഹൈവേയുടെ തുടക്കം. ഇത് എൻഡ് ഓഫ് ഫ്രീ വേ ആണ്. ഇത് ഹൈവേ റൈറ്റ്. സോ ഫസ്റ്റ് ആൻസർ. വിത്ത് എക്സിറ്റ് ഡയറക്ഷൻ സൈൻ ദ വൈറ്റ് എക്സിറ്റ് പാനൽ. ഇത് എക്സിറ്റ് സൈൻ ആണ്. പക്ഷേ ഈ വൈറ്റ് എക്സിറ്റ് പാനലിന്റെ അർത്ഥം എന്താണ്? ദിസ് ലെയിൻ വിൽ എൻഡ്. ലെയിൻ അടവാകുന്നു. ദിസ് ലെയിൻ മൂവ്സ് അവേ ഫ്രം ദ മെയിൻ കാരേജ് വേ. പറഞ്ഞാൽ ഇത് മെയിൻ കാരേജ് വേ. ഇവിടുന്ന് അവേ പോകുന്നു. പറഞ്ഞാൽ ഇത് ദിസ് ലെയിൻ മൂവ്സ് അവേ ഫ്രം ദ മെയിൻ കാരേജ്. പറഞ്ഞാൽ ഈ ലെയിൻ
അവേ പോകുന്നു പറഞ്ഞാൽ ദൂരം പോകുന്നു മെയിൻ കാരേജ് വേ. ദിസ് ലെയിൻ റൺ പാരലൽ എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ തന്നെ പോകുന്നു, അല്ല മൂവ്സ് അവേ. വേ എന്ന് വേർഡ് നോക്കിയോ. വിച്ച് ഓഫ് ദിസ് സൈൻ മീൻ എമിറേറ്റ്സ് റോഡ്? എമിറേറ്റ്സ് റോഡ് സൈൻ എന്താണ്? E11. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ റൈറ്റ് സൈഡിലാണ് വണ്ടി ഓടിക്കുന്നത്. റൈറ്റ് സൈഡിൽ ആരോ വലുതാണെങ്കിൽ ആർക്കാണ് പ്രയോറിറ്റി? നമുക്കാണ്. സോ യു ഹാവ് ദ പ്രയോറിറ്റി ഓവർ വെഹിക്കിൾസ് കമ്മിങ് ടുവേർഡ്സ് യു. നമുക്കാണ് പ്രയോറിറ്റി. ഓൺ എ ഹൈ സ്പീഡ് റോഡ് വിച്ച് സൈൻസ് വാണ്ട്സ് ഓഫ് ദ റൈറ്റ് ലെയിൻ ക്രോസ്. റൈറ്റ് ലെയിൻ ക്രോസ് ആക്ച്വലി ഇതാ, പക്ഷേ ഇവിടെ ഒരു സെന്റൻസ്, ഒരു വേർഡ് ഉണ്ട്, ഹൈ സ്പീഡ് റോഡ്. ഹൈ സ്പീഡിൽ ഏതാ? ഇത് സെക്കൻഡ്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദിസ് ട്രാഫിക് സൈൻ? ഇത് മൂന്നും റോഡ് വർക്ക് അഹെഡ്, റോഡ് വർക്ക് അഹെഡ്, റോഡ് വർക്ക്. ഇപ്പൊ എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്യണം. കീപ് ടു യു സ്പീഡ്, സ്ലോ ഡൗൺ പതുക്കെ പോകണം. വിച്ച് ഓഫ് ദി സൈൻ ഡസ് നോട്ട് അലൗ ടേണിംഗ് ഫോർ ഹെവി വെഹിക്കിൾ? വലിയ വണ്ടികൾ വളയാൻ പാടില്ല, ടേൺ ചെയ്യാൻ പാടില്ല. അന്നേരം ഇത് ഓവർടേക്കിംഗ് അല്ല, ഇത് വലിയ വണ്ടികൾ പാടില്ലെന്നാണ്. വളയാൻ പാടില്ലെന്ന് പറഞ്ഞത് ഇതാണ്. ഇതൊരു ബോക്സിനകത്ത് വരുമ്പോൾ ടേൺ ചെയ്യാൻ പാടില്ല, ഇത് നോയിക്കണം. ഓക്കെ. ട്രയാങ്കിൾ സൈൻ എന്തിനാ യൂസ് ചെയ്യുന്നത്? മാൻഡേറ്ററി, വാർണിംഗ്, പ്രൊഹിബിറ്ററി. നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ട് വാർണിംഗ്. സർക്കുലർ ട്രാഫിക് സൈൻ വിത്ത് ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ആർ യൂസ്ഡ് ഫോർ. ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് എന്തിനാ യൂസ് ചെയ്യുന്നത്? ഗൈഡ് ആണോ, പ്രൊഹിബിറ്ററി ആണോ? മാൻഡേറ്ററി തീർച്ചയായും ചെയ്യണം. പ്രൊഹിബിറ്ററി ചുവപ്പിനകത്താണ്, റെഡ് റൗണ്ടിനകത്ത്. Which of the sign means prohibits overtaking? വളരെ ഈസി. ഡ്രൈവിംഗ് ഓൺ എ ഫ്രീ വേ, ദിസ് സൈൻ മീൻ. ഫ്രീ വേയിൽ ഈ സൈൻ എന്താണ്? ലേൻ ഹെഡ് ഇസ് യൂസ് ആസ് എ വെയിറ്റിംഗ് ഏരിയ ആണ്. ലേൻ ഹെഡ് ഇസ് ഓപ്പൺ ഫോർ ട്രാഫിക്. ട്രാഫിക്കിന് വേണ്ടി ഓപ്പൺ ആയിരിക്കുന്നു. ലേൻ ഹെഡ് ഇസ് യൂസ് ഫോർ ഓവർടേക്കിംഗ് അല്ല, ഓപ്പൺ ആയിരിക്കുന്നു. ഇത് ആൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കാം. ദിസ് ട്രാഫിക് സൈൻ മീൻസ് ഡ്രൈവേഴ്സ് ആർ പ്രൊഹിബിറ്റഡ്. ഇതൊരു ചുമന്ന സിഗ്നൽ ആണ്. പ്രൊഹിബിറ്റർ ആണോ, വാർണിംഗ് ആണോ, ഇൻഫർമേഷൻ ആണോ? ഇത് പ്രൊഹിബിറ്റഡ്. ദിസ് ട്രാഫിക് സൈൻ ഞാൻ പറഞ്ഞുകൊണ്ട് വലിയ വണ്ടികൾ ബോക്സിനകത്ത് വന്നാൽ വളയാൻ പാടില്ല, പക്ഷേ ഇത് പോകാൻ പാടില്ല. നോക്കാം നമുക്ക്. ഗുഡ്സ് വെഹിക്കിൾ നോട്ട് അലൗഡ് ടു പാർക്ക്, തെറ്റാണ്. ഗുഡ്സ് ഹെവി വെഹിക്കിൾ നോട്ട് പെർമിറ്റ് ടു ടേൺ, വളയാൻ പാടില്ല. ഗുഡ്സ് വെഹിക്കിൾ ആർ നോട്ട് അലൗഡ്, ഗുഡ്സ് വെഹിക്കിൾ ആർ നോട്ട്. വിച്ച് ഓഫ് ദ സൈൻ ഇൻഡിക്കേറ്റ് ദ മാക്സിമം ഹൈറ്റ് ലിമിറ്റ്? ഹൈറ്റിനെ പറ്റി ഇതാണ് സൂചിക്കുന്നത്. വിച്ച് ഓഫ് ദ സൈൻ ടു വേ ട്രാഫിക് വിൽ ക്രോസ് യുവർ റൂട്ട്? ടു വേ ട്രാഫിക്, ഇതും ടു വേ ട്രാഫിക്, ഇതും ടു വേ ട്രാഫിക്, പക്ഷേ ക്രോസ് എന്നുണ്ട്. അന്നേരം ഇങ്ങനെ ക്രോസ് ചെയ്യുന്നത്. അന്നേരം ദിസ് ട്രാഫിക് സൈൻ മീൻ ഡൈവേർഷൻ. ഇതിനകത്ത് തന്നെ ആൻസർ ഉണ്ട്, ഇതൊരു ഡൈവേർഷൻ ആണ്. ഉണ്ടോ? വിച്ച് ഓഫ് ദ സൈൻസ് വാണ്ട്സ് യു അപ്രോച്ചിങ് എ സ്കൂൾ സോൺ? ഇത് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ റിപ്പീറ്റ് ആയതാണ്. ദിസ് ട്രാഫിക് സൈൻ മീൻ സ്റ്റോപ്പ്. യു മസ്റ്റ് സ്റ്റോപ്പ് ഈവൻ ഇഫ് ദ റോഡ് ഈസ് ക്ലിയർ. റോഡ് ക്ലിയർ ആണെങ്കിൽ പോലും നമ്മൾ വണ്ടി നിർത്തണം. വെൻ ഡ്രൈവിംഗ് നിയർ ആനിമൽ, ദിസ് സൈൻ മസ്റ്റ് ബി ഒബ്സർവ്. ഈ സൈൻ നമ്മൾ മൃഗങ്ങളുടെ അടുത്തൂടെ ഒക്കെ പോകുമ്പോഴാണ്. നോൺ അടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആനിമൽ ഡിസ്ട്രാക്ട് ആവും. ഈ സൈൻ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സ്ലോ ഡൗൺ ആൻഡ് ബി റെഡി ഫോർ ദൻ അൺഎക്സ്പെക്ടഡ് മൂവ്മെന്റ്. എന്തെങ്കിലും മൂവ്മെന്റിന് വേണ്ടി നിങ്ങൾ റെഡി ആയിക്കൊണ്ട് പെതുക്കെ പോകണം. ദിസ് സൈൻ ഇൻഡിക്കേറ്റ് ദ ബിഗിനിങ് ഓഫ് മീഡിയൻ. ബിഗിനിങ് ഓഫ് മീഡിയൻ എന്ന് പറഞ്ഞാൽ ഒരു വഴിയുടെ ആരംഭം. ഇത് ഒരു ഡിവൈഡർ പോലെ ഒരു സംഭവമാണ്. ഇതെന്ന് പറഞ്ഞാൽ ആരംഭം, ഇത് ബിഗിനിങ്. ഈ ആരോ താഴോട്ടാണെങ്കിൽ ഇത് ബിഗിനിങ്, ആരോ മേളിലോട്ടാണെങ്കിൽ എക്സിറ്റ് ചെയ്യുക, എൻഡ് ഓഫ് ദ മീഡിയൻ. ഓക്കെ. അന്നേരം ബിഗിനിങ് ഓഫ് മീഡിയൻ, ആരോ താഴോട്ടിരിക്കുന്ന ആരോ നോക്കിയാൽ മതി. വിച്ച് സൈൻ വിൽ ബി സർക്കുലർ വിത്ത് ബ്ലൂ പെൻ? ഞാൻ ആൾറെഡി പറഞ്ഞിട്ടുണ്ട് ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മാൻഡേറ്ററി. സോ കീപ് റൈറ്റ്. നോ എന്ന് പറയുമ്പോൾ റെഡി വരും, നോ എന്ന് പറഞ്ഞാൽ റെഡി വരും. സോ കീപ്. വിച്ച് സൈൻ വിൽ ബി ഡിസ്പ്ലേ ഇൻ എ ട്രയാങ്കിൾ ഷേപ്പ്? ഇതിനകത്ത് എന്ത് സൈൻ വരും? ഈ ജംഗ്ഷൻ വരാം, ലോ ഫ്ലൈങ് എയർക്രാഫ്റ്റ് ഹെഡ് അതും വരാം. സോ ഇത് ആക്ച്വലി മൂന്നും സൈൻ വരാം, പക്ഷേ ഇവിടെ ഒരു വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. എന്താണ്? ഹെഡ്. ഹെഡ് എന്ന് പറഞ്ഞാൽ മുന്നിൽ. ആക്ച്വലി ഇവിടെ വന്നായിരുന്നെങ്കിൽ അത് രണ്ടും ആൻസർ ആവും, പക്ഷെ അല്ല. ലോ ഫ്ലൈങ് എയർക്രാഫ്റ്റ്, ഈ ഒരു വേർഡ് മൂലം ഇതിനകത്ത്. വിച്ച് സൈൻ ഐഡന്റിഫൈസ് ആൻഡ് മാർക്സ് ഫിസിക്കൽ ഹസാർഡ്? ഫിസിക്കൽ ഹസാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഹൈ വോൾട്ടേജ്, ഇത് ഹൈറ്റ്. അപ്പോൾ ഫിസിക്കൽ ഹസാർഡ് ഇതാണ്. ഇഫ് വേരിയബിൾ മെസ്സേജ് സൈൻ ഷോസ് എ സ്പീഡ് ലിമിറ്റ്. വേരിയബിൾ മെസ്സേജ് സൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹൈവേയിലൊക്കെ പോകുമ്പോൾ ഇവിടെ വലിയൊരു ടി വി പോലൊരു സംഗതി കാണും. അതിനകത്ത് കുറച്ച് മെസ്സേജ് എഴുതിയിരിക്കും. പറഞ്ഞാൽ ഫോഗ് ആണ്, പതുക്കെ പോവുക, ആക്സിഡന്റ് പറ്റിയിട്ട്, വെള്ളമുണ്ട്, വാട്ടർ പോൺസ് അഹെഡ്. അന്നേരം നമ്മൾ എപ്പോഴും അതിനെ നോക്കി പോകണം. ചിലപ്പോൾ സ്പീഡ് ലിമിറ്റ് കാണിക്കും, അന്നേരം അതിനകത്ത് പ്രയോറിറ്റി നോക്കുന്നു വേണം. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? സ്പീഡ് ലിമിറ്റ് മേക്സ് പെർമനന്റ് ഫോർ ദാറ്റ് റോഡ്. അല്ല, പെർമനന്റ് അല്ല, ടെമ്പററി ആണ്. സയൻസ്. ദാറ്റ് സ്പീഡ് ലിമിറ്റ് ഇസ് നോട്ട് വാലിഡ് അല്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. ദാറ്റ് സ്പീഡ് ലിമിറ്റ് ടേക്സ് പ്രയോറിറ്റി ഡ്യൂറിംഗ് ദ ടൈം. പറഞ്ഞാൽ ആ സമയത്ത് അഥവാ അതിനകത്ത് ഒരു സ്പീഡ് ലിമിറ്റ് ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ പ്രയോറിറ്റി ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ. ഇതെന്താണ്? ടണൽ ഹെഡ്. ആർക്കും കണ്ണടച്ച് പറയാം. യുവർ അബൌട്ട് ഓവർടേക്ക് വെൻ യു സീ ദിസ് സൈൻ യു ഷുഡ്. പറഞ്ഞാൽ ഇതൊരു ഇന്റർസെക്ഷൻ, ജംഗ്ഷൻ വരാൻ പോകുന്നു, നിങ്ങൾ ഓവർടേക്ക് ചെയ്യാൻ പോകുന്നു. അപ്പം ഈ സൈൻ വരും, നിങ്ങൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ഓവർടേക്ക് ക്വിക്ലി. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യണം. സെറ്റ് പൊസിഷൻ വെഹിക്കിൾ ഫോർ എ ബെറ്റർ വ്യൂ. വണ്ടി പൊസിഷൻ ചെയ്യണം. ഡിലേ ഓവർടേക്ക് അണ്ടിൽ ദ ഇന്റർസെക്ഷൻ ഇസ് പാസ്. അല്ല, നിങ്ങൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ഇന്റർസെക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഓവർടേക്ക് ചെയ്യാം. ഈ സൈൻ വരുമ്പോൾ നിങ്ങൾ എന്തിന് റെഡി ആവണം? ഓവർടേക്ക് ചെയ്യാൻ, വഴി കൊടുക്കാൻ, സ്പീഡിൽ പോകാൻ വഴി കൊടുക്കുക. ആഫ്റ്റർ പാസിംഗ് സൈൻ, വിച്ച് സൈൻ ആർ യു ലൈക്ലി ടു സീ നെക്സ്റ്റ്? ആക്ച്വലി ഇത് എഴുതിയിരിക്കുന്നത് ലൈക്ലി ടു. പറഞ്ഞാൽ ഈ സൈൻ കഴിഞ്ഞാൽ എന്ത് സൈൻ വരും? അതിന്റെ അകത്ത് എന്താണ്? സ്റ്റോപ്പ് സൈൻ. അപ്പൊ സ്റ്റോപ്പ് സൈൻ തന്നെ വരും. മനസ്സിലായോ? ഒരു വാർണിംഗ് സൈൻ ആണ്. അപ്പൊ ഈ സ്റ്റോപ്പ് സൈൻ തന്നെ അതിനകത്ത് വരും. ഈ സൈൻ്റെ അടുത്താണ് നോ റൈറ്റ് ടേൺ. ഈസി ക്വസ്റ്റ്യൻ. ഈ സൈൻ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വെയിറ്റ് അണ്ടിൽ പെഡിസ്ട്രിയൻ കംപ്ലീറ്റ്ലി പാസ്. ഇതൊക്കെ വളരെ ഈസിയാണ്. ദർ ഇസ് എ ജംഗ്ഷൻ അഹെഡ്. ദിസ് മീൻസ് യു വിൽ മെർജ് വിത്ത് അതർ ട്രാഫിക് ഫ്രം ദ റൈറ്റ്. പറഞ്ഞാൽ നിങ്ങൾ മെർജ് ചെയ്യുകയാണ്, പറഞ്ഞാൽ കൂട്ടിച്ചേരുകയാണ് പറയാം. ഓക്കെ. വിച്ച് ഓഫ് ദി സൈൻസ് വാണ്ട്സ് യു ബെൻഡ്സ് ഓൺ ദ റോഡ് അഹെഡ്? ബെൻഡ്, വളവുകൾ, സെവറൽ ബെൻഡ്സ്. പറഞ്ഞാൽ ഇത് ഡൈവേർഷൻ ആണ്, ഇത് ഹൈ വോൾട്ടേജ്. ദിസ് ട്രാഫിക് സൈൻ, ദ റോഡ് അഹെഡ് ഈസ് അൺഈവൻ,
ദർ ഇസ് എ റിവർ ബാങ്ക് പറഞ്ഞാൽ നദി ഉണ്ടാവും. സ്ലിപ്പറി റോഡ് നദി. Which of the signs warns you pedestrian crossing? ഇതൊരു pedestrian crossing sign ആണ്. The traffic light turn green in the direction of your. ഈ ഗ്രീൻ്റെ അർത്ഥം എന്താണ്? You must proceed. നിങ്ങൾ തീർച്ചയായും പോകണം. You may proceed if you വേണമെങ്കിൽ പോകണം. You may proceed if safe to do. Safe ആണെങ്കിൽ മാത്രം. അപ്പോൾ അതാണ് ആൻസർ. Driver must use of indicator appropriately while driving. ഡ്രൈവ് ചെയ്യുമ്പോൾ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കും. This is required by the UV traffic law. This is not required by the UV traffic law. This is required by the transport industry. അല്ല, ഇത് UV traffic law requirement ആണ്. യു ടേൺ ചെയ്യുമ്പോൾ ഏത് ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യണം? റൈറ്റോ ലെഫ്റ്റോ രണ്ടുമേ വേണം. പറഞ്ഞ ഇത് ഉണ്ടോ, ഈ ആരോ നോക്കിയാൽ മതി, ലെഫ്റ്റ്. റൗണ്ട് അബൌട്ട് ലീവ് ചെയ്യുമ്പോൾ വെളിയിൽ പോകുമ്പോൾ ഏത് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യണം? ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ, നോ ഇൻഡിക്കേറ്റർ ആവശ്യമില്ല, റൈറ്റ് ഇൻഡിക്കേറ്റർ. പറഞ്ഞ വെളിയിലോട്ട് ഇങ്ങോട്ടാ പോകുന്നത്, റൈറ്റ് ഇൻഡിക്കേറ്റർ. പ്രോപ്പർ യൂസ് ഓഫ് ഇൻഡിക്കേറ്റർ വിൽ ലെറ്റ് അതർ നോ റോഡ് യൂസർ നോ യുവർ ഇന്റൻഷൻ. നിങ്ങളുടെ ഇന്റൻഷൻ മനസ്സിലാക്കുക, പറയാം നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുക. പ്രോപ്പർ യൂസ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് വിൽ ഷോ യു ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ഓൾ റോഡ് യൂസർ. പറഞ്ഞാൽ മറ്റു റോഡ് യൂസറുകൾ എല്ലാം. റോഡ് യൂസർ എന്ന് ഉദ്ദേശിക്കുന്നത് പെഡിസ്ട്രിയൻ ആവാം, സൈക്കിൾ ആവാം, മോട്ടോർ സൈക്കിൾ, എല്ലാവരും അറിയാൻ വേണ്ടി. ആഫ്റ്റർ മേക്കിംഗ് ദ ടേൺ വിത്ത് ഇൻഡിക്കേറ്റർ ഓൺ. ഇൻഡിക്കേറ്റർ ഓൺ ആയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? പറഞ്ഞാൽ ഒരു വളവ് വളഞ്ഞു, നിങ്ങളുടെ ഇൻഡിക്കേറ്റർ ഓൺ ആണ്. ജസ്റ്റ് ആൻസർ ശരിയാണ്. ഇൻഡിക്കേറ്റർ വിൽ ആൾവേസ് ടേൺ ഓഫ് ബൈ ഇറ്റ് സെൽഫ്. ഇൻഡിക്കേറ്റർ തനിയെ ഓഫ് ആവും. അല്ല, ചെക്ക് ദാറ്റ് ഇറ്റ് ഈസ് ടേൺ ഓഫ് ആയോ എന്ന് ചെക്ക് ചെയ്യണം. ഇൻ കേസ് ഓഫ് ബ്രേക്ക് ഡൗൺ, നമ്മുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആവും. അന്നേരം ഒരു വാർണിംഗ് ട്രയാങ്കിൾ നമ്മൾ വെക്കുമല്ലോ. ഇത് എത്ര മീറ്റർ വെക്കണമെന്നാണ് ചോദിച്ചത്. 50 മീറ്റർ, 40 മീറ്റർ, 30 മീറ്റർ. 50 മീറ്റർ ആണ് ആൻസർ. യെല്ലോ സോളിഡ് ലൈൻ ഇൻ ദ റോഡ് മീൻസ്, ഈ അർത്ഥം എന്താണ്? ഓവർടേക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? പറ്റത്തില്ല. ഓവർടേക്ക് ഇസ് പെർമിറ്റഡ്, ഓവർടേക്കിംഗ് ഇസ് പെർമിറ്റഡ് ഓർ പ്രൊഹിബിറ്റഡ്? പ്രൊഹിബിറ്റഡ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു ജംഗ്ഷന്റെ നടുക്ക് ഇങ്ങനെ യെല്ലോ ലൈൻ ഉണ്ട്, ഇതുണ്ട് ട്രാഫിക് സിഗ്നൽ. അതിന്റെ അർത്ഥം എന്താണ്? വിസിബിലിറ്റി, നല്ല ഇത് കാണാൻ, സ്പീഡിൽ പോകാതിരിക്കാൻ, ടു പ്രിവെന്റ് ദ ജംഗ്ഷൻ ഫ്രം ബി ബ്ലോക്ക് ആവാതിരിക്കും. ഓക്കെ, നമ്മൾ അതിന് വേണ്ടി വണ്ടി നിർത്താൻ പാടില്ല. നമ്മൾ റോഡിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ മഞ്ഞ വരകൾ വരും. സീരീസ് ഓഫ് റേസ് ലൈൻ പെയിന്റഡ്, ഇങ്ങനെ പെയിന്റ് കാണാം, മഞ്ഞ വരകൾ. എന്നാൽ അതിന്റെ മേളിൽ കൂടെ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ ഒരു സൗണ്ടും വരും, ഒരു വൈബ്രേഷൻ സൗണ്ട് ഉണ്ട്, ഇങ്ങനെ സൗണ്ട് വരും. അതെന്താണെന്ന് അവർ ചോദിച്ചിരിക്കുന്നത്. സ്പീഡ് ഹംപ്, റംബിൾ സ്ട്രിപ്സ്, ബ്രോക്കൺ നെയിൽ. അതിന്റെ പേരാണ് റംബിൾ സ്ട്രിപ്സ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റംബിൾ സ്ട്രിപ്സ് ആർ മെന്റ് ടു. റംബിൾ സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ ഓഫ് ട്രാഫിക് ഫ്രം ദ ഫ്രണ്ടിൽ നിന്ന് ട്രാഫിക് വരുന്നുണ്ട്. വൺ ഡ്രൈവർ ദ ലോഡ് ഈസ് ഫാൻ, ലോഡ് വീഴുന്നു വണ്ടിയിൽ നിന്ന്. അല്ല, വൺ ഡ്രൈവേഴ്സ് ഓഫ് അപ്രോച്ചിങ് എ ഹസാർഡ്, മുന്നിൽ ഒരു അപകടം വരുന്നുണ്ട്. അപകടം എന്ന് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ പെഡസ്ട്രിയൻ ക്രോസിംഗ് ആവാം, റൗണ്ട് ബോട്ട് ആവാം, വളവാവാം, ബ്രിഡ്ജിന്റെ മേളിലും നിങ്ങൾ ഇത് കാണാം. ലാർജ് റൗണ്ട് ബോട്ട് വിൽ യൂഷ്വലി ഹാവ് റംബിൾ സ്ട്രിപ്പ്. വലിയ റൗണ്ട് ബോട്ട് ഈ റംബിൾ സ്ട്രിപ്പ് എവിടെ കാണപ്പെടും? ആഫ്റ്റർ റൗണ്ട് ബോട്ട് കഴിഞ്ഞതിന് ശേഷം, വിത്തിൻ ദ റൗണ്ടിന്റെ അകത്ത്, ജസ്റ്റ് ബിഫോർ റൗണ്ട് ബോട്ട് വരുന്നതിന് മുമ്പ്. ഡ്രൈവിംഗ് ഓൺ ഷാർപ്പ് ബെൻഡ്, ദ റോഡ് മാർക്കിംഗ്. ഷാർപ്പ് ബെൻഡ് എന്ന് പറഞ്ഞാൽ വലിയൊരു വളവ്. അന്നേരം എത്ര റോഡ് മാർക്കിംഗ് കാണും? ഇങ്ങനെ ചെറിയ വരകൾ, ബ്രോക്കൺ വരയോ, ഒരു വരയോ, രണ്ട് വരയോ. ഇൻ ആൻ അൺകൺട്രോൾഡ് റൗണ്ട് ബോട്ട് പ്രയോറിറ്റി ഈസ് ഗിവൻ. പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഇന്റർസെക്ഷനെ കുറിച്ച് പഠിച്ചിരുന്നത്. ആർക്കാണ് പ്രയോറിറ്റി? അവിടെ ട്രാഫിക്കും ഇല്ല, സൈനും ഇല്ല. ആർക്കാണ് പ്രയോറിറ്റി? ലെഫ്റ്റിൽ നിന്ന് വരുന്ന വണ്ടി. സെയിം വെഹിക്കിൾ കമ്മിങ് ഫ്രം ദ റൈറ്റ്, റൈറ്റിൽ നിന്ന് വരുന്ന വണ്ടികൾക്ക്. വെഹിക്കിൾ കമ്മിങ് ഫ്രം ദ ലെഫ്റ്റ്, ലെഫ്റ്റിൽ നിന്ന് വരുന്ന വണ്ടികൾക്ക്. ട്രാഫിക് ടേൺസ് ഗ്രീൻ. ദിസ് മീൻസ്, ഗ്രീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പോണോന്നല്ല. യു മേ മൂവ് ഓഫ്, പോണം. യു മേ പ്രൊസീഡ് ഇഫ് സേഫ് ടു. സേഫ് ആണെങ്കിൽ മാത്രം. ട്രാഫിക് ലൈറ്റ് ഇൻ ജംഗ്ഷൻ ടേൺസ് ഗ്രീൻ ബിഫോർ പ്രൊസീഡിങ്. നിങ്ങൾ എന്ത് നോക്കണം? ഗ്രീൻ എന്ന് പറഞ്ഞാൽ സേഫ് ആണെങ്കിൽ പോകണം. സോ ആൻഡ് എൻഷുർ എക്സിറ്റ് ഇസ് ക്ലിയർ. എക്സിറ്റ് ക്ലിയർ ആണെങ്കിൽ മാത്രം പോകണം. യു ആർ അപ്രോച്ചിങ് എ ഗ്രീൻ ലൈറ്റ് ദാറ്റ്സ് ബീൻ ഓൺ ഫോർ സം ടൈം, യു ഷുഡ്. പറഞ്ഞാൽ നിങ്ങൾ ഒരു ഗ്രീൻ ലൈറ്റ് വരുന്നത് ഓൺ ആണ്, കുറച്ച് നേരത്തിന്. പറഞ്ഞാൽ അത് ബ്ലിങ്ക് ചെയ്യുകയാണ്, മേ ബി അങ്ങനെ പറയാം. നമ്മൾ എന്ത് ചെയ്യണം? ബി പ്രിപ്പയർ ടു സ്റ്റോപ്പ്. നിർത്താൻ വേണ്ടി തയ്യാറാകും. ഇത് ശ്രദ്ധിച്ചു നോക്കണം. ദിസ് ട്രാഫിക് ലൈറ്റ് മീൻസ് യു മസ്റ്റ് സ്റ്റോപ്പ്. നിങ്ങൾ തീർച്ചയായും വണ്ടി നിർത്തണം. പക്ഷേ ഇഫ് സേഫ് ടു ഡു, സേഫ് ആണെങ്കിൽ മാത്രം. ഓറഞ്ച് ലൈറ്റ്, ഓറഞ്ച് അല്ലെങ്കിൽ യെല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദിസ് ട്രാഫിക് ലൈറ്റ്സ് മീൻസ് യു മസ്റ്റ് സ്റ്റോപ്പ്. ഇവിടെ സേഫ് ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ യു മസ്റ്റ് സ്റ്റോപ്പ്, നിങ്ങൾ തീർച്ചയായും വണ്ടി നിർത്തണം. അന്നേരം ചുവപ്പാണ്. മാറിപ്പോല് യു മസ്റ്റ് സ്റ്റോപ്പ് എന്ന് ചോദിച്ചാൽ ചുവപ്പും, യു മസ്റ്റ് സ്റ്റോപ്പ് ഇഫ് സേഫ് ടു ഡു എന്ന് ചോദിച്ചാൽ ഓറഞ്ച്. ഇപ്പം ഡീലിംഗ് വിത്ത് പെഡിസ്ട്രിയൻ എങ്ങനെ ഡീൽ ചെയ്യുന്നത്? വെറും ഈസി ആൻസർ ആണ്. ഡ്രൈവർ മസ്റ്റ് ഗിവ് വേ ഓൾവേസ്. എപ്പോഴും നമ്മൾ വഴി കൊടുക്കണം. സ്പീഡ് ലിമിറ്റ് പോസ്റ്റഡ് ഓൺ ദ വേരിയബിൾ മെസ്സേജ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഹൈവേയിലൊക്കെ പോകുമ്പോൾ ഒരു വേരിയബിൾ ടി വി പോലെ സാധനമുണ്ട് ഫ്രണ്ടിൽ, ഇലക്ട്രോണിക് സൈൻ എന്ന് പറയാൻ. അതെന്താണ്? പെർമനന്റ് ആണോ ടെമ്പററി ആണോ? ടെമ്പററി ഓവർ റൂൾ ദ സ്പീഡ് ലിമിറ്റ് പോസ്റ്റഡ്. അതുപോലെ അതിനെ നോക്കി വേണം പോകാൻ. വെൻ അപ്രോച്ചിങ് എ പെഡിസ്ട്രിയൻ ക്രോസിംഗ്, ഡ്രൈവർ മസ്റ്റ് എന്ത് ചെയ്യണം? സ്ലോ ഡൗൺ, സ്റ്റോപ്പ് ആൻഡ് ഗിവ് വേ. സ്റ്റോപ്പ് ആൻഡ് ഗിവ് വേ ദർ ഇസ് എ പോലീസ്മാൻ. അല്ല, സ്റ്റോപ്പ് ആൻഡ് ഗിവ് വേ ടു പെഡിസ്ട്രിയൻ. വെൻ ഓവർടേക്കിംഗ് ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. നമ്മൾ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യാൻ ചോദിക്കുന്നു, അന്നേരം എന്ത് നോക്കണം? കീപ് ടു യുവർ ലൈൻ, അതേ ലൈനിൽ നിൽക്കണം, അതേ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണം. സീ ദ ഓൺ കമ്മിങ് ട്രാഫിക്, ഫ്രണ്ടിൽ നിന്ന് വരുന്ന വണ്ടിയെ നോക്കാം. അതാണ് മെയിൻ. As you enter the freeway, it is important to time you merge so that you do not cause the vehicle alter the path or speed. പിന്നെ നമ്മൾ ഹൈവേയിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് ടൈം നോക്കി എൻ്റർ ചെയ്യണം. എന്തുകൊണ്ട്? നമുക്ക് മറ്റു വണ്ടികൾ വളരെ സ്പീഡിലാണ് വരുന്നത്. അന്നേരം അവരുടെ സ്പീഡ് കുറയോ കൂടിയോ എന്തെങ്കിലും ചെയ്യും പറഞ്ഞാൽ അവരുടെ വഴി തടസ്സപ്പെടാതെ നമ്മൾ അങ്ങനെ ടൈം നോക്കി വേണം.
അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. വെൻ ഓവർടേക്കിംഗ് ദ റോഡ് മാർക്കിംഗ് വിൽ, ഓവർടേക്ക് ചെയ്യുമ്പോൾ റോഡ് മാർക്കിംഗ് എങ്ങനെ ഇരിക്കണം? ഇൻഡിക്കേറ്റ് ഇഫ് ഇറ്റ് ഈസ് അലൗ, ഇൻഡിക്കേറ്റ് മാക്സിമം സ്പീഡ്, ഇൻഡിക്കേറ്റ് ഇഫ് ഇറ്റ് ഈസ് അലൗ. അലൗ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ബ്രോക്കൺ ലൈൻ. അലൗ ആണെങ്കിൽ മാത്രം ഓവർടേക്ക് ചെയ്യും. ഹിൽസ്, ഡ്രൈവ് വേ, ഇന്റർസെക്ഷൻ ആർ എമംഗ് ദ ഹസാർഡ്സ് മെൻ. പറഞ്ഞ ഈ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ, ജംഗ്ഷൻ, ഡ്രൈവ് വേ, മലകൾ, ഇവിടെ ഇത് ചെയ്താൽ ഹസാർഡ് ആണ്. എന്ത് ചെയ്താൽ? നിർത്തിയാൽ, സ്റ്റോപ്പ് ചെയ്താൽ, പാർക്ക് ചെയ്താൽ. ഇവിടെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. വെൻ ബീങ് ഓവർടേക്കൻ യു മസ്റ്റ്, നിങ്ങളെ ആരെങ്കിലും ഓവർടേക്ക് ചെയ്യുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതേ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണം. സ്പീഡിൽ പോകണം. നിങ്ങൾ പതുക്കെ കുറച്ച് റൈറ്റിലോട്ട് മാറും. എന്നതാണ് സ്ലോ ഡൗൺ ആൻഡ് ഗിവ് ടു ദ റൈറ്റ്. ഇൻ വിച്ച് ഓഫ് ദിസ് പ്ലേസ് ആർ യു നോട്ട് പെർമിറ്റഡ് ടു ഓവർടേക്ക്? ഈ പ്ലേസിൽ, ഈ സ്ഥലത്ത് നിങ്ങൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. സ്ട്രൈറ്റ് റോഡിൽ, ഇന്റർസെക്ഷൻ, റൗണ്ട് ബോട്ടിൽ, ഇൻഡസ്ട്രിയൽ. ഇതിന്റെ ആൻസർ ഇന്റർസെക്ഷൻ അല്ലെങ്കിൽ റൗണ്ട് ബോട്ടിൽ. വെൻ ഡ്രൈവിംഗ് ഓൺ ഫ്രീ വേ യു മസ്റ്റ് നോട്ട്, നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല ഹൈവേയിൽ. എന്ത്? സ്റ്റോപ്പ് അറ്റ് എനി ടൈം, ചേഞ്ച് ലൈൻ, പാർക്ക് ഓർ ഡ്രൈവ് ഓൺ ദ ഷോൾഡർ ഏരിയ. എമർജൻസി ലൈനിൽ നിങ്ങൾ പാർക്ക് ഡ്രൈവോ ചെയ്യാൻ പാടില്ല. വെൻ ട്രാഫിക് ഇസ് നോട്ട് കൺട്രോൾ ബൈ സൈൻസ് ഓർ പോലീസ് ഓവർ യു മസ്റ്റ് കീപ് ഇറ്റ്. അവിടെ അവിടെ പോലീസും ഇല്ല, സൈനും ഇല്ല, ആരുമില്ല. നിങ്ങൾ ആർക്ക് വഴി കൊടുക്കണം? നമ്മൾ ഒന്നാമത് ലെഫ്റ്റിൽ നിന്ന് വരുന്ന വണ്ടിക്കാണ് വഴി കൊടുക്കുന്നത്. സെക്കൻഡ് നോക്കാം. വെഹിക്കിൾ ഫ്രം റോഡ് ഫേസിംഗ് ഗീവ് പേസ് അല്ല. വെഹിക്കിൾ ഫ്രം മൈനർ റോഡ് ടു മേജർ റോഡ്, വെഹിക്കിൾ ഫ്രം മെയിൻ റോഡ് ടു മൈനർ. പറഞ്ഞാൽ വലിയ റോഡിൽ നിന്ന് ചെറിയ റോഡിലോട്ട് വരുന്ന ആൾക്ക് വഴി കൊടുക്കരുത്. നിങ്ങൾ എവിടെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ഇത് ആൾറെഡി നമ്മൾ ചെയ്തതാണ്. പിന്നെ നോക്കാം. ഓപ്പൺ റോഡ്, ഹൈവേ, ഇന്റർസെക്ഷൻ, റൗണ്ട് ബോട്ട്, 2 വേ ആൻഡ് 1 വേ. അല്ല, ഇന്റർസെക്ഷൻ ആൻഡ് റൗണ്ട് ബോട്ടിൽ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. വെൻ പാർക്കിംഗ് യുവർ വെഹിക്കിൾ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് നോട്ട് പാർക്ക് അറ്റ് ദിസ് ഏരിയ. നിങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. എവിടെ നോക്കാം. 10 മീറ്റേഴ്സ് ഫ്രം ഇന്റർസെക്ഷൻ ആൻഡ് ഫ്രം പബ്ലിക് ടു. പറഞ്ഞാൽ 10 മീറ്റർ ഒരു ജംഗ്ഷന്റെ മുന്നിലോ പബ്ലിക് ട്രാൻസ്പോർട്ട് പോലെ 10 മീറ്റർ. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. വിത്തിൻ ദ പ്രമൈസസ് ഓഫ് ഹൗസ് പാർക്കിംഗ് ഇൻ യുവർ സ്കൂൾ. പറഞ്ഞ ഒരു സ്കൂളിന്റെ പാർക്കിംഗ് ഏരിയ അല്ലെങ്കിൽ ഒരു വീടിന്റെ അകത്ത് അല്ല, അവിടെ പാർക്ക് ചെയ്യാമല്ലോ. എന്നിട്ട് എവിടെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല? എൻട്രൻസ് ആൻഡ് എക്സിറ്റ് ടു ദ ഹൗസ് പാർക്കിംഗ് ഏരിയ ആൻഡ് സ്കൂൾ. പറഞ്ഞ എൻട്രൻസ് ആൻഡ് എക്സിറ്റ് അവരുടെ വാതിലിൽ ചെയ്യാൻ പറ്റില്ല. പെഡിസ്ട്രിയൻ ക്രോസിംഗ്, ഫുട് പാത്ത്, ബ്രിഡ്ജ്, വയഡക്ട്, ദീസ് ആർ സം ഓഫ് ദ. പറഞ്ഞ ഈ ഏരിയകളിൽ എന്ത് ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല. നോക്കാം നമുക്ക് എന്തോ സെന്റൻസ്. വേർ മോട്ടറിസ്റ്റ് ആർ നോട്ട് അലൗഡ് ടു പാർക്ക് ഡ്യൂറിംഗ് പീക്ക് അവർ. ഈ ഏരിയകളിൽ പീക്ക് അവറിൽ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. വേർ മോട്ടറിസ്റ്റ് ആർ നോട്ട് അലൗഡ് ടു പാസ് ത്രൂ എനി. ഇവിടെ കൂടെ പോകാൻ പറ്റില്ല. അല്ല, പോകാനൊക്കെ പറ്റും. ഫുട്പാത്ത്, അതല്ല, സോറി, പെഡിസ്ട്രിയൻ ക്രോസിംഗും ബ്രിഡ്ജൊക്കെ പോകാൻ പറ്റും. വേർ മോട്ടറിസ്റ്റ് ആർ നോട്ട് അലൗഡ് ടു പാർക്ക് അനിറ്റ്. അപ്പൊ ഇതാണ് ആൻസർ. ഇവിടെ ഒരിക്കലും നമ്മൾ പാർക്ക് ചെയ്യാൻ പാടില്ല ഈ സ്ഥലം. വെൻ പാർക്കിംഗ് വെഹിക്കിൾ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു എൻഷുർ ദാറ്റ്. നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇത് തീർച്ചയായും നോക്കണം. യുവർ വെഹിക്കിൾ ഈസ് ഇൻ ഗുഡ് കണ്ടീഷൻ ആൻഡ് ഇറ്റ് ഇസ് ഫുള്ളി ലോക്ക് ആയിരിക്കും നോക്കണം. കണ്ടീഷൻ നല്ലതാണെന്ന് നോക്കണം. യുവർ വെഹിക്കിൾ ഡസ് നോട്ട് ഇൻ എനി വേ ബ്ലോക്ക് അതർ ട്രാഫിക് യൂസേഴ്സ്. മറ്റുള്ളവർക്ക് വഴി തടസ്സപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ വണ്ടി ബ്ലോക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ അങ്ങനെ പാർക്ക് ചെയ്തിട്ട് പോകല്ലെന്ന് അവർ ഉദ്ദേശിക്കുന്നത്. യു സ്റ്റോപ്പ് ആൻഡ് ലീവ് ആസ് ക്വിക്ലി ആസ് പോസിബിൾ. നിങ്ങൾ വണ്ടി നിർത്തി വേഗത്തിൽ പോകണം. മറ്റുള്ള വഴി ബ്ലോക്ക് ചെയ്യാതിരിക്കുന്നത് പാർക്ക് ചെയ്തിട്ട് പോകണം. വൈ മസ്റ്റ് യു ഇൻഡിക്കേറ്റ് ക്ലിയർലി യുവർ ഇന്റൻഷൻ ടു ചേഞ്ച് ഡയറക്ഷൻ. നിങ്ങൾ ഡയറക്ഷൻ ചേഞ്ച് ആവും. പറഞ്ഞാൽ വളയുമ്പോൾ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ലെഫ്റ്റിലോ റൈറ്റിലോ പോകുമ്പോൾ നിങ്ങൾ തീർച്ചയായും ഇൻഡിക്കേറ്റർ കൊടുക്കണം. എന്തുകൊണ്ട്? അപ്പം തേർഡ് ആൻസർ വെച്ച് നോക്കാം. മറ്റുള്ളവർക്ക് പ്രയോറിറ്റി കൊടുക്കാൻ. സെക്കൻഡ്, എമർജൻസി വേകൾക്ക് കൊടുക്കാൻ. ഫസ്റ്റ്, ടു എൻഷുർ ദാറ്റ് യു ഡു നോട്ട് എക്സ്പോസ് യൂസർ അതർ ടു ഡേഞ്ചർ. പറഞ്ഞാൽ മറ്റുള്ളവർക്കോ നിങ്ങൾക്കോ അപകടം ആവാതെ ഇരിക്കാനാണ് നിങ്ങൾ ഇൻഡിക്കേറ്റർ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതാണ് ആൻസർ. എവറി ടൈം യു പുഷ് ഡൗൺ ഓൺ ദ ബ്രേക്ക് പെഡൽ യുവർ ബ്രേക്ക് ലൈറ്റ്സ് ലൈറ്റ്. പറഞ്ഞാൽ നിങ്ങൾ ബ്രേക്ക് പെഡലിൽ നിങ്ങൾ ബ്രേക്ക് അമർത്തുമ്പോൾ നിങ്ങളുടെ ബ്രേക്ക് ലൈറ്റ് ഓൺ ആവും. ഓക്കെ, അതെന്താണ്? ടു അതർ ഡ്രൈവർ യു ഇന്റൻഡ് ടു ചേഞ്ച്. നിങ്ങൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും എന്ന് മനസ്സിലാക്കാൻ. വാൺ അതർ ഡ്രൈവേഴ്സ് യു ആർ സ്ലോയിങ് ഡൗൺ ഓർ സ്റ്റോപ്പ്. പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വാർണിംഗ് കൊടുക്കാം. പറഞ്ഞാൽ പുറകിൽ വരുന്ന മറ്റുള്ള വണ്ടികൾക്ക് വാർണിംഗ് കൊടുക്കാം. നിങ്ങൾ വണ്ടി നിർത്താൻ പോവുക അല്ലെങ്കിൽ സ്ലോ ചെയ്യാൻ പോവുക. വാൺ അതർ ഡ്രൈവർ ദാറ്റ് യുവർ ആക്സിഡന്റ്. നിങ്ങൾ ആക്സിലേറ്റർ കൂട്ടാൻ വേണ്ടി നിങ്ങൾ മറ്റുള്ളവർക്ക് വാർണിംഗ് കൊടുക്കും. അല്ല, നിങ്ങൾ ബ്രേക്ക് അടിച്ച പുറകിലെ വണ്ടി സ്വാഭാവികമായിട്ട് എന്ത് ചിന്തിക്കും? നിങ്ങൾ വണ്ടി സ്ലോ ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. അപ്പം സെക്കൻഡ് ആൻസർ. ഇഫ് യു വെഹിക്കിൾ ബ്രേക്ക് ഡൗൺ ഓൺ ദ റോഡ് മേക്ക് ഷുവർ അതർ ഡ്രൈവർ ക്യാൻ സീ യു ആൻഡ്. നിങ്ങൾ വണ്ടി ബ്രേക്ക് ഡൗൺ അതിന് മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ കാണും? ലീവ് ദ സീൻ ഇമീഡിയറ്റ്ലി. എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോകണം. യൂസർ ഹസാർഡ് ലൈറ്റ്സ് ഓർ ലിഫ്റ്റ് യുവർ ബോണറ്റ്. അപ്പോൾ മറ്റുള്ളവർ കാണാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഹസാർഡ് ലൈറ്റ് ഓൺ ചെയ്യും, ബോണറ്റ് ലിഫ്റ്റ് ചെയ്യുകയും ചെയ്യണം. പോലീസിനെ വിളിക്കണം. അല്ല, ഇതാണ് ഫസ്റ്റ് നല്ല ആൻസർ. ഇഫ് യു വെഹിക്കിൾ ബ്രേക്ക് ഡൗൺ ഓൺ ദ റോഡ് യു ആൻഡ് യുവർ പാസഞ്ചർ ഷുഡ്. നിങ്ങളുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, അതിന് നിങ്ങളും നിങ്ങളുടെ പാസഞ്ചേഴ്സ്, നിങ്ങൾ വണ്ടിക്കാതിരിക്കുന്ന ആ പാസഞ്ചർ എന്ത് ചെയ്യണം? കോൾ ഫോർ റെസ്ക്യൂ ആൻഡ് സ്റ്റേ ഇൻസൈഡ് ദ വെഹിക്കിൾ. നിങ്ങൾ റെസ്ക്യൂവിന് വേണ്ടി വിളിച്ചിട്ട് വണ്ടി അകത്ത് തന്നെ ഇരിക്കണം. അകത്തൊരിക്കലും ഇരിക്കാൻ പാടില്ല. സ്റ്റേ ഔട്ട്സൈഡ് ഓഫ് ദ വെഹിക്കിൾ ആൻഡ് അവേ ഫ്രം ദ ട്രാഫിക്. പറഞ്ഞാൽ നിങ്ങൾ വണ്ടിയുടെ പുറത്തിറങ്ങി ട്രാഫിക്കിൽ നിന്ന് ദൂരം. ട്രൈ ആൻഡ് ഫിക്സ് ദ വെഹിക്കിൾ ആസ് ക്വിക്ലി ആസ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കണം. അല്ല, സെക്കൻഡ് ആൻസർ. ഇഫ് എ വെഹിക്കിൾ ബ്രേക്ക് ഡൗൺ ഓൺ ദ റോഡ് തിങ്ക് ഓഫ് യുവർ സേഫ്റ്റി ആൻഡ്. നിങ്ങളുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾ സേഫ്റ്റിയും നോക്കണം. ബാക്കി എന്ത് ചെയ്യണം? ഡു നോട്ട് സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ വെഹിക്കിൾ. വണ്ടിയുടെ ഫ്രണ്ടിൽ നിൽക്കാൻ പാടില്ല. അവോയ്ഡ് ബീൻ ഡിസ്ട്രാക്ട് ആവാൻ പാടില്ല. ടേക്ക് ദ നിയറസ്റ്റ് എക്സിറ്റ് ഓർ ടേൺ. എത്രയും പെട്ടെന്ന് എക്സിറ്റ് എടുത്ത് വളയണം. അല്ല,
വണ്ടിയുടെ ഫ്രണ്ടിൽ നിർത്തിക്കാൻ പാടില്ല. വാട്ട്സ് റോങ് വിത്ത് സ്റ്റേയിങ് ഇൻസൈഡ് എ വെഹിക്കിൾ ദാറ്റ് ഹാസ് ബ്രോക്കൺ ഡൗൺ ദ റോഡ്? പിന്നെ ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ, കേടായി കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയുടെ അകത്തിരിക്കാൻ പാടില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ദിസ് മേ കോസ് മോർ ട്രാഫിക്. അതുമൂലം ട്രാഫിക് ജാം ഉണ്ടാവും. കോളിംഗ് ഫോർ ഹെൽപ്പ് മേ ബി ഡിഫിക്കൽട്ട്. മറ്റുള്ളവർക്ക് ഹെൽപ്പിന് വേണ്ടി ചോദിക്കാൻ തന്നെ നിങ്ങൾക്ക് പ്രയാസം തോന്നും. അതർ ഡ്രൈവർ മേ നോട്ട് സീ യു ആൻഡ് ഹിറ്റ് ദ ബ്രോക്കൺ ഡൗൺ വെഹിക്കിൾ. ചിലപ്പോൾ മറ്റു വണ്ടികൾ നിങ്ങളെ കാണത്തില്ല, അവർ വന്ന് നിങ്ങളുടെ വണ്ടിയെ തട്ടുകയും അതുമൂലം നിങ്ങൾക്കും വീണ്ടും ആക്സിഡന്റ് പറ്റുകയും ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വണ്ടിയുടെ അകത്തായിരിക്കും. യു വെഹിക്കിൾ ഹാസ് ബ്രോക്കൺ ഡൗൺ ഓൺ ദ റോഡ്, വെൻ മസ്റ്റ് യു യൂസ് എ റിഫ്ലക്റ്റീവ് ട്രയാങ്കിൾ? നിങ്ങളുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, നിങ്ങൾ അതിന് റിഫ്ലക്റ്റീവ് ട്രയാങ്കിൾ ഉണ്ടല്ലേ, അത് എപ്പം യൂസ് ചെയ്യണമെന്ന് അവർ ചോദിക്കുന്നത്. റൈറ്റ് വെൻ ദ സ്പോട്ട് അറ്റ് വെയർ ഇസ് ബ്രോക്കൺ ഡൗൺ. എവിടെ ബ്രോക്കൺ ഡൗൺ ആയോ ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾ. സെക്കൻഡ്, വൺസ് ദ വെഹിക്കിൾ ഇസ് സേഫ്ലി പൊസിഷൻ. നിങ്ങൾ സുരക്ഷിതമായ വണ്ടി പാർക്ക് ചെയ്യുന്ന ശേഷം അല്ലെങ്കിൽ പൊസിഷൻ ചെയ്യുന്ന ശേഷം മാത്രം ഉപയോഗിക്കുക. വൺസ് ദ വെഹിക്കിൾ ഇസ് ടോ ചെയ്തതിന് ശേഷം അല്ല, സേഫ്ലി പൊസിഷൻ ചെയ്തതിനു ശേഷം മാത്രം. റോഡ് റൂൾസ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ സേഫ്റ്റി ആൻഡ് ഓർഡർ ഓൺ ദ റോഡ്. ആൻഡ് റോഡിന്റെ റൂള് സേഫ്റ്റിക്കാണ്. അതെന്താണെന്ന് നോക്കാം. ദേ ആർ ആപ്ലിക്കബിൾ ടു ഓൾ റോഡ് യൂസർ. പറഞ്ഞ എല്ലാ റോഡ് യൂസറിനും ആപ്ലിക്കബിൾ. റോഡ് യൂസർ എന്ന് ഉദ്ദേശിക്കുന്നത് വണ്ടികൾ മാത്രമല്ല, വണ്ടി, ട്രക്ക്, ബസ്, വെജിറ്റേറിയൻ, സൈക്കിൾ, മോട്ടോർ സൈക്കിൾ. ദേ ആർ ആപ്ലിക്കബിൾ ടു ഓൾ ഡ്രൈവർക്ക് മാത്രം വേണ്ടി. ദേ ആർ ആപ്ലിക്കബിൾ ടു ഓൾ പെട്ടെന്ന് പോകാൻ വേണ്ടി അല്ല. They are applicable to all road user. അതാണ് ശരിയായത്. Your position on the left most lane of the road but you intend to go straight. What should you do if you see this sign? നിങ്ങൾ ലെഫ്റ്റ് ലൈനിലാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത്, പക്ഷെ നിങ്ങൾക്ക് സ്ട്രൈറ്റ് പോകണം. അപ്പോൾ കാണാൻ ഈ സൈൻ വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കീപ് ടു യുവർ ലൈൻ, അതേ ലൈനിൽ തുടരണം. യൂസ് ഹസാർഡ് ലൈറ്റ്സ് ആൻഡ് ചേഞ്ച് വൺ ലൈൻ ടു റൈറ്റ്. നിങ്ങളുടെ ഹസാർഡ് ലൈറ്റ് ഓൺ ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു ലൈൻ മാറി മറ്റു ലൈനിലോട്ട് പോകണം, അതിനനുസരിച്ച് റൈറ്റിൽ പോകണം. തേർഡ്, ചെക്ക് യു മിറേഴ്സ്. മിറർ നോക്കണം. യൂസ് ഇൻഡിക്കേറ്റർ വേണം. ആൻഡ് ചേഞ്ച് ടു ദ റൈറ്റ് ലൈൻ വെൻ സേഫ്. സുരക്ഷിതമാണെങ്കിൽ റൈറ്റിലോട്ട് പോകാം. അപ്പോൾ അത് തന്നെ ആൻസർ. ഈസിയാണ്. വാട്ട് ഡസ് ദ യു എ ട്രാഫിക് ലേ സേ അബൌട്ട് പാസിംഗ് അനദർ വെഹിക്കിൾ ട്രാവലിംഗ് ഇൻ ദ സെയിം? നിങ്ങൾ ഒരേ ഡയറക്ഷനിൽ പോവാണ്, എന്നാൽ നിങ്ങൾക്ക് ഒരു വണ്ടി പാസ് ചെയ്യണം. എന്നാൽ യു എ ട്രാഫിക്കിലോ എന്താണ് അതിനെ പറയുന്നത്? ഡ്രൈവേഴ്സ് മസ്റ്റ് ഓൺലി പാസ് ഓൺ ദ റൈറ്റ് സൈഡ്. റൈറ്റ് സൈഡിൽ കൂടെ മാത്രം പാസ് ചെയ്യണോ? പാസ് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത് ഓവർടേക്ക് ചെയ്യണോ അല്ലെങ്കിൽ അതിനെ കടന്നു പോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓവർടേക്ക് അല്ല, അതിനെ കടന്നു പോകണം. ഡ്രൈവർ മസ്റ്റ് ഓൺലി പാസ് ഓൺ ദ ലെഫ്റ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡിൽ മാത്രം പാസ് ചെയ്യണം. ഡ്രൈവറിനെ ലെഫ്റ്റിലോ റൈറ്റിലോ പാസ് ചെയ്യും അല്ല. നമ്മൾ എപ്പോഴും സ്പീഡ് ലൈനിൽ കൂടെയാണ് നമ്മൾ പാസ് ചെയ്യേണ്ടത്, എന്നാൽ ലെഫ്റ്റ് ലൈനിൽ കൂടെ നമ്മൾ പാസ് ചെയ്യണം. ഓക്കെ. വെൻ അനദർ വെഹിക്കിൾ ഇസ് ട്രൈങ് ടു ഓവർടേക്ക് യു, ദ ട്രാഫിക് യു ഐ ട്രാഫിക് ലോ യു മസ്റ്റ്. നിങ്ങൾ ആരെങ്കിലും ഓവർടേക്ക് ചെയ്യുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യമേ നമ്മളൊരു ക്വസ്റ്റനിൽ ചെയ്തതാണ്, വളരെ ഈസി. ഞാൻ എല്ലാ ക്വസ്റ്റനും വായിക്കുന്നില്ല. സ്ലോ ഡൗൺ ആൻഡ് കീപ് ടു. എത്രയും പെട്ടെന്ന് സ്ലോ ചെയ്ത് റൈറ്റ് റോഡ് മാറും. വൺ പോസിബിൾ ഡേഞ്ചർ വെൻ ഓവർടേക്കിംഗ് ട്രക്ക് ഓൺ ആൻ ഓപ്പൺ. ഇതൊരു ഓപ്പൺ ഹൈവേ ആണ് അല്ലെങ്കിൽ റോഡാണ്, ഒരു ട്രക്ക് പോകുന്നു, അതിനെ ഓവർടേക്ക് ചെയ്യുമെങ്കിൽ ഒരു അപകടം സാധ്യതയുണ്ട്. എന്തായിരിക്കും? പ്രസൻസ് ഓഫ് സ്പീഡ് ക്യാമറ അപകടമാണ്. പ്രസൻസ് ഓഫ് അതർ വെഹിക്കിൾ, മറ്റു വണ്ടികൾ ഉള്ളത് അപകടമാണ്. പ്രസൻസ് ഓഫ് സ്ട്രോങ് വിൻഡ്സ്, പറഞ്ഞ ഒരു കാറ്റ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള കാറ്റടിക്കാൻ ചാൻസ് ഉണ്ട്. പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, വലിയ വണ്ടി കൂടെ സൈഡിൽ പോകുമ്പോൾ ഒരു കാറ്റ് പോലെ വീശും, അപ്പോൾ നമ്മുടെ വണ്ടി ഒന്ന് കുലുങ്ങും. അന്നേരം ഇതാണ് ആൻസർ. യു സീ എ ഗ്യാപ്പ്, എ ചാൻസ് ടു ഓവർടേക്ക് നിയർ എ പെഡിസ്ട്രിയൻ ക്രോസിംഗ്. വാട്ട് ഷുഡ് യു ഡു? നിങ്ങൾ പെഡിസ്ട്രിയൻ ക്രോസിൽ എത്തുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് കാണും. നിങ്ങൾ എന്ത് ചെയ്യും? ഓവർടേക്ക് കെയർഫുള്ളി. നിങ്ങൾ ഓവർടേക്ക് കെയർഫുൾ ആയിട്ട് ചെയ്യണം. ഡു നോട്ട് ഓവർടേക്ക്, സ്റ്റോപ്പ്. അപ്പൊ ആൻസർ എന്താണ്? ഡു നോട്ട് ഓവർടേക്ക് അല്ല, പെഡിസ്ട്രിയന് വഴി കൊടുത്തേ പോകുക, അന്നേരം ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. യു ആർ ട്രാവലിംഗ് ഓൺ എ ഫ്രീ വേ ആൻഡ് യു വാണ്ട് ടു എക്സിറ്റ്. നിങ്ങളൊരു ഹൈവേയിൽ പോകുന്നു, പക്ഷെ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യണം. അത് നിങ്ങൾ സുരക്ഷിതമായിട്ട് എക്സിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്ലോ ഡൗൺ ആൻഡ് ചേഞ്ച് ലെയിൻ. സ്ലോ ചെയ്തുകൊണ്ട് ലെയിൻ ചേഞ്ച് ചെയ്യണം. ചെക്ക് യു മിറർ ആൻഡ് കൺഫേം സീറ്റ്. നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ മിറർ ചെക്ക് ചെയ്യണം, എന്നിട്ട് സുരക്ഷിതമാണോ എന്ന് നോക്കണം എക്സിറ്റ് ചെയ്യാൻ. ചെക്ക് യുവർ സ്പീഡ്. നിങ്ങൾ സ്പീഡ് ചെക്ക് ചെയ്യണം അല്ല. ചെക്ക് യു മിറർ ആൻഡ് കൺഫേം ദ സേഫ്. as you enter the freeway it is important to time you merge so that. നിങ്ങൾ ഫ്രീ വേയിൽ എത്തുമ്പം നിങ്ങൾക്ക് മെർജ് ചെയ്യുന്ന ഏത് സമയം നിങ്ങൾക്ക് മെർജ് ചെയ്യും? മെർജ് എന്ന് പറഞ്ഞാൽ അതുമായിട്ട് കൂട്ടിച്ചേരാം, ഹൈവേ ആയിട്ട് കൂട്ടിച്ചേരാം. എപ്പം? യു ഡോ നോട്ട് കോസ് അതർ വെഹിക്കിൾ ടു ആൾട്ടർ ദർ പാത്ത് ഓഫ്. നിങ്ങൾ കൂട്ടിച്ചേരുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ മറ്റുള്ളവരുടെ വഴി തടസ്സപ്പെടുത്തുകയോ അവരുടെ സ്പീഡിനെ തടസ്സപ്പെടുത്തുകയോ അവരുടെ വഴിയെ തടസ്സപ്പെടുന്ന രീതിയിൽ അങ്ങനെ വേണം നിങ്ങൾ ഹൈവേയിൽ യോജിക്കാൻ വേണ്ടി, പറഞ്ഞാൽ കൂട്ടിച്ചേരാൻ വേണ്ടി. വെൻ ലിവിംഗ് ദ ഫ്രീ വേ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു. നിങ്ങൾ ഒരു ഹൈവേ നിന്ന് വിട്ടു പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇൻ ദ കറക്റ്റ് ലൈൻ വെൽ ബിഫോർ ദ എക്സിറ്റിന് മുമ്പിൽ നിങ്ങൾ കറക്റ്റ് ലൈനിൽ വേണം. ഏബിൾ ടു ഗെറ്റ് ഇൻ ദ കറക്റ്റ് ലൈൻ വൺസ് ക്ലോസ് ടു ദ എക്സിറ്റിന്റെ അടുത്ത് എത്തുമ്പോൾ നിങ്ങൾ കറക്റ്റ് ലൈനിൽ എത്തണം. എക്സിറ്റ് ആസ് ക്വിക്ലി ആസ് പോസിബിൾ. എത്രയും പെട്ടെന്ന് നിങ്ങൾ എക്സിറ്റ് ഇല്ല. ഇൻ ദ കറക്റ്റ് ലൈൻ, നിങ്ങൾ ഹൈവേന്ന് വെളിയിലോട്ട് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ആദ്യമേ കറക്റ്റ് ലൈനി വരണം. വെൽ ബിഫോർ ദ എക്സിറ്റ് വരുന്നതിന് മുമ്പിട്ടേ നിങ്ങൾ കറക്റ്റ് ലൈനി വരണം. യു ആർ ട്രാവലിംഗ് ഓൺ എ ഫ്രീ വേ ആൻഡ് മിസ് യുവർ എക്സിറ്റ്. വാട്ട് ഇസ് ദ ബെസ്റ്റ് തിങ് യു ഡു? പറഞ്ഞാൽ നിങ്ങൾ ഹൈവേ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ എക്സിറ്റ് മിസ്സായി പോയെന്ന് വെച്ചോ. അപ്പം ഏറ്റവും ബെസ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? ഡ്രൈവ് ഓൺ ദ ഹാർഡ് ഷോൾഡർ ആൻഡ് ഫൈൻഡ് ദ നിയറസ്റ്റ് ഹാർഡ് ഷോൾഡർ ഏരിയ. പറഞ്ഞാൽ എമർജൻസി വണ്ടിയൊക്കെ പോകുന്ന സ്ഥലത്തൂടെ നിങ്ങൾ പോയി അടുത്തുള്ള എക്സിറ്റ് കണ്ടുപിടിക്കണം. സ്റ്റോപ്പ് ആൻഡ് റിവേഴ്സ് കെയർഫുള്ളി ടു മിസ് ദ എക്സിറ്റ്. പറഞ്ഞാൽ അവിടെ തന്നെ നിർത്തി റിവേഴ്സ് ചെയ്ത് എക്സിറ്റിൽ പോകണം. ഡ്രൈവ് ഓൺ ആൻഡ് ലുക്ക് ഫോർ ദ നെക്സ്റ്റ്. പറഞ്ഞാൽ നിങ്ങൾ മറ്റേ എക്സിറ്റ്, മൂന്നാമത്തെ ആൻസർ ആണ് ഡ്രൈവ് ഓൺ. പറഞ്ഞാൽ നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകണം, എന്നിട്ട് അടുത്ത എക്സിറ്റ് എടുക്കണം. അപ്പൊ അതാണ് ആൻസർ.
മിസ്സായി പോയി കഴിഞ്ഞാൽ നിർത്താൻ പാടില്ല, അടുത്ത എക്സിറ്റ്. ഇൻ കേസ് ഓഫ് കൊല്യൂഷൻ ദോസ് ഇൻവോൾവ് ആർ റിക്വയർഡ് ടു നോട്ടിഫൈ ദ പോലീസ്. ഒരു ആക്സിഡന്റ് പറ്റുമ്പോൾ നമ്മൾ എപ്പം പോലീസിനെ അറിയിപ്പിക്കണം? വിത്തിൻ 3 hours ഓഫ് ദ കൊല്യൂഷൻ. ആക്സിഡന്റ് പറ്റിയതിന് 3 മണിക്കൂറിനകം, 6 മണിക്കൂറിനകം, 6 hour, 12 മണിക്കൂറിനകം, 6 hour ആണ്. ആൻഡ് ഇഫ് യു ആർ ഇൻവോൾവ് ഇൻ എ കൊല്യൂഷൻ, ടേൺ യുവർ ഹസാർഡ് ലൈറ്റ്സ് ഓൺ ആൻഡ് എക്സിറ്റ് ദ വേ. നിങ്ങൾ ആക്സിഡന്റിൽ പെട്ടാൽ നിങ്ങൾ ഹസാർഡ് ലൈറ്റ് ഓൺ ചെയ്യും, നിങ്ങൾ വണ്ടിയുടെ വെളിയിറങ്ങണം. എന്നിട്ട് ത്രൂ ദ ഡോർസ് അവേ ഫ്രം ദ ട്രാഫിക്, ഡോറിൽ നിന്ന് വെളിയിറങ്ങി ട്രാഫിക്കിൽ നിന്ന് ദൂരെ മാറി. ത്രൂ ദ ഡോർസ്, ഡോറിൽ കൂടെ വെളിയിറങ്ങി, ക്ലോസസ്റ്റ് അതിന്റെ ഡോറിന്റെ അടുത്ത് നിൽക്കുന്നു. ത്രൂ എനി, ഏത് ഡോറിലും പോകാം. അന്നേരം ട്രാഫിക്കിൽ നിന്ന് അകന്നുള്ള ഡോറിൽ കൂടെ നിങ്ങൾ വെളിയിറങ്ങണമെന്നാണ് ആൻസർ. ഇൻ കേസ് ഓഫ് പൊല്യൂഷൻ ദോസ് ഇൻവോൾവ് മസ്റ്റ് ഫൈൻഡ്. ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ ആരൊക്കെ അതിൽ ഉണ്ടോ അവരെന്ത് ചെയ്യണം? ആൻഡ് എക്സിറ്റ് റോഡ് ആസ് ക്വിക്ലി ആസ് പോസിബിൾ. എത്രയും പെട്ടെന്ന് എക്സിറ്റ് ചെയ്യണം. റിലയബിൾ വിറ്റ്നസ് ടു ദ ഇൻസിഡന്റ്. എത്രയും പെട്ടെന്ന് ഒരു വിറ്റ്നസിനെ കണ്ടുപിടിക്കണം. ദ സേഫസ്റ്റ് പ്ലേസ് ഇമീഡിയറ്റ്ലി. എത്രയും പെട്ടെന്ന് ഒരു സുരക്ഷിതമായ സ്ഥാനം കണ്ടുപിടിക്കുക. അതാണ് ആൻസർ. എ സേഫ് ബിഹേവിയർ ഇൻ ദ ഇവന്റ് ഓഫ് കൊല്യൂഷൻ ഈസ്, പറഞ്ഞ ആക്സിഡന്റ് പറ്റുമ്പോൾ ഏറ്റവും സുരക്ഷിതമായ ബിഹേവിയർ എന്താണ്? സ്വഭാവം. ചെക്ക് വിത്ത് അതർ പീപ്പിൾ ഇൻവോൾവ് ഇൻ വെദർ എനിവൺ ഈസ് ഇൻജുർഡ്. മറ്റുള്ളവർ ആക്സിഡന്റിൽ മുറിവ് പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കും. ആർക്കെങ്കിലും ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം. ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് അറിയാം, ആംബുലൻസ് വിളിക്കണം. ഇമീഡിയറ്റ്ലി മൂവ് ഔട്ട് എനിവൺ ഹു മേ ഇൻജുർ. എത്രയും പെട്ടെന്ന് അവനെ വലിച്ച്, പറഞ്ഞ ആരെ ആക്സിഡന്റ് പറ്റുമോ അവരെ വലിച്ച് വെളിയിലോട്ട് വേണം. ഫസ്റ്റ് ആൻസർ. ചെക്ക് വിത്ത് അതർ പീപ്പിൾ. മറ്റുള്ളവർക്ക് ഇഞ്ചുറി പറ്റിയോ എന്ന് ആദ്യം പോയി നോക്കണം. ആഫ്റ്റർ കൊല്യൂഷൻ എ മോട്ടോർ സൈക്കിളിസ്റ്റ് വിയറിംഗ് എ ഹെൽമെറ്റ് വാസ് ഇൻജർഡ്. വാട്ട് ഇസ് ഇറ്റ്? ഒരു മോട്ടോർ സൈക്കിളിൽ സ്വാഭാവികമായിട്ട് അവൻ ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് പോകും. അന്നേരം അവനുമായിട്ട് ആക്സിഡന്റ് പറ്റി. അന്നേരം വാട്ട് ഇസ് ദ ബെസ്റ്റ് തിങ് ടു ഡു? അന്നേരം ഏറ്റവും ബെസ്റ്റ് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? അറ്റംപ്റ്റ് ടു റിമൂവ് ദ ഹെൽമെറ്റ്. ഒരിക്കലും ഇല്ല നിങ്ങൾ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഹെൽമെറ്റ് റിമൂവ് ചെയ്യണമെന്ന് അല്ല. സെക്കൻഡ് എന്താണെന്ന് നോക്കാം, ഡു നോട്ട് അറ്റംപ്റ്റ് ടു റിമൂവ് ദ ഹെൽമെറ്റ്. നിങ്ങൾ ഹെൽമെറ്റ് ഊരാൻ ശ്രമിക്കുകയേ ചെയ്യരുത്. അതാണ് ആൻസർ. ഇഫ് യു ആർ ഇൻവോൾവ് ഇൻ എ കൊല്യൂഷൻ, നിങ്ങൾ ആക്സിഡന്റ് പറ്റി, യു മേ ടേക്ക് പിക്ചർ ഓഫ് ദ ഇൻസിഡന്റ്. പറഞ്ഞാൽ നിങ്ങൾ ആക്സിഡന്റ് പറ്റുമ്പോൾ നിങ്ങൾ ആ സീനിന്റെ പിക്ചർ എടുക്കാം. എന്തിനാ? ബി ഷെയർഡ് ഓൺ, പോസ്റ്റഡ് ഓൺ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാൻ വേണ്ടി, പോലീസുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി, നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സിൻ്റെ കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി, പോലീസിൻ്റെ കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി. ദ കൊല്യൂഷൻ ഈസ് എ മൈനർ വിത്ത് നോ ഇഞ്ചുറി. പറഞ്ഞ ഒരു മൈനർ ആക്സിഡന്റ് പറ്റി, ഇഞ്ചുറി ഒന്നുമില്ല. അത് നിങ്ങൾ എങ്ങനെ അതോറിറ്റികളെ റിപ്പോർട്ട് ചെയ്യും? ബി ഡൺ വിയ ദുബായ് പോലീസ് ആപ്പ്. അപ്പൊ അത് ആൻസർ. നിങ്ങൾ മൈനർ ആക്സിഡന്റ് പറ്റി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ദുബായ് പോലീസ് ആപ്പ് വഴി അറിയിപ്പിക്കുന്നതാണ്. സെക്കൻഡ് വായിച്ചു നോക്കാം. സോഷ്യൽ മീഡിയ വഴി അറിയിപ്പിക്കണം, ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി അറിയിപ്പിക്കണം, അല്ല ദുബായ്. ഇൻ ദ ഇവന്റ് ഓഫ് കൊല്യൂഷൻ വിത്ത് അനദർ വെഹിക്കിൾ, വൈ ഇസ് ഇറ്റ് ഇമ്പോർട്ടന്റ് ടു ടേക്ക് എ നോട്ട് ഓഫ് അതർ പാർട്ടീസ് പ്ലേറ്റ് നമ്പർ? നിങ്ങളുടെ ആക്സിഡന്റ് പറ്റി കഴിഞ്ഞാൽ മറ്റുള്ളവന്റെ നമ്പർ പ്ലേറ്റ് നോട്ട് ചെയ്തു. എന്തുകൊണ്ട്? ടു ഇൻഫോം ദ പോലീസ് ഇൻ കേസ് അതർ ഡ്രൈവർ ലീവ്സ് ദ ആക്സിഡന്റ്. പറഞ്ഞാൽ ആ ആക്സിഡന്റിൽ നിന്ന് മറ്റവൻ അവിടുന്ന് ചാടിപ്പോയ, അവൻ പോയി കഴിഞ്ഞാൽ പോലീസിന് പറഞ്ഞു കൊടുക്കാൻ. ഇപ്പൊ അത് തന്നെയാണ്. കൂടുതൽ വായിച്ചു നോക്കേണ്ട ആൻസർ ഇല്ല, അത് തന്നെയാണ്. യുവർ ഡ്രൈവിംഗ് ലൈസൻസ്, കാർ രജിസ്ട്രേഷൻ നമ്പർ, എമിറേറ്റ്സ് ഐഡി ആർ ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്. പറഞ്ഞാൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസും കാറിന്റെ രജിസ്ട്രേഷൻ നമ്പർ, ഞാൻ മുൽക്കിയ നമ്പർ, എമിറേറ്റ്സ് ഐഡി ഒരു ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ് ആണ്. ഗോ ടു അതോറിറ്റീസ് ഫോർ ഇൻസ്പെക്ട് ഇൻ കേസ് ഓഫ് ആക്സിഡന്റ്. എന്തിനാ? അത് തന്നെ ആക്സിഡന്റ് പറ്റുമ്പോൾ ഇൻസ്പെക്ഷൻ നടത്താൻ വേണ്ടി. യു ആർ ഇൻവോൾവ് ഇൻ എ കൊല്യൂഷൻ, ആക്സിഡന്റ് പറ്റി, ഇത് എന്താണ് ഇമ്പോർട്ടന്റ്? റിമെയിൻ ഇൻസൈഡ് യുവർ വെഹിക്കിൾ ഓൺലി ടു അവോയ്ഡ് ഇൻസൈഡ് ദ വെഹിക്കിൾ. പറഞ്ഞാൽ അകത്തിരിക്കണോ? നല്ല. സ്റ്റേ കാം ആൻഡ് അവോയ്ഡ് ആർഗ്യുമെന്റ് വിത്ത് അതർ. പറഞ്ഞാൽ നിങ്ങൾ പെയ്യെ മറ്റ് ഡ്രൈവറുമായിട്ട് ആർഗ്യുമെന്റ് ചെയ്യാത്തവർക്ക് കാം ആയിട്ടിരിക്കണം. അവോയ്ഡ് ഐ കോൺടാക്ട് പാടില്ല, അല്ല. സ്റ്റേ കാം ആൻഡ് അവോയ്ഡ് ആർഗ്യുമെന്റ് വിത്ത് അതർ ഡ്രൈവർ. ഇൻ ദ ഇവന്റ് ഓഫ് കൊല്യൂഷൻ ദ കളർ ഓഫ് ദ ആക്സിഡന്റ് റിപ്പോർട്ട് മീൻസ് ഫോളോയിങ്. പറഞ്ഞ ആക്സിഡന്റ് പറ്റുമ്പോൾ ആക്സിഡന്റ് റിപ്പോർട്ടിന്റെ കളർ ഇതിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? പിങ്ക് ഈസ് ഇഷ്യൂഡ് ടു ദ ഡ്രൈവർ. ഡ്രൈവറിന്റെ ഫോൾട്ട് ആണെങ്കിൽ പിങ്ക് കളർ കൊടുക്കും ആക്സിഡന്റ് റിപ്പോർട്ട്. ഡ്രൈവറിന്റെ ഫോൾട്ട് ആണെങ്കിൽ ഗ്രീൻ കൊടുക്കും. ഡ്രൈവറിന്റെ ഫോൾട്ട് ആണെങ്കിൽ വൈറ്റ് കൊടുക്കും. അപ്പൊ ആൻസർ എന്താണ്? പിങ്ക് കൊടുക്കും. ഡ്രൈവറിന്റെ ഫോൾട്ട് ആണെങ്കിൽ എന്ത് കളർ കൊടുക്കുന്നത്? പിങ്ക്. ഇഫ് എ വെഹിക്കിൾ ഇൻവോൾവ് ഇൻ ആക്സിഡന്റ് ഇസ് ഡാമേജ്, റിപ്പയർസ് വിൽ നോട്ട് ബി ക്യാരിഡ് ഔട്ട് ഇഫ്. നിങ്ങളുടെ ആക്സിഡന്റ് പറ്റി, ഡാമേജ് ആയി, ഇങ്ങനെയാണെങ്കിൽ മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ എ പോലീസ് റിപ്പോർട്ട് കംസ് ഇൻ വൈറ്റ് ഫോം. വൈറ്റ് ഫോമിൽ പോലീസ് റിപ്പോർട്ട് വരുവാണെങ്കിൽ, എ പോലീസ് റിപ്പോർട്ട് കംസ് ഇൻ റെഡ് ഫോം. റെഡ് ഫോമിൽ പോലീസ് റിപ്പോർട്ട് വരുവാണെങ്കിൽ, നോ പോലീസ് റിപ്പോർട്ട് ഈസ് പ്രസന്റഡ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് പോലീസ് റിപ്പോർട്ട് ഇല്ലെങ്കിൽ. സിമ്പിൾ ആൻസർ ആണ് പോലീസ് റിപ്പോർട്ട് ഇല്ലെങ്കിൽ. എ പോലീസ് റിപ്പോർട്ട് ഇഷ്യൂഡ് ഇൻ ദ വൈറ്റ് ഫോം സിഗ്നിഫൈങ് ദാറ്റ് നൈദർ പാർട്ടി ഈസ് അറ്റ് ഫോൾട്ട്. ഞാൻ വൈറ്റ് ഫോം, നമ്മൾ പിങ്ക് ഫോമിനെ കുറിച്ച് പഠിച്ചു. വൈറ്റ് ഫോം ഇപ്പോഴാണ് കൊടുക്കുന്നത്. ബോത്ത് പാർട്ടീസ് ആർ ഫോൾട്ട്. രണ്ട് പാർട്ടിയും ഫോൾട്ട് ഉണ്ടെങ്കിൽ ദ അതർ പാർട്ടീസ് അൺനോൺ. പറഞ്ഞാൽ മറ്റ് ആരാ ഇടിച്ചതെന്ന് അറിയാൻ പറ്റത്തില്ല. എക്സാമ്പിൾ, പാർക്കിങ്ങിൽ ഒരാൾ ഇടിച്ചിട്ട് പോയി. തേർഡ്, ദാറ്റ് ദ ഗ്രീൻ ഫോം ഈസ് നോട്ട് എ ഫോൾട്ട്. ഗ്രീൻ ഫോം ഫോൾട്ട് ഇല്ല. അപ്പൊ ആൻസർ എന്താണ്? എപ്പോഴാണ് വൈറ്റ് ഫോം കൊടുക്കുന്നത്? ദ അതർ പാർട്ടീസ് അൺനോൺ. ആരാ ഇടിച്ചിട്ട് പോയെന്ന് അറിയത്തില്ല. ഫോളോയിങ് എ കൊല്യൂഷൻ ആൻഡ് ദ പോലീസ് റിപ്പോർട്ട് ഹാസ് ബീൻ ഇഷ്യൂഡ്, ദ ലോജിക്കൽ സ്റ്റെപ്പ് ഇസ് ടു. പറഞ്ഞാൽ നിങ്ങൾ ആക്സിഡന്റ് പറ്റി, പോലീസ് റിപ്പോർട്ട് ഇഷ്യൂ ആയി. എന്നാൽ അടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻഫോം യുവർ ഇൻഷുറൻസ് കമ്പനി ഓർ കാർ ഹയർ കമ്പനി അബൌട്ട് വാട്ട് ഹാസ് ഹാപ്പൻ. നിങ്ങൾ ഇൻഷുറൻസ് കമ്പനിയോ അല്ലെങ്കിൽ കാർ ഹയർ കമ്പനിയോട് കോൺടാക്ട് ചെയ്യണം. ഇൻഫോം ദ പോലീസ് വാട്ട് വാസ് ഹാപ്പൻ. പോലീസിനെ ഇൻഫോം ചെയ്യണം. ടേക്ക് യുവർ കാർ ടു ദ നിയറസ്റ്റ് ഗാരേജ് പോകണം. ഇൻഫോം ദ ഇൻഷുറൻസ് കമ്പനി ഓർ കാർ ഹയർ കമ്പനി വാട്ട് വാസ് ഹാപ്പൻ.
യു എൻകൗണ്ടർ എ കൊല്യൂഷൻ ഓൺ യുവർ വേ ആൻഡ് യു ആർ നോട്ട് ഇൻവോൾവ്. വാട്ട് ഇസ് ദ ബെസ്റ്റ് ബിഹേവിയർ ഹിയർ? പറഞ്ഞാൽ നിങ്ങൾ ഒരു വഴിയിൽ പോവുകയാണ്, അവിടെ ആക്സിഡന്റ് പറ്റി, നിങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല. നിങ്ങളുടെ ഏറ്റവും നല്ല ബിഹേവിയർ, നിങ്ങളുടെ ഏറ്റവും നല്ല സ്വഭാവം എന്തായിരിക്കണം? ട്രൈ ആൻഡ് സ്ലോ ഡൗൺ ടു സീ വാട്ട് ഹാപ്പൻ. എന്ത് അവിടെ നടന്നു എന്ന് നോക്കാൻ വേണ്ടി നിങ്ങൾ സ്ലോ ചെയ്യണം. മൂന്നാമത്തെ വായിച്ചു നോക്കാം. സ്റ്റോപ്പ് ഓൺ ദ സൈഡ് ഓഫ് ദ റോഡ് ആൻഡ് ആസ്ക് അറൗണ്ട് വാട്ട് റിയലി ഹാപ്പൻ. പറഞ്ഞ റോഡിന്റെ സൈഡിൽ വണ്ടി നിർത്തിക്കൊണ്ട് മറ്റുള്ളവർ ചോദിക്കും എന്ത് സംഭവിച്ചു എന്ന്. സെക്കൻഡ് നോക്കാം. അവോയ്ഡ് സ്ലോയിങ് ഡൗൺ ടു ലുക്ക് ആസ് ഇറ്റ് ഈസ് മേ കോസ് മോർ ട്രാഫിക് ഓർ കോസ് അനദർ കൊല്യൂഷൻ. പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വണ്ടി സ്ലോ ചെയ്യില്ല. സ്ലോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? മേ ബി അവിടെ ട്രാഫിക് ജാം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ വീണ്ടും ഒരു ആക്സിഡന്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വണ്ടി അവോയ്ഡ് ചെയ്യണം, സ്ലോ ചെയ്യണം. അവോയ്ഡ് സ്ലോ ഡൗൺ. There is a collision ahead and you see an ambulance with the light signs activate. How do you deal with it? പറഞ്ഞാൽ അവിടെ ഒരു ആക്സിഡന്റ് പറ്റി, പുറകിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ആംബുലൻസിനെ കാണുന്നു, അത് ലൈറ്റും സൈറനും ഇട്ടുകൊണ്ട് വരുന്നു. നിങ്ങൾ ആ വണ്ടി ആംബുലൻസുമായിട്ട് എങ്ങനെ ഡീൽ ചെയ്യുമെന്നാണ് ക്വസ്റ്റ്യൻ. അതാണ് ഫസ്റ്റ് ആൻസർ. സ്റ്റേ ഓൺ യുവർ ലെയിൻ, യു ഗോട്ട് ഫൈൻ. പറഞ്ഞാൽ ആ ലെയിനിൽ തന്നെ നിൽക്കണമെന്ന്, അല്ലെങ്കിൽ ഫൈൻ കിട്ടത്തില്ല. അലോ ദ ആംബുലൻസ് ടു പാസ് ആൻഡ് സ്റ്റേ ക്ലോസ് ബിഹൈൻഡ് ഇറ്റ് ടു സ്പീഡ് അപ്പ് ടു യുവർ ട്രാക്ക്. പറഞ്ഞാൽ ആംബുലൻസിന് വഴി കൊടുക്കുകയും അതിന്റെ പുറകിൽ, ആംബുലൻസിന്റെ പുറകിൽ തന്നെ വെച്ച് പിടിക്കണം. ലാസ്റ്റ് അലോ ഇറ്റ് ടു പാസ് ബൈ ഗിവിംഗ് വേ ടു, അവന് വഴി കൊടുക്കണം. അതാണ്. ഇഫ് യു ആർ ഇൻവോൾവ് ഇൻ എ ക്രാഷ്, ടേൺ യുവർ ഹസാർഡ് ലൈറ്റ്സ് ഓൺ, എക്സിറ്റ് യുവർ വെഹിക്കിൾ കെയർഫുള്ളി ആൻഡ്. നിങ്ങൾ ആക്സിഡന്റ് പെട്ടാൽ ഫസ്റ്റ് ഹസാർഡ് ലൈറ്റ് ഓൺ ചെയ്യണം, എന്നിട്ട് ഇന്ത്യയുടെ വെളിയിൽ വരണം. അതിനുശേഷം എന്ത് ചെയ്യണം? നിങ്ങൾ ടേൺ യുവർ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യണം. വിയർ എ ഹൈ വിസിബിലിറ്റി ജാക്കറ്റ് ഇഫ് പോസിബിൾ ആണെങ്കിൽ നിങ്ങളുടെ ഒരു ഹൈ വിസിബിലിറ്റി ജാക്കറ്റ്, നിങ്ങൾക്ക് അറിയാമല്ലോ ഓറഞ്ച് കളർ അല്ലെങ്കിൽ ഒരു പാരറ്റ് കളർ ഒരു ജാക്കറ്റ് ഉണ്ട്, അതിനെ ഹൈ വിസിബിലിറ്റി ജാക്കറ്റ്സ് പറഞ്ഞാൽ അത് വേണം പോസിബിൾ ആണെങ്കിൽ. തേർഡ്, ഇമീഡിയറ്റ്ലി മൂവ് ഔട്ട് എനിവൺ ഹു മേ ബി ഇൻജുർഡ്. പറഞ്ഞാൽ മറ്റു ഇഞ്ചുറി ആയിരിക്കുന്ന ആൾക്കാരെ വെളിയിലോട്ട് എടുത്ത് ഹൈ വിസിബിലിറ്റി ജാക്കറ്റ് പോസിബിൾ ഉണ്ടെങ്കിൽ. വൈ ഇസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റോപ്പ് ഇൻ സേഫ് പ്ലേസ് അവേ ഫ്രം ദ ട്രാഫിക് ഇഫ് ഇൻ ഡോണ്ട് ക്രാഷ് വിത്ത് ഇഞ്ചുറീസ്? പറഞ്ഞാൽ ഇഞ്ചുറി ഒന്നും പറ്റില്ല, നിങ്ങൾ ഒരു സുരക്ഷിതമായ സ്ഥാനത്തിന് എന്തിനാ പോയി പാർക്ക് ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യൻ. അന്നേരം ടു അവോയ്ഡ് ഒബ്സ്ട്രക്ട് ദ ട്രാഫിക് ആൻഡ് ക്രിയേറ്റിംഗ് എ ജാം. അതുമൂലം എന്ത് പറ്റും? ട്രാഫിക് ജാം ഉണ്ടാവത്തില്ല, അവിടെ വേറെ വണ്ടികളൊന്നും ആക്സിഡന്റ് പറ്റാതിരിക്കുക. അതപ്പോൾ അതാണ് ആൻസർ. പറയാം ട്രാഫിക് ജാം ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ സേഫ് ആയിട്ട് ഉള്ള സ്ഥലത്ത് പോകുന്നത്. കൂടുതൽ ഞാൻ വായിക്കുന്നില്ല. യു ഹേവ് എ ഗ്രീൻ ലൈറ്റ് അറ്റ് ആൻ ഇന്റർസെക്ഷൻ, യു ക്യാൻ പ്രൊസീഡ്. ഗ്രീൻ ലൈറ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? only if intersection is clear, it is safe. Intersection clear ആണെങ്കിൽ, അവിടെ സേഫ് ആണെങ്കിൽ മാത്രം നിങ്ങൾ മുമ്പോട്ട്. ബ്രോക്കൺ യെല്ലോ ലൈൻ അക്രോസ് ദ റോഡ് വാണ്ട്സ് മോട്ടോർസൈക്കിൾ, ദാറ്റ് ഇസ് എ സ്പീഡ് ഹംപ് ഇൻ ദ റോഡ്. വാട്ട് ഷുഡ് പറഞ്ഞ ഒരു ബ്രോക്കൺ യെല്ലോ ലൈൻ ആണ്, ഒരു ഹമ്പ് ഉണ്ട്. അന്നേരം ഇനി മുന്നിൽ എന്ത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു, എന്ത് പ്രതീക്ഷിക്കാം? ബി അലർട്ട് ഫോർ എനി അനിമൽ ദാറ്റ് മേ ക്രോസിംഗ് ദ ഏരിയ. പറഞ്ഞാൽ അവിടെ മൃഗങ്ങൾ ക്രോസ് ചെയ്യാൻ ചാൻസ്. ലാസ്റ്റ് വായിച്ചു നോക്കാം. ബി അലർട്ട് ഓഫ് ഹെവി വെഹിക്കിൾ ക്രോസ് ചെയ്യാൻ ചാൻസ്. സെക്കൻഡ് എന്താണ്? ബി അലർട്ട് ഓഫ് പെഡിസ്റ്റേറിയൻ. പറഞ്ഞാൽ അവിടെ കാൽനട യാത്രക്കാർ പോകാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ക്രോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതാണ് ആൻസർ. യു ഹാവ് എ ഗ്രീൻ ലൈറ്റ് ആൻഡ് മേക്കിംഗ് റൈറ്റ് ടേൺ അറ്റ് എൻ ഇന്റർസെക്ഷൻ. നിങ്ങൾ പച്ച ലൈറ്റ് ആണ്, നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ടേൺ ചെയ്യണം. അന്നേരം കാണാൻ പെഡിസ്റ്റേറിയൻ ട്രൈങ് ടു ക്രോസ് ദ റോഡ്. അന്നേരം കാണാൻ ഒരു പെഡിസ്റ്റേറിയൻ റോഡ് ക്രോസ് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? ചേഞ്ച് ലെയിൻ ക്വിക്ലി. നിങ്ങൾ എത്രയും പെട്ടെന്ന് ലെയിൻ ചെയ്യണം. ദ പെഡിസ്റ്റേറിയൻ ഹാസ് പ്രയോറിറ്റി ഓൾ ടൈം. എപ്പോഴും പെഡിസ്റ്റേറിയൻ ആണ് പ്രയോറിറ്റി. സ്ലോ ഡൗൺ ആൻഡ് ഗീവ് വേ ടു ദ പെഡിസ്റ്റേറിയൻ. പറഞ്ഞാൽ വണ്ടി എത്രയും പെട്ടെന്ന് വേഗത കുറച്ച് അവർക്ക് വഴിയുണ്ട്. എ പേഴ്സൺ ഈസ് വാക്കിംഗ് അക്രോസ് എ ഫുട് പാത്ത് ദാറ്റ് യു ആർ ഗോയിങ് ടു ക്രോസ്. വാട്ട് ഷുഡ് യു ബിഹേവ് ടു ബി സേഫ്? ഒരാൾ റോഡ് ക്രോസ് ചെയ്യുന്നു, നിങ്ങൾ നല്ല സ്വഭാവം എന്തായിരിക്കണം? ഡ്രൈവ് സ്ലോലി ആൻഡ് ഗീവ് വേ ടു ദ പെഡിസ്റ്റേറിയൻ. അപ്പൊ അതാണ് ആൻസർ. നിങ്ങൾ സ്ലോ ചെയ്ത് മറ്റുള്ളവർക്ക് വഴി കൊടുക്കുക, കാൽനട യാത്രക്കാർക്ക് വഴി കൊടുക്കും. ഒരു എ വണ്ടി മെയിൻ റോഡിൽ പോകുന്നു. വെഹിക്കിൾ ബി വാണ്ട് ടു ജോയിൻ ദ മെയിൻ റോഡ്. വെഹിക്കിൾ ബിന് ജോയിൻ ചെയ്യണം. വിച്ച് വെഹിക്കിൾ ഹാസ് എ പ്രയോറിറ്റി? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മെയിൻ റോഡിൽ പോകുന്ന വണ്ടികൾക്കാണ് പ്രയോറിറ്റീസ്. എ ഹാസ് ദ പ്രയോറിറ്റി. ഈ ഒരു സിനാരിയോയില് യു നീഡ് ടു ഗീവ് ഇറ്റ് ടു ദ വെഹിക്കിൾ കമ്മിങ് ഫ്രം ദ റൈറ്റ്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഇതായിരിക്കാം, ഈ ഒരു സിനാരിയോക്ക് റൈറ്റിൽ നിന്ന് വരുന്ന വണ്ടികൾക്ക് വഴി കൊടുക്കും. ഓക്കെ, യു ആർ നോട്ട് അലൗഡ്. നിങ്ങൾ ഈ ഒരു ഡയഗ്രാമിൽ എന്ത് ചെയ്യാൻ പാടില്ല നോക്കാം നമുക്ക്. സ്റ്റോപ്പ് ബിഫോർ ദ സ്റ്റോപ്പ് ലൈൻ. സ്റ്റോപ്പിന് മുമ്പിൽ സ്റ്റോപ്പ് ചെയ്യണം. അല്ല, തെറ്റാണല്ലോ. മേക്ക് എ ലെഫ്റ്റ് ടേൺ ചെയ്യാം. പക്ഷെ ഇതിനകത്ത് ക്വസ്റ്റ്യൻ എന്തോ, യു ആർ നോട്ട് അലൗഡ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. മേക്ക് എ റൈറ്റ് ടേൺ ഹിയർ. നിങ്ങൾക്ക് റൈറ്റ് ചെയ്യാമെന്ന്. ഇവിടെ റൈറ്റ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ ലെഫ്റ്റ് ആരോയാ, നമുക്ക് ഇങ്ങോട്ടാ പോകേണ്ടി. അന്നേരം റൈറ്റ് ടേൺ ചെയ്യാൻ പാടില്ല. യു ഐ ട്രാഫിക് ലോലി ഈ ഏരിയയിൽ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ഇത് ആൾറെഡി നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഫ്രീ വേ, ഓപ്പൺ റോഡ്, റൗണ്ട് അബൌട്ട് ഇന്റർസെക്ഷൻ. അറ്റ് ദ റൗണ്ട് അബൌട്ട് ഉണ്ട്. ഇവിടെ ആഫ്റ്റർ എന്നാ കൊടുത്തേക്കുന്നത്. ആഫ്റ്റർ ഇന്റർസെക്ഷൻ റൗണ്ട് അബൌട്ടിൽ പാടില്ല. പറഞ്ഞ ഈ കാറിന് ലെഫ്റ്റിൽ പോകണം. അന്നേരം ഏറ്റവും നല്ല ബിഹേവിയർ എന്താണ്? അന്നേരം ലാസ്റ്റ് ആൻസർ നമുക്ക് വായിക്കാം. ലെഫ്റ്റിൽ വണ്ടി ഇല്ലെങ്കിൽ നമുക്ക് ലെഫ്റ്റിലോട്ട് തിരിയാം. പക്ഷെ ഇവിടെ സ്ട്രൈറ്റ് ലൈൻ ആലോചിക്കണം. ഈ ഒരു ബിഹേവിയറിൽ ഒരു കുഴപ്പമില്ല, അവന് തിരിയാം അല്ല. ഫസ്റ്റ് എന്താണ്? ദ കാർ പൊസിഷൻ ഷുഡ് ബി ഇൻ ദ ലെഫ്റ്റ്. പറഞ്ഞ ഇത് തെറ്റാണ്. കാറിന് അഥവാ ലെഫ്റ്റ് തിരിയണമെങ്കിൽ ഇവിടെ തന്നെ നിൽക്കണം, ഈ ലെഫ്റ്റ് ലൈനിൽ നിൽക്കണം. ഫസ്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾക്ക് മുമ്പിലോട്ട് പോകണം, പക്ഷേ നിങ്ങളുടെ മുമ്പിൽ ആ ഒരു വണ്ടിയില്ല. അന്നേരം കാണാൻ ഈ ട്രാഫിക് സൈൻ അവിടെ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ട്രാഫിക് ലൈറ്റ്സ് ഇങ്ങനെ കത്തി കിടക്കുക, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ശ്രദ്ധിക്കാൻ മുമ്പോട്ട് പോകണം. നിങ്ങൾ ഗ്രീൻ ലൈറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് സേഫ് ആണെങ്കിൽ മാത്രം പോകണം. നിങ്ങൾ ലെഫ്റ്റ് ലൈനിൽ നോക്കും.
ഇല്ല, വെയിറ്റ് ചെയ്യണം. എ റെഡ് ട്രാഫിക് ലൈൻ മീൻസ് സ്റ്റോപ്പ്. റെഡിന്റെ അർത്ഥം സ്റ്റോപ്പ് ആണ്. ഡു നോട്ട് എൻ്റർ ദ ഇന്റർസെക്ഷൻ. ഇന്റർസെക്ഷനിൽ കയറാൻ പാടില്ല. ദ ഗ്രീൻ ലൈറ്റ് മീൻസ്, ഗ്രീൻ ലൈറ്റിന് അർത്ഥം എന്താണ് പറഞ്ഞാൽ ചോദ്യം ഇതാണ്, ഇതിന്റെ അർത്ഥം സ്റ്റോപ്പ്, പക്ഷെ ഗ്രീൻ ലൈറ്റിന് അർത്ഥം എന്താണ്? പ്രൊസീഡ്, യു ഹാവ് ദ പ്രയോറിറ്റി. അല്ല, നിങ്ങൾക്ക് പ്രയോറിറ്റി ഉണ്ട്. പ്രൊസീഡ് ഇഫ് സേഫ് ടു ഡു സോ ഈവൻ ദർ ആർ വെഹിക്കിൾസ് അറ്റ് ദ ഇന്റർസെക്ഷൻ. പ്രൊസീഡ് ഇഫ് സേഫ് ടു ഡു സോ ഈവൻ എക്സിറ്റ് ഇസ് ക്ലിയർ. എക്സിറ്റ് ക്ലിയർ ആണെങ്കിൽ പോലും സേഫ് ആണെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകും. ഈ സൈൻ്റെ അർത്ഥം എന്താണ്? വെറു ഈസി ടണൽ. ഗ്രീൻ ലൈറ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടിന്യൂ ആറ്റ് ബട്ട് റെഡി ടു സ്റ്റോപ്പ് ഇഫ് യു ആർ. പറഞ്ഞാൽ മുമ്പോട്ട് പോകണം, വേണമെങ്കിൽ നിങ്ങൾക്ക് നിർത്തിയാൽ ചെയ്യാം. ഈ സൈൻ്റെ അർത്ഥം കീപ് ലെഫ്റ്റ്, ലെഫ്റ്റിൽ മാത്രം പോകണം. അപ്പൊ ഇത് തന്നെയാണ് ഈ സൈൻ്റെ അർത്ഥം. പാർക്കിംഗ് ഏരിയ ഫോർ ഹാൻഡിക്യാപ് ഡ്രൈവേഴ്സ് ഉണ്ട്. ഡ്രൈവർ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഹാൻഡിക്യാപ് ഡ്രൈവേഴ്സ് ഓൺ ദ ട്രെയിനിങ് ആയിരിക്കുന്നവർക്ക് അല്ല. വെഹിക്കിൾ വിത്ത് ഹാൻഡിക്യാപ് സ്റ്റിക്കർ ഉള്ളവർക്ക് അല്ല. ഇത് ഡ്രൈവറിന് മാത്രമുള്ളത്. യു ക്യാൻ സി എ ബ്രേക്ക് ലൈറ്റ്സ് ഓഫ് ദ വെഹിക്കിൾ ഇൻ ഫ്രണ്ട് ഓഫ് യു ലൈറ്റ് അപ്പ് ഹൗ യു റിയാക്ട് ദിസ്. പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ടിൽ വരുന്ന പോകുന്ന വണ്ടിക്ക് ഇങ്ങനെ ബ്രേക്ക് ലൈറ്റ് കാണും കിട്ടുന്ന, അത് നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും? ബി റെഡി ടു സ്ലോ ഓർ സ്റ്റോപ്പ്. ഒരു സിമ്പിൾ ആൻസർ, നിങ്ങൾ എത്രയും പെട്ടെന്ന് വേഗത കുറയ്ക്കുകയും നിർത്താൻ വേണ്ടി റെഡിയാവും, തയ്യാറുണ്ടാവും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ടോപ്പിക്കിന്റെ പേരാണ് മാനേജിങ് റിസ്ക്. ഡ്രൈവിംഗ് ഈസ് മോർ ഡേഞ്ചറസ് ഇഫ് യു. ഡ്രൈവിംഗ് ഇങ്ങനെ ചെയ്താൽ അപകടകാരി ആയേക്കാം. എങ്ങനെ? റേഡിയോ അഡ്ജസ്റ്റ് ചെയ്താൽ, മൊബൈൽ ഫോണിൽ സംസാരിച്ചാൽ, അതും രണ്ടും ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ് റേഡിയോ, ടോക്ക് ഓൺ മൊബൈൽ ഫോൺ, പറയാൻ രണ്ടും ചെയ്യുമ്പോൾ ഡ്രൈവിംഗ് ഇങ്ങനെ ചെയ്താൽ അപകടകാരിയാവും. എങ്ങനെ? ആൽക്കഹോൾ കുടിച്ചാൽ, മെഡിസിൻ മരുന്നുകൾ എടുത്താൽ, ഡ്രിങ്കിങ് ആൽക്കഹോൾ ആൻഡ് ഓൾസോ ടേക്കിംഗ് സർട്ടൻ മെഡിസിൻ, പറഞ്ഞാൽ രണ്ടും ചെയ്യും. സ്പീഡിംഗ് ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ക്രാഷ് ബിക്കോസ് സ്പീഡിൽ പോയാൽ ക്രാഷ് സംഭവിക്കാം. എങ്ങനെ? ഇറ്റ് സ്ലോസ് യുവർ റിഫ്ലെക്സ്, സ്ലോയിൽ പോകാൻ നിങ്ങളുടെ കാട്ടും. ഇറ്റ് ഇൻക്രീസസ് ദ നമ്പർ ഓഫ് റോഡ് ഹസാർഡ്, അത് റോഡിന്റെ അപകടങ്ങളെ കൂട്ടും. ദ ഫാസ്റ്റർ യു ഡ്രൈവ് ദ ലോങ്ങർ ഇറ്റ് ടേക്സ് ടു സ്റ്റോപ്പ്. എത്ര സ്പീഡിൽ പോകുന്നു അത്രയും സമയമെടുക്കും വണ്ടി നിർത്താൻ വേണ്ടി. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? ഫാസ്റ്റർ യു ഡ്രൈവ് ദ ലോങ്ങർ ഇറ്റ് ടേക്സ് ടു. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. യു വിൽ ബി എ സേഫർ ഡ്രൈവർ ഇഫ് യു ഡ്രൈവ് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് ലോവർ ബിക്കോസ്. അങ്ങനെ നിങ്ങൾ പതുക്കെ വണ്ടി ഓടിച്ചാൽ നിങ്ങൾക്ക് സേഫ് ആയിട്ട് വണ്ടി ഓടിക്കാം. എങ്ങനെ? നിങ്ങൾക്ക് സീനറി കാണാൻ സമയം കിട്ടും, നിങ്ങൾക്ക് കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടും. യു ക്യാൻ റെസ്പോണ്ട് ടു ഹസാർഡ് ബൈ സ്ലോയിങ് ഡൗൺ ക്വിക്കർ. പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ അപകടം വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വണ്ടി നിർത്താൻ സാധിക്കും. ലുക്കിംഗ് അറ്റ് ദ ഡയഗ്രാം, ഈ ഡയഗ്രാം നോക്കുമ്പോൾ എ വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ ബി ക്രാഷ് ആകും. ഓക്കെ, ഹൗ ഷുഡ് ദ റിസ്ക് ഓഫ് ക്രാഷ് ലൈക്ക് ബി അവോയ്ഡ് ചെയ്യണം? എങ്ങനെ നമുക്ക് ഈ ക്രാഷ് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും? ബോത്ത് വെഹിക്കിൾ നീഡ് ടു ട്രാവൽ അറ്റ് എ സ്പീഡ് ദാറ്റ് വിൽ അലൗ ദം ടു സ്റ്റോപ്പ് സേഫ്ലി അറ്റ് ആൻ ഇന്റർസെക്ഷൻ. രണ്ട് വണ്ടിയും സ്പീഡ് നിയന്ത്രിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം. എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഉണ്ടായാൽ പെട്ടെന്ന് നിർത്താൻ വേണ്ടി. വെഹിക്കിൾ എ സ്പീഡ്സ് അപ്പ്, സ്പീഡിൽ പോകുന്ന വെഹിക്കിളിൽ. തേർഡ്, വെഹിക്കിൾ ബി ഓവർടേക്ക് അല്ല, എ ആണ് ആൻസർ. ഡ്രൈവിംഗ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ആൽക്കഹോൾ ഈസ് ഡേഞ്ചറസ്. നമുക്ക് ആൽക്കഹോൾ ഉപയോഗിക്കാൻ പാടില്ല, അതൊരു ഡേഞ്ചറസ് ആണ്. യു ഐ ട്രാഫിക് ലോ പ്രൊഹിബിറ്റ്സ് ഇറ്റ്. കാരണം യു ഐ ട്രാഫിക് ലോ അത് കുടിക്കാനേ പാടില്ല. യു ഐ ട്രാഫിക് ലോ അലൗസ് സ്മോൾ എമൗണ്ട്, ചെറിയ എമൗണ്ടിൽ നമ്മൾ കുടിക്കാം. യു ഐ ട്രാഫിക് ലോ കൺട്രോൾസ്, അതിനെ കൺട്രോൾ ചെയ്യാം. അതിന്റെ ആൻസർ ആണ് പ്രൊഹിബിറ്റ്സ്, നമ്മൾ കുടിക്കാനേ പാടില്ല. ഡ്രൈവിംഗ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ആൽക്കഹോൾ ഈസ് പനിഷബിൾ ബൈ. പറഞ്ഞാൽ എന്താണ് ഫൈൻ കിട്ടാൻ പോകുന്നത്? വെള്ളം അടിച്ചുകൊണ്ട് വണ്ടി ഓടിച്ച, ആൽക്കഹോൾ കുടിച്ചുകൊണ്ട് വണ്ടി ഓടിച്ച 24 ബ്ലാക്ക് പോയിന്റ് പ്ലസ് 2400 dirhams, 24 ബ്ലാക്ക് പോയിന്റ് പ്ലസ് ഫൈൻ, 24 ബ്ലാക്ക് പോയിന്റ് പ്ലസ് ഫൈൻ ബൈ ദ കോർട്ട്. കോർട്ടിൽ നിന്ന് എന്ത് ഫൈൻ കിട്ടുന്നു, കോടതിയിൽ നിന്ന് എന്ത് ഫൈൻ കിട്ടുന്നു, അതും 24 ബ്ലാക്ക് പോയിന്റ്സും. അറ്റ് വാട്ട് സ്പീഡ് ഷുഡ് യു ട്രാവൽ ഓൺ ദ റോഡ്? എങ്ങനെ സ്പീഡിലാണ് നിങ്ങൾ വണ്ടി ഓടിക്കേണ്ടത്? സ്പീഡ് ഷോൺ ഓൺ ദ സ്പീഡ് ലിമിറ്റ്. സ്പീഡ് ലിമിറ്റ് സൈനി ഉള്ളതുപോലെ തന്നെ ആൻസർ ശരിയാണ്, പക്ഷേ അറ്റ്ലീസ്റ്റ് 10 കിലോമീറ്റർ ബിലോ ദ സ്പീഡ്, 10 കിലോമീറ്റർ താഴെ. മൂന്നാമത്തെ നോക്കാം. അറ്റ് എ സ്പീഡ് ഷോൺ ഓൺ ദ സ്പീഡ് ലിമിറ്റ് ലൈൻ ഓർ സ്ലോവർ. പറഞ്ഞാൽ സ്പീഡ് ലിമിറ്റിനെ പോലെ അല്ലെങ്കിൽ അതിലും താഴെ, അല്ലെങ്കിൽ ഡിപ്പെൻഡിങ് ഓൺ ദ റോഡ് കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വേണം വണ്ടി ഓടിക്കാൻ. അടുത്ത ക്വസ്റ്റ്യൻ. യു ആർ ഡാസിൽഡ് ബൈ ദ ലൈറ്റ്സ് ഓഫ് ആൻ ഓൺകമിംഗ് വെഹിക്കിൾ. പറഞ്ഞാൽ നിങ്ങളുടെ വണ്ടി ഓടിക്കുമ്പോൾ ഫ്രണ്ടിലുള്ള വണ്ടിയുടെ ലൈറ്റ് നിങ്ങളുടെ കണ്ണിലേക്ക് പതിഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? പുട്ട് യുവർ ഹെഡ് ലൈറ്റ്സ് ഓൺ ഹൈ ബീം ലൈറ്റ് നിങ്ങൾ ഇടണം. അതേ കണ്ടിന്യൂ ഡ്രൈവിംഗ് അതേ സ്പീഡിൽ പോകണം. മൂന്നാമത്, സ്ലോ ഡൗൺ ആൻഡ് മൂവ് ടു ദ റൈറ്റ് ഇഫ് സേഫ് ടു ഡു സോ. നിങ്ങൾ എത്രയും പെട്ടെന്ന് വണ്ടിയുടെ വേഗത കുറച്ച് സേഫ് ആയിക്കൊണ്ട് റൈറ്റിലേക്ക് പോകണം. അതാണ് ആൻസർ. ഇനി കുറച്ച് ക്വസ്റ്റ്യൻ ഫോഗിനെ പറ്റിയാണ്. ഫോഗ് എന്ന് പറഞ്ഞാൽ മഞ്ഞ്. ഇഫ് വിസിബിലിറ്റി ഇസ് റിഡ്യൂസ് ബൈ ദി ഫോഗ് മൂലം, മഞ്ഞ് മൂലം നിങ്ങൾ ഒന്നും കാണാൻ പറ്റുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഹസാർഡ് ലൈറ്റ് ആണ്. ബി പേഷ്യന്റ് ആൻഡ് അവോയ്ഡ് പാസിംഗ് ഓർ ക്രോസിംഗ് ട്രാഫിക്. പിന്നെ നിങ്ങൾ പോകാനേ പാടില്ല. മെയിൻറ്റെയിനിങ് യുവർ സ്പീഡ്, നിങ്ങളുടെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിന്റെ ആൻസർ സെക്കൻഡ് ആണ്. കൂടുതൽ മഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾ പോകാൻ പാടില്ല, വണ്ടി ഓടിക്കാൻ പാടില്ല. ഫോഗി കണ്ടീഷൻ ക്യാൻ ബി പാറ്റി ഇസ് ഇറ്റ് മീൻസ്. ഫോഗി കണ്ടീഷൻ പാച്ചിയാണ്. പാച്ചിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കുറച്ച് ഇവിടെ ഉണ്ട്, കുറച്ച് അവിടെ ഉണ്ട്, കുറച്ച് അവിടെ, പാച്ചസ്. എന്നാൽ അതിന്റെ ആൻസർ ആണ് സെയിം ആൻസർ. ഫോഗ് ഈസ് ക്ലിയറിംഗ് ഇൻ സം ഏരിയ ബട്ട് ഫോഗി അഗൈൻ ഇൻ സം ഏരിയ. സ്ഥലത്ത് ഫോഗ് ഉണ്ട്, കുറേ സ്ഥലത്തില്ല. സെക്കൻഡ്, വളരെയധികം ഫോഗ് ഉണ്ട്. തേർഡ്, ഫോഗ് ക്ലിയർ ആയി സ്പീഡിൽ പോകും.
ഇൻക്രീസ് യുവർ ഫോളോയിങ് ഡിസ്റ്റൻസ് യു നീഡ് ഇറ്റ് ഫോർ സേഫ്റ്റി. നമ്മൾ എപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ കൂടുതൽ ഡിസ്റ്റൻസ് വേണം, അത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി നല്ലതാണ്. ഫോർ മോസ്റ്റ് റിക്വേർഡ് മോസ്റ്റ് ഓഫ് ദി ടൈം എപ്പോഴും അങ്ങനെ ചെയ്തിരിക്കണം. ക്യൂർഡ് ഓൺലി ഡ്യൂറിങ് ഫോഗിങ് കണ്ടീഷൻ. ഫോഗിങ് കണ്ടീഷൻ മാത്രം ചെയ്യണം, പെട്ടെന്ന് അവിടുന്ന് പോകാൻ ചെയ്യണം ഇല്ല, എല്ലായ്പ്പോഴും ചെയ്തിരിക്കണം. സെലക്ട് ദ സ്റ്റേറ്റ്മെന്റ് ഇൻ ടേംസ് ഓഫ് ഇമ്പോർട്ടൻസ് ഡ്യൂറിങ് ഫോഗിങ് കണ്ടീഷൻ. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? ഇലക്ട്രോണിക് വാർണിംഗ് സൈൻ നോക്കിക്കൊണ്ട് പോകണം, റൈറ്റ് എഡ്ജ് കൂടെ ഗൈഡ് ആയിട്ട് പോകണം, സ്ലോ ഡൗൺ ഗ്രാജുവലി ആൻഡ് ഡ്രൈവ് അറ്റ് ദ സ്പീഡ് ദറ്റ് സൂട്ട്സ് ദി കണ്ടീഷൻ. പറഞ്ഞാൽ പെതുക്കെ വണ്ടി ഓടിക്കണം, എങ്ങനെയുള്ള കണ്ടീഷൻ അതിനനുസരിച്ച് നമ്മൾ വണ്ടി ഓടിച്ചിരിക്കണം. ഇൻ ഫോഗി കണ്ടീഷൻ യു മേ ബി ഗോയിങ് ഫാസ്റ്റർ ദാൻ യു തിങ്ക്. നിങ്ങൾ ഒരു മഞ്ഞത്ത് വളരെ സ്പീഡിൽ പോകുകയാണ്, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ലോ ബീം ലൈറ്റ് കാണണം, വാച്ച് യുവർ സ്പീഡ് ആൻഡ് സ്ലോ ഡൗൺ ഗ്രാജുവലി. നിങ്ങൾ സ്പീഡിനെ നോക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് വേഗത കുറയും. സ്ലോ ഡൗൺ അറ്റ് വൺസ് ഓർ സ്റ്റോപ്പ് ഇഫ് നെസസറി. സ്പീഡ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ വണ്ടി നിർത്തുകയോ ചെയ്യണം. അല്ല, വണ്ടി നിർത്താൻ പാടില്ല. സെക്കൻഡ് ആണ് ആൻസർ. സം ആക്ഷൻ വിൽ ബി മേക്ക് ഡ്രൈവിംഗ് ഇൻ ഫോഗ് മോർ ഡേഞ്ചറസ്. മഞ്ഞത്ത് വണ്ടി ഓടിക്കുമ്പോൾ ഇങ്ങനൊരു ആക്ഷൻ ചെയ്താൽ അത് അപകടകരമാണ്. എങ്ങനെ? സ്റ്റോപ്പിംഗ് ഇൻ ദ മിഡിൽ ഓഫ് ദ റോഡ്. പറഞ്ഞാൽ റോഡിന്റെ നടുക്ക് വണ്ടി നിർത്തി കഴിഞ്ഞാൽ എന്ത് പറ്റും? പുറകിൽ ആക്സിഡന്റ് ആയിക്കൊണ്ട്. അപ്പൊ അതാണ്. ഇഫ് ദ ഫോഗ് ഇസ് ടു ഡെൻസ് ടു കണ്ടിന്യൂ, ഇഫ് ദ ഫോഗ് ഇസ് ടു ഡെൻസ് ടു കണ്ടിന്യൂ ഇറ്റ് ഈസ് ബെസ്റ്റ്. പറഞ്ഞാൽ വളരെയധികം ഫോഗ് ഉണ്ട്, മഞ്ഞുണ്ട്, നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ വണ്ടി ഓടിക്കാനേ പാടില്ല. എങ്കിലും നോക്കാം, ഹൈ ബീം ലൈറ്റ് ഇട്ട് പോകണം, ഫുൾ ഓഫ് ദ റോഡ് ആൻഡ് പൊസിഷൻ അവേ ഫ്രം ദ ട്രാഫിക്. പറഞ്ഞ ട്രാഫിക്കിൽ നിന്ന് മാറി നിൽക്കണം, ഇതിനെ വണ്ടി ഓടിക്കാൻ പാടില്ല. അത് ലോ ബീം ലൈറ്റ് ആണ്. അല്ല, സെക്കൻഡ് ആണ്. ഡേഞ്ചേഴ്സ് ഇൻ ദ ഡ്രൈവിംഗ് ഇൻ ഫോഗ് ക്യാൻ ബി മിനിമൈസ്ഡ് ബൈ. ഫോഗ് മഞ്ഞത്ത് വണ്ടി ഓടിക്കുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ആക്സിഡന്റ് മിനിമൈസ് ചെയ്യാൻ സാധിക്കും. എങ്ങനെ? കീപ് വിൻഡോസ് ആൻഡ് മിറർ ക്ലീൻ. ഇപ്പോഴും നമ്മുടെ വിൻഡോയും മിററും ക്ലീൻ ആയിരിക്കണം. സെക്കൻഡ്, റേഡിയോ അലർട്ട് കേൾക്കണം. തേർഡ്, ഹൈലൈറ്റ് ഹെഡ്ലൈറ്റ്. തേർഡ്, മാക്സിമം കപ്പാസിറ്റി ഹെഡ്ലൈറ്റ് ആണ്. നമ്മുടെ വിൻഡോയും മിററും ഇപ്പോഴും ക്ലീൻ ആയി. ഫോഗി കണ്ടീഷനിൽ നിങ്ങൾ സ്റ്റോപ്പിംഗ് ഇൻ ദ മിഡിൽ ഓഫ് ദ റോഡ്, റോഡിന്റെ നടുക്ക് വണ്ടി നിർത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആക്സിഡന്റ് പറ്റത്തില്ല, നിങ്ങൾ മറ്റു വണ്ടികളെ നിർത്താൻ സാധിക്കും. തേർഡ്, സ്റ്റാർട്ട് എ ചെയിൻ റിയാക്ഷൻ കൊല്യൂഷൻ. ചെയിൻ റിയാക്ഷൻ കൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിയുടെ ബാക്കിൽ വേറെ വണ്ടി പിടിക്കും, അതിന്റെ ബാക്കിൽ വേറെ വണ്ടി പിടിക്കും, അങ്ങനെ ആക്സിഡന്റ് തുരുതുര ആയിക്കൊണ്ടിരിക്കും. ചെയിൻ റിയാക്ഷൻ. ഫോഗി ഡ്രൈവിംഗ് കണ്ടീഷൻ കോൾ ഫോർ എ ചേഞ്ച് ഇൻ ഡ്രൈവിംഗ് സ്റ്റൈൽ. ഇറ്റ് മേ ബി. ഫോഗി ഡ്രൈവിംഗ് കണ്ടീഷനിൽ അങ്ങനെ വണ്ടി ഓടിക്കണം, 40 കിലോമീറ്റർ താഴെ ഓടിക്കണം അല്ല, ആണ് ഒരേ ലൈനിൽ ഓടിക്കണം അല്ല. ടു റെഡ്യൂസ് ഡിസ്ട്രാക്ഷൻസ് ഇൻസൈഡ് ദ കാർ. കാറിന്റെ അകത്തുള്ള ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കണം. പറഞ്ഞാൽ മൊബൈൽ ഫോൺ ഉപയോഗം അല്ലെങ്കിൽ റേഡിയോ ടോൺ, അങ്ങനെ അത് അവോയ്ഡ് ചെയ്യും. അതാണ്. ഇനി ഫ്ലഡിനെ പറ്റിയാണ് ക്വസ്റ്റ്യൻ. ഫ്ലഡ് എന്ന് പറഞ്ഞാൽ മഴ പെയ്തു, വളരെയധികം റോഡിൽ വെള്ളം, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം എന്ന് പറയാം. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രൈവിംഗ് ത്രൂ ഫ്ലഡഡ് ഏരിയ റിക്വയർ ഡ്രൈവർ ടു ബി എക്സ്ട്രാ കോഷ്യസ് ബിക്കോസ്. വെള്ളപ്പൊക്കമുള്ള സ്ഥലത്ത് ഡ്രൈവറിന് എപ്പോഴും നോക്കി പോകണം. എന്തുകൊണ്ട്? ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഗസ് ഹൗ ഡീപ് ദ വാട്ടർ ഇസ്. ക്യോങ്കി നമുക്ക് പറയാൻ പറ്റത്തില്ല എത്ര ആഴമുള്ള വെള്ളമുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പൊ അത് തന്നെ ആൻസർ. ഇഫ് യു മസ്റ്റ് ഡ്രൈവ് ത്രൂ ഫ്ലഡ് ഇറ്റ് ഈസ് ബെസ്റ്റ്. വെള്ളപ്പൊക്കത്തിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ എൻഗേജ് ദ അസിസ്റ്റൻസ് ഓഫ് ദ അതർ ഡ്രൈവർ. മറ്റു ഡ്രൈവറിന്റെ അസിസ്റ്റൻസ് തേടണം. എൻഗേജ് ലോ ഗിയർ ലോ സ്പീഡ് വൈൽ മെയിൻറ്റെയിനിങ് ലോ എഞ്ചിൻ റിവേഴ്സ്. എൻഗേജ് ലോ ഗിയർ ലോ സ്പീഡ് റിപ്പ് ദ എഞ്ചിൻ വൈൽ സ്ലിപ്പിംഗ് ദ ക്ലച്ച്. ഇപ്പൊ ഈ ആൻസർ, സെക്കൻഡ് ആൻസർ തേർഡ് ആൻസർ ഒരുപോലെ ഇരിക്കും, പക്ഷെ ഇത് നോക്കണം. എൻഗേജ് ലോ ഗിയർ ലോ സ്പീഡ് റിപ്പ് ദ എഞ്ചിൻ വൈൽ സ്ലിപ്പിംഗ് ദ ക്ലച്ച്. ഈ ആൻസർ നോക്കിയാൽ മതി. വെൻ ഡ്രൈവിംഗ് ത്രൂ ഫ്ലഡ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ബി ബോ. പറഞ്ഞാൽ നമ്മൾ വെള്ളപ്പൊക്കത്തിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ ഈ രണ്ട് കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫാസ്റ്റ് ആൻഡ് സേഫ്. ഫാസ്റ്റ് കിടപ്പുണ്ട്, അത് ആൻസർ ശരിയാവത്തില്ല. സേഫ് ആൻഡ് അഗ്രസീവ്. അഗ്രസീവ് എന്ന് പറഞ്ഞാൽ ദേഷ്യത്തോട് അല്ല. കോഷ്യസ്, നല്ല നോക്കി. കേർട്ടിയസ് എന്ന് പറഞ്ഞാൽ പതുക്കെ, നോക്കി പതുക്കെ പോകണം. വൺസ് യു സക്സസ്ഫുള്ളി പാസ് ദ ഫ്ലഡഡ് ഏരിയ ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. പറയാം, നിങ്ങൾ വെള്ളപ്പൊക്കത്തിൽ നിന്ന് കടന്നു പോയി, അതിനുശേഷം നിങ്ങൾ എന്ത് ചെക്ക് ചെയ്യണം? നിങ്ങൾ എവിടെയെങ്കിലും ലോ സ്പീഡിൽ പോയി എവിടെയെങ്കിലും സേഫ് ആയിട്ട് പാർക്ക് ചെയ്യണം. റീസ്റ്റോർ ദ ബ്രേക്ക്. നിങ്ങൾ ബ്രേക്ക് നിങ്ങൾ കാലം കൊണ്ട് അടിച്ചു നോക്കണം, ബ്രേക്ക് ഉണ്ടോ ഇല്ലയോ, ബ്രേക്ക് ആവുന്നുണ്ടോ നോക്കണം. ഫൈൻഡ് മെക്കാനിക് ടു ചെക്ക് ദ കണ്ടീഷൻ ഓഫ് എ. ഇനി വെള്ളപ്പൊക്കത്തിൽ മെക്കാനിക്കിനെ നമുക്ക് ഇവിടെ കിട്ടും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കാലം കൊണ്ട് തന്നെ ബ്രേക്ക് ഒന്ന് ചവിട്ടി നോക്കണം, ബ്രേക്ക് പിടിക്കും. ആഫ്റ്റർ പാസിംഗ് ത്രൂ ഫ്ലഡ് ഇറ്റ് ഈസ് ബെസ്റ്റ് ടു ഹാവ് യുവർ കാർ ചെക്ക്. ബിക്കോസ് നമ്മൾ വെള്ളപ്പൊക്കത്തിലൂടെ കടന്നുപോയി, പക്ഷെ നമ്മൾ കാർ എപ്പോഴും ചെക്ക് ചെയ്യണം. എന്ത് ചെക്ക് ചെയ്യണം? ദ കാർ സെൻസിറ്റീവ് ഇലക്ട്രോണിക് മേ ബി മേൽ ഫംഗ്ഷൻ. ചിലപ്പോൾ നമ്മുടെ കാറിന്റെ സെൻസിറ്റീവ് ഇലക്ട്രോണിക്സ് കേടായേക്കാം, അതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. വൺ ഓഫ് ദ ഡിഫിക്കൽട്ടീസ് ഓഫ് ഡ്രൈവിംഗ് ത്രൂ ഫ്ലഡ് ഈസ്. വെള്ളപ്പൊക്കത്തിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ്. എന്താണ് ആൻസർ? യു കനോട്ട് സീ എനി ഹിഡൻ ഡേഞ്ചർ. നമ്മൾ ഒളിഞ്ഞിരിക്കുന്ന അപകടത്തിനെ കാണാൻ സാധിക്കും, അതാണ് ഡിഫിക്കൽട്ടി ആയിട്ട് തോന്നുന്നത്. ഫോർ റെഗുലർ സലൂൺ കാർ, പറഞ്ഞാൽ ചെറിയ കാർ ആണെങ്കിൽ ഡു നോട്ട് ഡ്രൈവ് ത്രൂ ഇഫ്. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ വണ്ടി ഓടിക്കാൻ പാടില്ല. നമുക്ക് താഴെ മുന്നേ നോക്കാം. ദ ഫ്ലഡ് ഇസ് സ്റ്റാർട്ടിംഗ് സബ്സൈഡ്. ഫ്ലഡ് നിൽക്കുമ്പോൾ ദ ഫ്ലഡ് ഇസ് സ്റ്റാർട്ടിംഗ്. ഫ്ലഡ് സ്റ്റാർട്ട് ആവുമ്പോൾ ദ ഫ്ലഡ് ഇസ് മോർ ദാൻ 50% ഓഫ് ദ ടയർ ഹൈറ്റ്. നമ്മുടെ ടയറിന്റെ 50% മേൽ വെള്ളം ഉണ്ടെങ്കിൽ ഓടിക്കാൻ പാടില്ല. അപ്പൊ അതാണ്. വെൻ ദർ ഇസ് എ ഫ്ലഡ് ഇറ്റ് ഈസ് ബെസ്റ്റ് ടു. വെള്ളപ്പൊക്കം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഡ്രൈവ് സ്ലോലി ആൻഡ് കോഷ്യസ്ലി. ഈ ആൻസർ ശരിയാണ്,
പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ മഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വണ്ടി ഓടിക്കാനേ പാടില്ല. അതുപോലെ സെക്കൻഡ് ആൻസർ, അവോയ്ഡ് ഡ്രൈവിംഗ് ത്രൂ ഇറ്റ് ഇഫ് ഇറ്റ് ഓൾ പോസിബിൾ ആണെങ്കിൽ നിങ്ങൾ വണ്ടി ഓടിക്കാതിരിക്കുക. അപ്പൊ അതാണ് ആൻസർ. ഡ്രൈവിംഗ് ഇൻ ഫ്ലഡ് ഈസ് ഡിഫിക്കൽട്ട് ബിക്കോസ് വെള്ളപ്പൊക്കത്തിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ ഡിഫിക്കൽട്ട് ആണ്. എന്തുകൊണ്ട്? ഫ്ലഡ് റെഡ്യൂസ് ദ വിസിബിലിറ്റി, കാണാൻ പറ്റത്തില്ല. ഫ്ലഡ് ഈസ് അൺപ്രഡിക്റ്റബിൾ, പ്രിഡിക്ട് ചെയ്യാൻ സാധിക്കത്തില്ല. യു കനോട്ട് സീ ഇഫ് ദർ ആർ ഡീപ് ഹോൾസ് അലോങ് ദ പാത്ത്. പറഞ്ഞാൽ ആഴമേറിയ കുഴികൾ കാണാം വെള്ളത്തിന്, അല്ലെങ്കിൽ റോഡിൽ, അത് നമ്മൾ കാണാൻ പറ്റും. അപ്പൊ അതാണ് ആൻസർ. ആഫ്റ്റർ ഡ്രൈവിംഗ് ത്രൂ ഫ്ലഡിന് ശേഷം വണ്ടി ഓടിച്ച് കഴിയുമ്പോൾ ബ്രേക്സ് മേ ഫെയ്ഡ് ബ്രേക്ക് മേ കേടായേക്കാം. മോയ്സ്ചർ ഇൻ ദ ബ്രേക്സ് ഇഫക്ട് ദ സ്പീഡ്, ബ്രേക്സ് ഗെറ്റ് സ്റ്റിക്ക്. യോഗ്യമായ ആൻസർ ബ്രേക്സ് മേ ഫെയ്ഡ്, കേടായേക്കാം. ഇപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ മൊബൈൽ ഫോണിനെ പറ്റിയാണ്. മൊബൈൽ ഫോൺ ഡിസ്ട്രാക്ട് ഡ്രൈവർ ആൻഡ് കോസ് ദം ടു. മൊബൈൽ ഫോൺ മൂലം നമുക്ക് ഡിസ്ട്രാക്ഷൻ ആവാം. അതുമൂലം എന്ത് പറ്റും? ചേഞ്ച് ഡയറക്ഷൻ സഡൻലി. ഡയറക്ഷൻ ചേഞ്ച് ആയേക്കാം. പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയേക്കാം. മെയിൻറ്റെയിൻ ഫോക്കസ് ഓൺ ദ റോഡ്, യൂസ് അതർ റോഡ്. അല്ല, യൂസിങ് മൊബൈൽ ഫോൺ എഫക്ട്സ് ദ ഫോക്കസ് ഓഫ് ഡ്രൈവർ, ഇറ്റ് ഷോസ് ഇൻ ദ. പറഞ്ഞാൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അതുമൂലം എന്ത് സംഭവിക്കും? ഫുൾ അറ്റൻഷൻ ടു ഡ്രൈവിംഗ്. അല്ല, സ്റ്റഡി ഹാൻഡ്, നല്ല രീതിയിൽ സ്റ്റിയറിംഗ് പിടിക്കാൻ പറ്റും. അല്ല, ഇൻകൺസിസ്റ്റന്റ് ഡ്രൈവിംഗ്, നല്ല രീതിയിൽ വണ്ടി ഓടിക്കാൻ സാധിക്കത്തില്ല. ഡ്രൈവേഴ്സ് യൂസിങ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചാൽ ഒരേ മിസ്റ്റേക്ക് വീണ്ടും വീണ്ടും ചെയ്യും. കമ്മിറ്റ് മിസ്റ്റേക്സ് ഇൻ ജഡ്ജ്മെന്റ്, ജഡ്ജ് ചെയ്യാൻ സാധിക്കത്തില്ല. കമ്മിറ്റ് സെവറൽ വയലേഷൻ, തെറ്റുകൾ അല്ലെങ്കിൽ വയലേഷൻ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ ഒരു വേർഡ് ഓർമ്മ വെച്ചോണം, ജഡ്ജ്മെന്റ്. കമ്മിറ്റ്സ് മിസ്റ്റേക്ക് ഇൻ ജഡ്ജ്മെന്റ്, നമുക്ക് ജഡ്ജ് ചെയ്യാൻ സാധിക്കത്തില്ല. ഡ്രൈവർ യൂസിങ് മൊബൈൽ ഫോൺ ടെൻസ് ടു. മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചാൽ ഒരേ ലൈനിൽ നിൽക്കാൻ പറ്റത്തില്ല, കൺഫ്യൂസ് ആയിരിക്കും, റൂളുകൾ വയലേറ്റ് ചെയ്യും. പക്ഷേ ആൻസർ ഹാവ് ഡിഫിക്കൽട്ടി സ്റ്റേയിങ് ചെയ്താൽ ഒരേ ലൈനിൽ നിൽക്കാൻ പ്രയാസമായി. മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചാൽ ദേഷ്യം കൂടും. അനേബിൾ ടു ജഡ്ജ്, ഞാൻ പറഞ്ഞില്ല ഈ ജഡ്ജ് എന്നുള്ള വേർഡ് നോക്കണം, എവിടെ കണ്ടാലും നമ്മൾ ആൻസർ കൊടുത്തോണം. അതാണ് ആൻസർ. വെൻ ഡ്രൈവിംഗ് ആൻഡ് യൂസിങ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിയാൽ നമുക്ക് നല്ല രീതിയിൽ വണ്ടി ഓടിക്കാൻ സാധിക്കും. നമുക്ക് മുന്നിൽ നല്ല രീതിയിൽ കാണാൻ സാധിക്കും. ഡ്രൈവർ റിയാക്ട് സ്ലോവർ ദാൻ യൂഷ്വൽ. പറഞ്ഞാൽ നമ്മുടെ റിയാക്ഷൻ വളരെ സ്ലോ ആയിരിക്കും, പെതുക്കെയായിരിക്കും. ഡ്രൈവർ റിയാക്ട് സ്ലോവർ ദാൻ യൂഷ്വൽ. പറഞ്ഞാൽ നമ്മുടെ റിയാക്ഷൻ വളരെ പെതുക്കെയായിരിക്കും, സ്ലോ ആയിരിക്കും. അതാണ് ഉദ്ദേശിച്ചത്. യൂസിങ് മൊബൈൽ ഫോൺ വൈൽ ഡ്രൈവിംഗ്, ഇത് വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമ്മൾ വണ്ടി ഓടിക്കാം. ആക്സിഡന്റ് കൂടും, ആക്സിഡന്റ് കുറയും, നല്ല രീതിയിൽ വണ്ടി ഓടിക്കും. ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ കൂടും, ഡിക്രീസ് എന്ന് പറഞ്ഞാൽ കുറയും. അങ്ങനെ എന്താണ്? ഇൻക്രീസ്, ആക്സിഡന്റ് കൂടാൻ ചാൻസ്. അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഈ ടോപ്പിക്കിന്റെ പേരാണ് റോഡ് യൂസർ സേഫ്റ്റി. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: വെൻ യു ആർ ഡ്രൈവിംഗ് ബിഹൈൻഡ് എ ട്രക്ക് ഇറ്റ് ഈസ് ബെസ്റ്റ് ടു ഡ്രൈവ്. പറഞ്ഞാൽ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ട്രക്കിന്റെ പുറകിൽ നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ ഓടിക്കണം? അതിൽ തന്നെ ആൻസർ ഉണ്ട്. ക്ലോസ് ബിഹൈൻഡ്, വളരെയധികം അടുത്ത്. ഫാർ ഇനഫ്, ഞാൻ മൊത്തം വായിക്കേണ്ട ആൻസറിൽ ആവശ്യമില്ല, എങ്കിലും ഞാൻ വായിക്കാം. ഫാർ ഇനഫ് ബിഹൈൻഡ് ദ ട്രക്ക് സോ ദാറ്റ് യു ക്യാൻ സീ ദ ഡ്രൈവർ ഇൻ ദ ട്രക്സ് റിയർ വിഷൻ മിറർ. പറഞ്ഞാൽ ട്രക്കിന്റെ ഡ്രൈവർ നിങ്ങളെ സെൻട്രൽ മിററിൽ കാണത്തക്ക വിധം നിങ്ങൾ വളരെ ദൂരം യാത്ര ചെയ്യണം ട്രക്കുമായി. ബിസൈഡ്സ് ട്രക്സ് ലെഫ്റ്റ് ഡോറിന്റെ സൈഡിൽ. അതാണ് സിമ്പിൾ ആൻസർ ആണ്, ഫാർ ഇനഫ്, വളരെ ദൂരം. ഡ്രൈവ് ഓൺ സേഫ് സൈഡ്, നിങ്ങൾ സേഫ് സൈഡിൽ ഡ്രൈവ് ചെയ്യണം. ഓക്കെ, ആൻഡ് അവോയ്ഡ്, ഇത് നിങ്ങൾ അവോയ്ഡ് ചെയ്യണമാണ്. എന്താണ്? ടോക്കിംഗ് ഓൺ ദ മൊബൈൽ ഫോൺ വൈൽ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് മൊബൈൽ ഫോൺ സംസാരിക്കും, ഇത് നമ്മൾ അവോയ്ഡ് ചെയ്യണം. അല്ല, പാർക്കിംഗ് ഏരിയയിൽ നമുക്ക് മൊബൈൽ ഫോൺ സംസാരിക്കാം. ജമ്പിംഗ് ദ ക്യൂ ജസ്റ്റ് ടു ഗെറ്റ് എ ഫ്യൂ മീറ്റേഴ്സ് അഹെഡ്. പറഞ്ഞാൽ കുറച്ച് മുന്നിൽ പോകാൻ വേണ്ടി നമ്മൾ ക്യൂ ആയി നിൽക്കുന്ന വണ്ടികളിൽ നിന്ന് ജമ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ കുതിച്ച് ചാടണം. പറഞ്ഞാൽ നിങ്ങൾ ഇപ്പം കുറെ വണ്ടികൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അതിന്റെ ഇടയ്ക്കൂടെ കയറ്റണമെന്നാണ് അവർ പറയുന്നത്. അല്ല, അത് അവോയ്ഡ് ചെയ്യണം. എങ്കിലും അടുത്ത ആൻസർ കൊണ്ട് വായിക്കാം. സിഗ്നലിംഗ് വൈൻ ലൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ സിഗ്നൽ ചെയ്യണം, അത് അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പറഞ്ഞാൽ ജമ്പിങ് ദ ക്യൂ, ഒരു ക്യൂ ജമ്പ് ചെയ്യാൻ പാടില്ല, ഇതാണ് നമ്മൾ അവോയ്ഡ് ചെയ്യുക. ഡ്രൈവിംഗ് ദാറ്റ് കോസസ് ടെൻഷൻ ഓർ ഡേഞ്ചേഴ്സ് ഓൺ ദ റോഡ്. പറഞ്ഞാൽ മറ്റുള്ളവർക്ക് നിങ്ങൾ ടെൻഷനായോ അല്ലെങ്കിൽ ഒരു അപകടകരമായി വണ്ടി ഓടിച്ചാൽ എന്താണത്? അൺഅക്സെപ്റ്റബിൾ ഡ്രൈവിംഗ് ബിഹേവിയർ, ഇങ്ങനെയുള്ള ബിഹേവിയർ, സ്വഭാവം പാടില്ല, അത് തന്നെയാണ് ആൻസർ. എങ്കിലും അടുത്ത ആൻസർ കൊണ്ട് നോക്കാം നമുക്ക്. റോൾ മോഡൽ ഡ്രൈവിംഗ് ബിഹേവിയർ, പറഞ്ഞാൽ ഇങ്ങനെ വണ്ടി ഓടിക്കണം. ഡ്രൈവിംഗ് ബൈ ദ റൂൾസ് ഓഫ് ദ റോഡ്, അല്ല. ഡ്രൈവിംഗ് ടു ഫാസ്റ്റ് ഫോർ ദ സിറ്റുവേഷൻ. പറഞ്ഞ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പെതുക്കെ ഓടിക്കണം അല്ലെങ്കിൽ മീഡിയം സ്പീഡ് ചെയ്യണം, പക്ഷെ നിങ്ങൾ വളരെ സ്പീഡിൽ ഓടിക്കണം, അതും ആൻസർ സിമ്പിൾ ആണ്. അൺഅക്സെപ്റ്റബിൾ ഡ്രൈവിംഗ് ബിഹേവിയർ, ഇങ്ങനെയുള്ള സ്വഭാവം പാടില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ഡ്രൈവിംഗ് അവോയ്ഡ് ദിസ് കൈൻഡ് ഓഫ് ബിഹേവിയർ, ഈ സ്വഭാവം പാടില്ല നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ. എന്താണ്? മെയിൻറ്റെയിനിങ് എ സേഫ് ഗ്യാപ്പ്, സുരക്ഷിതമായ ഗ്യാപ്പ് വേണം. അല്ല, ഇത് ചെയ്തേ പറ്റൂ. ഡ്രൈവിംഗ് ടു ക്ലോസ് ടു ദ വെഹിക്കിൾ ഇൻ ദ ഫ്രണ്ട്, ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയുടെ തൊട്ട് അടുത്ത് ഓടിക്കുക, അതായത് ഇതാണ് നമുക്ക് അവോയ്ഡ് ചെയ്യുക. കീപ്പിംഗ് ടു ദ സ്ലോ ലൈനിൽ വണ്ടി ഓടിക്കണം. അല്ല, ഡ്രൈവിംഗ് ടു ക്ലോസ്, പറഞ്ഞാൽ വണ്ടിയുടെ അടുത്ത് ഓടിക്കുന്നതാണ് അവോയ്ഡ് ചെയ്യേണ്ടത്. യു എൻ്റർ ദ ട്രാം ബോക്സ് ജംഗ്ഷൻ. ട്രാം എന്ന് പറയാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ റോഡിൽ കൂടെ മറീന
റോഡിലൊക്കെ പോകുമ്പോൾ അവിടെ ട്രെയിൻ പോലൊരു സാധനമുണ്ട്, പക്ഷെ അത് നമ്മുടെ റോഡിൽ കൂടെ പോകുന്നത്, നമ്മുടെ ജംഗ്ഷനിന്റെ മേളിൽ കൂടെ പോകുന്നത്, അതിനെ ട്രാം എന്ന് പറയും. എന്നാൽ ആ ജംഗ്ഷനിൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ സ്മാൾ പാർട്ട് ഓഫ് യുവർ വെഹിക്കിൾ ബ്ലോക്സ് ദ റെഡ് ഷെയ്ഡഡ് ഏരിയ. ഇതെന്ന് പറഞ്ഞാൽ വളരെ ഒരു ഡേഞ്ചറസ് ഏരിയ ആണ്, ഇതിലെ കൂടെ ട്രാം പോകുന്ന സ്ഥലമാണ്. പക്ഷെ നിങ്ങളുടെ വണ്ടിയുടെ ഒരു ചെറിയൊരു ഭാഗം അതിനകത്ത് ബ്ലോക്ക് ആയി നിൽക്കുക. ഇറ്റ് മീൻ ഇതെന്താണ്? ദർ ഇസ് നോ ക്ലിയർ വയലേഷൻ. ഇതൊരു വയലേഷൻ അല്ല, ഫൈൻ കിട്ടാൻ ചാൻസ് ഇല്ല. യു ആർ കമ്മിറ്റിംഗ് ആൻ ഒഫൻസ്. പറഞ്ഞാൽ ഇതൊരു വയലേഷൻ ആണ്, പറഞ്ഞാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു ഫൈൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. ദ വെഹിക്കിൾ ബ്ലോക്കിംഗ് യു എക്സിറ്റ് ഇൻ ദ വൺ വിത്ത് വയലൻസ്. നിങ്ങൾ വണ്ടി ബ്ലോക്ക് ചെയ്യുന്നു എക്സിറ്റിൽ, അല്ല അതൊരു ആൻസർ അല്ല. യു ആർ കമ്മിറ്റിംഗ് ആൻ ഒഫൻസ്, പറഞ്ഞാൽ അതൊരു ഒഫൻസ് ആണ്. നോട്ട് സിഗ്നലിംഗ് വൈൻ ലെയിൻ ചേഞ്ചിങ് കോസ്. ലെയിൻ ചേഞ്ച് ചെയ്യുമ്പോൾ സിഗ്നൽ കൊടുത്തില്ലെങ്കിൽ എന്ത് പറ്റും? ടെൻഷൻ ടു അതർ ഡ്രൈവർ. മറ്റൊരു ഡ്രൈവർക്ക് ടെൻഷൻ കൊടുക്കും. കറക്റ്റ് ആൻസർ ആണ്. എങ്കിലും മറ്റേ ആൻസർ കൂടെ നോക്കാം. മോർ ഫൺ ടു ഡ്രൈവ്. വളരെ നല്ല ഫൺ ആയിരിക്കും, രസമായിരിക്കും. ഡേഞ്ചർ ടു ബി റെഡ്യൂസ്. ഡേഞ്ചർ ആവാൻ ചാൻസ് ഇല്ല, അല്ല ടെൻഷൻ കൊടുക്കുകയാണ് മറ്റേ ഡ്രൈവർ. ഡ്രൈവിംഗ് സ്ലോലി ഓൺ ദ ഫാസ്റ്റ് ലെയിൻ വിൽ. പറഞ്ഞ ഫാസ്റ്റ് ലൈനിൽ നമുക്ക് സ്പീഡിൽ പോകണം, പക്ഷേ നിങ്ങൾ സ്ലോ ഓടിക്കുക. അങ്ങനെ ഫോഴ്സ് ഡൗൺ ദ ട്രാഫിക് സ്ലോ ഡൗൺ ചെയ്യും. ക്രിയേറ്റ് സേഫ് സോൺ ഓൺ ദ റോഡ്, അല്ല സുരക്ഷിതമാണ്. കോസ് അതർ ഡ്രൈവർ ടു പാസ് ഓൺ ദ റൈറ്റ് സൈഡ്. അതുമൂലം എന്ത് പറ്റും? നിങ്ങൾ പതുക്കി ഓടുമ്പോൾ മറ്റ് ഡ്രൈവർമാർ റൈറ്റിലേക്ക് പോകും. അപ്പൊ അതാണ് ആൻസർ. കോസ് അതർ ഡ്രൈവർ ടു പാസ് ഓൺ ദ റൈറ്റ് സൈഡ്. അങ്ങനെ പാടില്ല. നിങ്ങൾ സ്ലോ ചെയ്യണമെങ്കിൽ നിങ്ങൾ റൈറ്റിലോട്ട് പോകും, മറ്റൊരു ഡ്രൈവറിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രൈവിംഗ് സ്ലോലി ഓൺ ദ ഫാസ്റ്റ് ലൈൻ ഈസ്. പറഞ്ഞ ഫാസ്റ്റ് ലൈനിൽ നിങ്ങൾ സ്ലോ ആയിട്ട് വണ്ടി ഓടിച്ചാൽ എന്ത് പറ്റുമോ? ഈക്വലി ഡേഞ്ചറസ് ആസ് ഓവർ സ്പീഡിങ്. ഓവർ സ്പീഡിനെ അത്രയും തന്നെ അപകടകാരിയാണ്. കറക്റ്റ്. പറയാൻ നല്ലൊരു സ്പീഡിൽ പോകുന്ന റോഡിൽ നിങ്ങൾ സ്ലോ ആയിട്ട് ഓടിച്ചാൽ എന്ത് ചെയ്യും? മറ്റു വണ്ടികൾ വന്ന് ഇടിക്കാൻ ചാൻസ് ഉണ്ട്. സെക്കൻഡ്, നോർമൽ ആൻഡ് അക്സെപ്റ്റബിൾ ഡ്രൈവിംഗ് അല്ല. ഷുവർ ആൻഡ് സേഫ് ഡ്രൈവിംഗ് അല്ല. ഫ്ലാഷിംഗ് ഹെഡ്ലൈറ്റ്സ് ടു ഇൻഡിമേറ്റ് അതർ. പറയാൻ നിങ്ങൾ വണ്ടിയുടെ ബാക്കിൽ പോകുന്നു, പക്ഷെ നിങ്ങൾ ഫ്ലാഷ് അടിച്ചുകൊണ്ട് പോവുക. ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഫ്ലാഷ് അടിക്കുക. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഷോ ദാറ്റ് യു ആർ എ ഗുഡ് ഡ്രൈവർ. നിങ്ങൾ നല്ലൊരു ഡ്രൈവറാണ്. ഇൻക്രീസ് റിസ്ക് ഓഫ് ക്രാഷ്. ഇതുമൂലം അപകടം ഉണ്ടായേക്കാം. ഇൻക്രീസ് യുവർ നിങ്ങളുടെ കോൺഫിഡൻസിനെ നിങ്ങൾ വർദ്ധിപ്പിക്കുന്നു, അല്ല ആക്സിഡന്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ദ ബെസ്റ്റ് വേ ടു ഡീൽ വിത്ത് ഡ്രൈവർ സിഗ്നലിംഗ് ടു ടേണേഴ്സ്. ആരെങ്കിലും ഒരാൾ തിരിയാൻ വേണ്ടി സിഗ്നൽ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ടു ഇന്റൻഷ്യലി പുഷ് ഇൻ. അവന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കണം. ടു ഇന്റൻഷ്യലി ബ്ലോക്ക് ദിയർ പാത്ത്. അവന്റെ വഴി തടസ്സപ്പെടുത്തണം. ടു ഗീവ് വേ ആൻഡ് അലൗ ടു ഡൺ. അല്ല അവർക്ക് വഴി കൊടുക്കുകയും അവർക്ക് വളയാൻ അനുവദിക്കുകയും ചെയ്യണം. ഇഗ്നോറിംഗ് പ്രയോറിറ്റി റൂൾസ് ഇസ് വെൻ ഡ്രൈവേഴ്സ് ആർ. പറഞ്ഞാൽ നമ്മൾ ഇത് ചെയ്യണം, ഇതൊരു പ്രയോറിറ്റി റൂളാണ്, ഇങ്ങനെ ചെയ്തിരിക്കണം, പക്ഷെ ഇത് ഇഗ്നോർ ചെയ്യുക. എൻട്രിങ് ദ മെയിൻ റോഡ് കെയർഫുള്ളി. മെയിൻ റോഡിൽ കെയർഫുൾ ആയിട്ട് അല്ല, അത് ഇഗ്നോർ ചെയ്യേണ്ട ആവശ്യമില്ല. ഗിവ് വേ ഓൺ ദ ഗിവ് വേ സൈൻ. വഴി കൊടുക്കണം ഗിവ് വേ സൈനിൽ, അല്ല അതും ഇഗ്നോർ ചെയ്യാൻ പാടില്ല. നോട്ട് സ്റ്റോപ്പിംഗ് ഓൺ ദ സ്റ്റോപ്പ് സൈൻ. ഇതാണ് ആൾക്കാർ ചിലപ്പോൾ ഇഗ്നോർ ചെയ്യാനുള്ളത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് നമ്മൾ തീർച്ചയായും ചെയ്തിരിക്കണം. നോട്ട് സ്റ്റോപ്പിംഗ് ഓൺ ദ സ്റ്റോപ്പ് സൈൻ, അല്ല നമ്മൾ സ്റ്റോപ്പ് സൈൻ വണ്ടി നിർത്തണം. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് ദ ഫാസ്റ്റ് ലെയിൻ ഈസ് വെൻ. ഫാസ്റ്റ് ലൈനെ നമ്മൾ പറയുന്നത് എന്തോ ലെഫ്റ്റ് ലൈൻ. നമ്മൾ ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്, അതിന് എന്തിനു വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് അവർ ചോദിക്കുന്നത്. റഷിംഗ് ടു യുവർ ഡെസ്റ്റിനേഷൻ, പറഞ്ഞാൽ സ്പീഡിൽ പോകാൻ വേണ്ടി. ഓവർടേക്കിംഗ് ഉള്ളി, ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി മാത്രം. തേർഡ്, ഓവർടേക്കിംഗ് ആൻഡ് ടേണിംഗ് റൈറ്റ് അഹെഡ്. പറഞ്ഞ ഓവർടേക്ക് ചെയ്യാനും റൈറ്റിലോട്ട് വളയാൻ വേണ്ടി അല്ല. അതിന് എന്തിനാണ് ഫാസ്റ്റ് ലൈൻ നമ്മൾ ഉപയോഗിക്കുന്നത്? ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി മാത്രം. സിഗ്നലിംഗ് വെൻ ലൈൻ ചേഞ്ചിങ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ്. ലൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ സിഗ്നൽ കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തിന്? ഇറ്റ് ഹെൽപ്സ് റെഡ്യൂസ് ക്രാഷ് റിസ്ക്. വേറെ ആൻസർ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അതുമൂലം ആക്സിഡന്റ് കുറവ് ആക്കാൻ വേണ്ടി. ഡ്രൈവിംഗ് ഇൻ എ സേഫ് മാനർ. സുരക്ഷിതമായ വണ്ടി ഓടിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? ക്യാൻ ബി ഡൺ ബൈ ഓൾ ഡ്രൈവർ ഇഫ് ദ ഡിസൈഡ്. എല്ലാ ഡ്രൈവറും അങ്ങനെ ചെയ്തിരിക്കണം. ക്യാൻ ബി ഡൺ ഇൻ ദ പ്രസൻസ് ഓഫ് പോലീസ്. പോലീസിന് മുന്നിൽ മാത്രം ചെയ്തിരിക്കണം. ക്യാൻ ബി ഡൺ ഇൻ അർബൻ ഏരിയയിൽ മാത്രം ചെയ്യും. ഇപ്പൊ ആൻസർ എല്ലാ ഡ്രൈവറും അങ്ങനെ ചെയ്തിരിക്കും. അലൗവിങ് എക്സ്ട്രാ ട്രാവൽ ടൈം. പറഞ്ഞാൽ നമ്മൾ എവിടെ പോകണമെങ്കിലും നമുക്ക് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ നമ്മൾ മുമ്പിൽ പോകണം. എന്താണെന്ന് വെച്ചാൽ റോഡിൽ ട്രാഫിക് ഉണ്ടാവാം, എന്തുവാവാം. അന്നേരം ഇത് മൂലം എന്ത്? ഇറ്റ് വിൽ ബി എനേബിൾ എൻജോയിങ് ദ റൂട്ട്. എൻജോയ് ചെയ്യാൻ വേണ്ടി ഇസ് എ ടഫ് ചോയ്സ്. ഇത് ടഫ് ചോയ്സ് ആണ്. ഈസ് വൺ ഓഫ് ദ ഗുഡ് ഡ്രൈവിംഗ് പ്രാക്ടീസസ്. ഇതൊരു നല്ലൊരു പ്രാക്ടീസ് ആണ്, ഇങ്ങനെ ചെയ്യണം. മേക്ക് യുവർ ജേർണി സേഫർ ആൻഡ് മോർ പ്ലസന്റ് ബൈ. നമ്മൾ എവിടെ യാത്രയ്ക്ക് പോകുന്നോ അത് നമുക്ക് സുരക്ഷിതമായും നല്ല രീതിയിൽ പോകാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? പ്ലാനിങ് ജേർണി ഇൻ അഡ്വാൻസ്. നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിരിക്കണം. ട്രാവലിംഗ് ഡ്യൂറിംഗ് ഗുഡ് വെതർ. നല്ല കാലാവസ്ഥ ഉള്ള സമയത്ത് പോകണം. ട്രാവലിംഗ് വിത്ത് ഗുഡ് കമ്പനി. നല്ല കൂട്ടുകാരോടൊപ്പം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കണം. ഡ്രൈവിംഗ് ഇൻ എ സേഫ് മാനർ മീൻ. നമ്മൾ സേഫ് ആയിട്ട് വണ്ടി ഓടിക്കുന്നതിനെ കുറിച്ച് ഇതിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡ്രൈവിംഗ് അറ്റ് പോസ്റ്റഡ് സ്പീഡ്. ഒരേ സ്പീഡിൽ വണ്ടി ഓടിക്കണം, അല്ല തെറ്റാണ്. അലവിംഗ് ഫോർ മിസ്റ്റേക്ക് പറഞ്ഞാൽ മറ്റുള്ളവർ തെറ്റ് കാണിക്കുമ്പോൾ നമ്മൾ അതിനെ അലവ് പറഞ്ഞ ഒരു പിടിച്ചിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ എടുത്തു ചാടും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അവർക്ക് അലവ് ചെയ്യണം. പറഞ്ഞാൽ അവർ വഴി കൊടുക്കണം. നിങ്ങൾ മെയിൻറ്റെയിനിങ് 2 സെക്കൻഡ് ഗ്യാപ്പ്. എപ്പോഴും 2 സെക്കൻഡ് അല്ല, അതങ്ങനല്ല. 2 സെക്കൻഡ് കൂടുതലും ആവാം, കുറവാം.
അപ്പം അലോവിങ് ഫോർ മിസ്റ്റേക്ക്, മറ്റുള്ള തെറ്റ് കാണിച്ചാൽ അലോ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകണം. ഡ്രൈവിംഗ് അറ്റ് യുവർ ബെസ്റ്റ് കണ്ടീഷൻ മീൻ നിങ്ങൾ നല്ലൊരു കണ്ടീഷനിൽ വണ്ടി ഓടിക്കുന്ന അർത്ഥമാക്കുന്നത് എന്താണ്? നോട്ട് ഡ്രൈവിംഗ് വെൻ സ്ലീപ്പി ഔട്ട് ആയ പറഞ്ഞാൽ നിങ്ങൾ ഉറക്കം വരുവാണെങ്കിൽ, നിങ്ങൾ ക്ഷീണിതരാണെങ്കിൽ വണ്ടി ഓടിക്കാൻ പാടില്ല. അത് തന്നെയാണ് ആൻസർ. ചൂസിങ് ദ ബെസ്റ്റ് റൂട്ട്, നല്ല റൂട്ടിൽ പോകണം. നോട്ട് ഡ്രൈവിംഗ് വെൻ ഡൗട്ട് വേ, അതല്ല ആൻസർ. അതാണ് ഫസ്റ്റ് ആണ് ആൻസർ. ഡ്രൈവിംഗ് ഇൻ എ റിലാക്സ് മാനർ ക്യാൻ ബി അച്ചീവ്, നല്ല റിലാക്സ് ആയിട്ട് വണ്ടി ഓടിക്കണം. എങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും? നോട്ട് ഡ്രൈവിംഗ് വെൻ ഇൻടോക്സിക്കേറ്റഡ്, യൂസിങ് ഇൻഡിക്കേറ്റർ ഓൾവേസ്, ഡ്രൈവിംഗ് സ്ലോ ലെയിൻ വെൻ സ്ലോ ലൈനിൽ നിങ്ങൾ പോസിബിൾ ആണെങ്കിൽ വണ്ടി ഓടിക്കുക. അപ്പോൾ റിലാക്സ് ആയിട്ട് വണ്ടി ഓടിക്കുക. അറ്റ്ലീസ്റ്റ് 2 സെക്കൻഡ് ഗ്യാപ്പ് റെഫർ, 2 സെക്കൻഡ് ഗ്യാപ്പിന്റെ അർത്ഥം എന്താണ്? പറഞ്ഞ മുമ്പിൽ ഒരു വണ്ടി, നമ്മുടെ വണ്ടിയിലുള്ള ഡിസ്റ്റൻസ്, ഒരു സുരക്ഷിതമായ ഡിസ്റ്റൻസ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ്, വണ്ടി നിർത്താനുള്ള ഡിസ്റ്റൻസ്. തേർഡ്, സ്റ്റോപ്പിംഗ് ആൻഡ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്. അപ്പൊ ആൻസർ ഫസ്റ്റ് ആണ്. അവോയ്ഡ് കോൺഫ്ലിക്ട് വിത്ത് അതർ റോഡ് യൂസർ ബൈ, മറ്റു റോഡ് യൂസറായിട്ട് നിങ്ങൾ വഴക്കുണ്ടാക്കി കോൺഫ്ലിക്ട് ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഗിവിംഗ് വേ ഈവൻ ഇഫ് യു ആർ പ്രയോറിറ്റി സം ടൈം, പറഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും വണ്ടി കൊടുക്കണം. നിങ്ങൾക്ക് പോകാനാണ് പ്രയോറിറ്റി, പക്ഷെ നിങ്ങൾ വഴി കൊടുക്കണം. എക്സാമ്പിൾ ആ പെഡിസ്റ്റേറിയന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഷോയിങ് മിസ്റ്റേക്ക് ഫോർ മറ്റുള്ള ഡ്രൈവറിന്റെ മിസ്റ്റേക്കുകൾ ചൂണ്ടിക്കാണിക്കണം. ഗിവിംഗ് വേ ടു എൽഡർലി പെർസൺ, മുതിർന്ന പെഡിസ്റ്റേറിയന് വഴി കൊടുക്കണം. അല്ല, അവരെല്ലാവർക്കും വഴി കൊടുക്കണം. വൺ മസ്റ്റ് ഫോക്കസ് ഓൺ ഡ്രൈവിംഗ് ബിക്കോസ്, നമ്മൾ എങ്ങനെ ഫോക്കസ് ചെയ്ത് വണ്ടി ഓടിക്കാം? സേഫ് ഡ്രൈവിംഗ് ഇസ് ഫുൾ ടൈം, സേഫ് ഡ്രൈവർ റിക്വയർസ് ഫുൾ അറ്റൻഷൻ, ഓൾ അതർ ഡ്രൈവർ മേക്ക് മിസ്റ്റേക്ക്. ഇപ്പം ഫുൾ ടൈമിലൊക്കെ ഓക്കെയാണ്, പക്ഷേ നമ്മൾ അറ്റൻഷൻ കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരു നല്ല രീതി വണ്ടി ഓടിക്കണമെങ്കിൽ സേഫ് ഡ്രൈവിംഗ് റിക്വയർസ് ഫുൾ അറ്റൻഷൻ, നമ്മൾ നല്ല അറ്റൻഷനോട് കൂടി വണ്ടി ഓടിക്കണം. പ്രോപ്പർ യൂസ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് പ്രൊവൈഡ്, നമ്മൾ ഇൻഡിക്കേറ്റർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ എന്ത് പറ്റും? അതർ ഡ്രൈവർ ടൈം ടു സ്റ്റോപ്പ്, മറ്റുള്ളവർക്ക് നിൽക്കാൻ വേണ്ടി. അതർ ഡ്രൈവർ ടു ടൈം ടു റിയാക്ട് അപ്രോപ്രിയേറ്റ്, പറഞ്ഞാൽ മറ്റുള്ളവർ റിയാക്ട് ചെയ്യാൻ വേണ്ടി. പറഞ്ഞാൽ ലെഫ്റ്റിലോട്ട് പോകുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും? ഇച്ചിരി സ്ലോ ആകും. റൈറ്റിലോട്ട് പോകാൻ, അന്നേരം അവർക്ക് മനസ്സിലാവാൻ സാധിക്കും, കാരണം റിയാക്ട് ചെയ്യാൻ വേണ്ടി. അതാണ് ആൻസർ. വെൻ ഡീലിംഗ് വിത്ത് ട്രാം മൂവ്മെന്റ്, ട്രാം ഉപയോഗിക്കൊണ്ടിരിക്കുകയാണ്, പ്രയോറിറ്റി ഈസ് ഓൾവേസ് ഗിവൺ ടു, പറഞ്ഞാൽ നിങ്ങൾ ട്രാമിന്റെ വഴി കൂടെ പോകുമ്പോൾ ആർക്കാണ് പ്രയോറിറ്റി അവിടെ? പെഡസ്ട്രിയൻ, ട്രാം, മോട്ടോർ സൈക്കിൾ. സിമ്പിൾ ആൻസർ ട്രാമിന് തന്നെയാണ്. ട്രാം മൂവ്മെന്റ് പ്രയോറിറ്റി ഓവർ ദ റോഡ് യൂസർ ഇൻ ദ ട്രാം റൈറ്റ് ഓഫ് എക്സെപ്റ്റ്, പറഞ്ഞാൽ ട്രാം പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ പ്രയോറിറ്റി ആർക്കാണ്? ട്രാമിന്. പക്ഷെ അതിനേക്കാളും കൂടുതൽ പ്രയോറിറ്റി ഉള്ള ആരാണ്? സ്പീഡിൽ പോകുന്ന കാറുകൾക്ക്, പെഡിസ്ട്രിയന്, വഴി യാത്രക്കാർക്ക്. ആർമി വെഹിക്കിൾ വെൻ മൂവിങ് ഇൻ കോൺവോയ്, പറഞ്ഞ ആർമി വെഹിക്കിൾ അതിലെ കൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, കൺവോയിൽ മൂവ് ചെയ്തു, അവർക്കാണ് പ്രകാരം. ദിസ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദിസ് റോഡ് ഓർ പോർഷൻ ഓഫ് ദ റോഡ് മേ, പറഞ്ഞ ഈ സൈനിന്റെ അർത്ഥം എന്താണ്? ഈ റോഡ് ട്രാം ഉള്ളി, അതിനകത്ത് തന്നെ ആൻസർ ഉണ്ട്. നോട്ട് ബി യൂസ് ഫോർ അതർ റോഡ് യൂസേഴ്സ്, മറ്റു റോഡ് യൂസർ ഇതിലെ കൂടെ പോകാൻ പാടില്ല. ബി യൂസ്ഡ് ബൈ പെഡിസ്റ്റേറിയൻ ഇഫ് വാക്കിംഗ് സ്ലോലി, സ്ലോ ആയിട്ട് പോകുന്ന പെഡിസ്റ്റേറിയന് പോകാൻ പറ്റും. ബി ഡ്രിവൺ ഓവർ ബൈ ലൈറ്റ് വെഹിക്കിൾ ഇഫ് നോട്ട് സോ കെയർഫുൾ, ലൈറ്റ് വെഹിക്കിൾ അല്ല, ഇത് ട്രാമിന് വേണ്ടിയാണ്. അന്നേരം നോട്ട് ബി യൂസ് ബൈ അതർ റോഡ്, മറ്റു റോഡ് യൂസർ ഇതിലൂടെ പോകാൻ പാടില്ല. ദിസ് റോഡ് മാർക്കിംഗ് മീൻസ് ദാറ്റ് ഈസ്, ഈ റോഡ് മാർക്കിങ്ങിന്റെ അർത്ഥം എന്താണ് ചോദിക്കുന്നത്? പ്രൊഹിബിഷൻ ഓഫ് ഫോർ വെഹിക്കിൾ ടു ദ ക്രോസ് ഇന്റർസെക്ഷൻ, ഇവിടെ വണ്ടികൾ പോകാൻ പാടില്ല. എ സിംഗിൾ ട്രാം ഓർ റെയിൽവേ ലൈൻ ക്രോസിംഗ് ദ റോഡ്, ഇത് തന്നെയാണ് ആൻസർ. പറഞ്ഞ ഇത് സിംഗിൾ ആണ്, അതുകൊണ്ട് ഇത് സിംഗിൾ. ഇതിനകത്ത് 2 ഓർ മോർ ട്രാം, അങ്ങനെ വരുമ്പോൾ ഡബിൾ വരും. അത് അടുത്ത ക്വസ്റ്റൻ ഞാൻ കാണിക്കാം. ഇത് സിംഗിൾ ട്രാം ആണ്, അല്ലെങ്കിൽ റെയിൽവേ ലൈൻ ക്രോസിംഗ്. അങ്ങനെ 2 ലൈൻ എന്ന് എഴുതിയിട്ടുണ്ട്. അതിന് സിമ്പിൾ ആൻസർ 2 ഓർ മോർ ട്രാംസ് ഓർ റെയിൽവേ ലൈൻ ക്രോസിംഗ്. അപ്പൊ അതാണ് ആൻസർ. മൾട്ടിപ്പിൾ ഡയറക്ഷൻ, പ്രൊഹിബിഷൻ ഫോർ ഓൾ, അല്ല 2 ലൈൻ ഉണ്ടെന്ന്. ഇതിന്റെ അർത്ഥം എന്താണ്? എ ബസ് ഓർ ട്രാം റോഡ് വിൽ വൺ ഡയറക്ഷൻ ഓഫ് ട്രാവൽ, ദിസ് സൈൻ ഇൻഡിക്കേറ്റ് ആക്ച്വൽ ഡയറക്ഷൻ ഓഫ് അപ്രോച്ച് ഓർ ദ നെക്സ്റ്റ് ബസ് ഓർ ട്രാം. പറഞ്ഞ ഒരു ട്രക്ക് അല്ലെങ്കിൽ ട്രക്കല്ല, ഒരു ബസ് അല്ലെങ്കിൽ ഒരു ട്രാം ഈ ഡയറക്ഷനിലൂടെ വരാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് ആൻസർ എന്താണ്? ഇതൊരു പെഡിസ്റ്റേറിയന്റെ ട്രാവൽ സൂചിപ്പിക്കുന്ന ഡയറക്ഷനെ പറ്റിയാണ്, അല്ല തെറ്റ്. ആക്ച്വൽ ഡയറക്ഷൻ ട്രാവൽ ഗോയിങ് ടു ബസ് ഓർ ട്രാം ഡിപ്പോ, അല്ല ബസ്സിലോട്ട്, ഡിപ്പോ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പിലോട്ട് പോകുന്നത്, അല്ല ഫസ്റ്റ് ആണ് ആൻസർ. ദിസ് റോഡ് മാർക്കിംഗ് ഇൻഫോംസ് ഡ്രൈവർ നോട്ട് ടു പാർക്ക് ഓർ സ്റ്റോപ്പ്, ഇവിടെ ഈ സിഗ്സാക് ലൈൻ എന്ന് പറയുന്നത് ഇവിടെ നിർത്താൻ പാടില്ല. അന്നേരം നോക്കാം. ടു ഗീവ് അതർ ഡ്രൈവർ ഇൻസ്ട്രക്ഷൻ സ്റ്റോപ്പ്, മറ്റു ഡ്രൈവർക്ക് നിർത്താൻ വേണ്ടി ഇൻസ്ട്രക്ഷൻ. ടു ഗീവ് വേ ടു പെഡിസ്റ്റേറിയൻ ഓർ സൈക്കിൾ ക്രോസിംഗ്, മറ്റ് സൈക്കിളിന് അല്ലെങ്കിൽ പെഡിസ്റ്റേറിയന് വഴി കൊടുക്കാൻ. ടു ഫോഴ്സ് അതർ ഡ്രൈവ് ടു സ്റ്റോപ്സ് ആണ്, പെട്ടെന്ന് നിർത്താൻ വേണ്ടി. അന്നേരം ക്വസ്റ്റ്യൻ എന്താണ്? നിങ്ങൾ ഇതിനകത്ത് പാർക്കോ ഡ്രൈവോ ചെയ്യാനോ പറ്റത്തില്ല, പക്ഷേ ആരെങ്കിലും പെഡിസ്റ്റേറിയനോ സൈക്കിളോ ഇതിലൂടെ കൂടെ പോയാൽ നിങ്ങൾക്ക് അവർക്ക് വഴി കൊടുക്കും. കീപ് വേ, ഓക്കെ, അവർ ക്രോസ് ചെയ്യുവാണെങ്കിൽ. ദ കളർ സർഫേസ് ഓഫ് ദ റോഡ് ഇസ് ട്രാം ജംഗ്ഷൻ, പറഞ്ഞ ഈ കളർ സർഫേസ് എന്താണ്? ഈ ചുമന്ന. ഡ്രൈവേഴ്സ് ആർ പ്രൊഹിബിറ്റഡ് ഫ്രം ദ എൻട്രിങ് ദ ഏരിയ അൺലെസ്, പറഞ്ഞ ഇതിലേക്കൂടെ നിങ്ങൾക്ക് പോകാം, പക്ഷേ എപ്പോൾ? ദ എക്സിറ്റ് ഇസ് ക്ലിയർ, ഈ എക്സിറ്റ് ക്ലിയർ ആണെങ്കിൽ മാത്രം. ഓക്കെ, ദിസ് സൈൻസ് വാൺസ് ഡ്രൈവർ ദാറ്റ് ഇസ് എ ട്രാം അഹെഡ്, ഇതിന്റെ അർത്ഥം എന്താണ്? ട്രാം മുമ്പിലായിട്ട് ഉണ്ട്. വാട്ട് ഡ്രൈവിംഗ് അഡ്ജസ്റ്റ്മെന്റ്, അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനകത്ത് തന്നെ എടുത്തിട്ടുണ്ട് ട്രാം ഹെഡ് റെഡ്യൂസ് സ്പീഡ്. ആൻസർ നോക്കാം. സ്ലോ ഡൗൺ, ഡ്രൈവ് വിത്ത് കെയർ ആൻഡ് കോഷൻ, ഇത് തന്നെയാണ് ആൻസർ. നിങ്ങൾ പതുക്കെ പോകണം, നിങ്ങൾ നോക്കി പോകണം. മെയിൻറ്റെയിൻ ദ സ്പീഡ്, സൗണ്ട് ഹോൺ അല്ല. ഇൻട്രിങ് ദ ട്രാം മൂവ്മെന്റ് ക്യാരീസ് ഹെവിലി പെനാൽറ്റി ഇൻ, നിങ്ങൾ
ട്രാം മൂവ്മെന്റിനെ നിങ്ങൾ ഇന്ററപ്റ്റ് ചെയ്താൽ പറയാൻ തടസ്സപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ഹെവി പെനാൽറ്റി കിട്ടും. ഇതിനകത്ത് തന്നെ ആൻസർ ഉണ്ട്. പെനാൽറ്റി ഫോർ റെഡ് ലൈറ്റ് വയലേഷൻ ആൻഡ് ക്രോസിംഗ് ആക്സിഡന്റ് ട്രാം ഇൻട്രപ്ഷൻ AD 30,000 മാക്സിമം ഡ്രൈവിംഗ് ലൈസൻസ് ഇമ്പൗണ്ട്. അപ്പൊ ആൻസർ നോക്കാം. മാക്സിമം 30,000 ഫൈൻ ഓർ ലൈസൻസ് ഇമ്പൗണ്ട്. മാക്സിമം 30,000 ഫൈൻ ആൻഡ് ലൈസൻസ് ഇമ്പൗണ്ട്. ലൈസൻസ് ഇമ്പൗണ്ടിങ് ആൻഡ് വെഹിക്കിൾ ഇമ്പൗണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്തുകൊണ്ട് നമ്മൾ നോക്കാം. ഇതിനകത്ത് എഴുതുന്നുണ്ടോ മാക്സിമം 30,000 ഫൈൻ ഓർ അല്ലെങ്കിൽ ലൈസൻസ് ഇമ്പൗണ്ടിങ് അല്ല. എന്റെ ആൻസർ എന്താണ് വരുന്നത്? 30,000 ഫൈനും കൊടുക്കണം ആൻഡ് ലൈസൻസ് ഇമ്പൗണ്ട് നോക്കും. ദിസ് സൈൻ മീൻസ് പാർക്കിംഗ് ഇസ് ഇല്ലീഗൽ. നോക്കാം. ടാക്സി ഡിപ്പോർട്ട് ആൻഡ് വയലേറ്റേഴ്സ് ടു ബി ടോൾ. മെട്രോ വയഡക്ട് ബ്രിഡ്ജസ് ആൻഡ് വയലേറ്റ് ടു ബി ടോൾ. പറഞ്ഞാൽ ഇവിടെ പാർക്ക് ചെയ്താൽ നിങ്ങളുടെ ഈ മെട്രോന്റെ ബ്രിഡ്ജിന്റെ താഴെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ദ യെല്ലോ ട്രയാങ്കിൾ മാർക്കിംഗ് ഓൺ ദ റോഡ് വാൺസ്. ഈ യെല്ലോ ട്രയാങ്കിൾ വാർണിംഗ് സൈൻസിന്റെ അർത്ഥം എന്താണ്? സ്പീഡ് ഹമ്പ് വരാൻ പോകുന്നു ഡ്രൈവേഴ്സ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അഡ്വൈസ് ടു സ്റ്റോപ്പ് ബിഫോർ ദ മാർക്കിംഗ്. മാർക്കിങ്ങിന് മുമ്പിൽ നിങ്ങൾ വണ്ടി നിർത്തണം. അഡ്വൈസ് ടു ഡ്രൈവ് വിത്ത് ഹൈ ഡിഗ്രി ഓഫ് കെയർ ആൻഡ് വളരെയധികം സൂക്ഷിച്ച് ജാഗ്രതയോടെ നിങ്ങൾ മുമ്പോട്ട് പോകണം. അപ്പൊ അത് തന്നെയാണ് ആൻസർ. ദിസ് റോഡ് മാർക്കിംഗ് വാൺസ് ദാറ്റ് ദ ലെയിൻ ദേ ആർ ട്രാവലിംഗ് ഇൻ വിൽ. ഈ റോഡ് മാർക്കിംഗിന്റെ അർത്ഥമാണ് മെർജ് വിത്ത് ട്രാം ഓർ റെയിൽവേ ലൈൻ, ക്ലോസ് ആഫ്റ്റർ എ ഫ്യൂ മീറ്റർ, ക്രോസിംഗ് എ റെയിൽവേ ഓർ ട്രാം ലൈൻ. ഇപ്പൊ ആൻസർ ഇതാണ്. ഒരു റെയിൽവേ അല്ലെങ്കിൽ ട്രാം ലൈൻ നിങ്ങൾ ക്രോസ് ചെയ്യാൻ. ഈക്കോ ഫ്രണ്ട്ലി ഡ്രൈവിംഗ് ഹാബിറ്റ്സ് ഹെൽപ്പ് പ്രൊട്ടക്ട് ദ എൻവയോൺമെന്റ്. ഇറ്റ് ക്യാൻ ഓൾസോ. ഈക്കോ ഫ്രണ്ട്ലിയുടെ അർത്ഥം എന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾ പെട്രോൾ സേവ് ചെയ്യാൻ സാധിക്കും. അതിനെപ്പറ്റി നിങ്ങൾ ജാഗ്രതയോടെ പോകണം. അങ്ങനെ എന്ത് സംഭവിക്കും? ഹെൽപ്പ് സേവ് മണി ഓൺ ദ ഫ്യൂൽ. പറഞ്ഞ പെട്രോളിൽ നിങ്ങൾക്ക് മണി സേവ് ചെയ്യാൻ സാധിക്കും. സെക്കൻഡ് എന്താണ്? സേവ് ടൈം ആൻഡ് മണി. സമയവും മണിയും ലാഭിക്കാൻ അല്ല. സേവ് മണി ആൻഡ് വാട്ടർ അല്ല. നിങ്ങൾ പെട്രോളിൽ നിങ്ങൾ മണി സേവ് ചെയ്യാൻ സാധിക്കും. വൺ ഓഫ് ദ മെനി വേസ് ടു ഡ്രൈവ് ഇൻ ഈക്കോ ഫ്രണ്ട്ലി മാനർ ഈസ് മെയിൻറ്റെയിനിങ് ഷോർട്ടർ ഫോളോയിങ് ഡിസ്റ്റൻസ് വിത്ത് അതർ വെഹിക്കിൾ, ഗ്രാജുവൽ എക്സലേഷൻ ബ്രേക്കിംഗ്, മോർ അഗ്രസീവ് എക്സലേഷൻ ആൻഡ് ബ്രേക്കിംഗ്. ഇതിന്റെ ആൻസർ ആണ് ഗ്രാജുവൽ എക്സലറേഷൻ ആൻഡ് ബ്രേക്കിംഗ്. ഡ്രൈവിംഗ് അറ്റ് ലോവർ എഞ്ചിൻ സ്പീഡ്സ് മീൻസ് ലോവർ എമിഷൻ. കുറഞ്ഞ സ്പീഡിൽ പോയാൽ കുറഞ്ഞ എമിഷൻ ആയിരിക്കും. ഇതിന്റെ അർത്ഥം എന്താണ്? ഇതൊരു നല്ലൊരു സംഭവമാണ്. എങ്ങനെ? ഈക്കോ ഡ്രൈവിംഗ് ഫ്രണ്ട്ലി ഹാബിറ്റ്സ് ആൻഡ് റിസൾട്ട് ടു ഫ്യൂൽ എക്കണോമിയിൽ നിങ്ങൾ സാധിക്കും. ത്രോയിങ് വേസ്റ്റ് ഫ്രം വെഹിക്കിൾസ് ഇൻ ടു ദ റോഡ് ഈസ് എൻ ഓപ്പൺ. പറയാൻ നിങ്ങൾ വണ്ടിയിൽ അകത്ത് നിങ്ങളൊരു വേസ്റ്റ് എടുത്തെറിഞ്ഞാൽ ഇറ്റ് ആൾസോ ഡേഞ്ചറസ്. അതൊരു അപകടകരമാവാം. എന്തുകൊണ്ട്? ഫൈൻ ആൻഡ് ബ്ലാക്ക് പോയിന്റ്സ് മേ ബി ഇമ്പോസ്. ഫൈനും ബ്ലാക്ക് പോയിന്റ് കിട്ടും. അതെന്തായാലും കിട്ടും. എനി ഡെബ്രീസ് ഓൺ ദ റോഡ് ദാറ്റ് ഡ്രൈവ്സ് റൺ ഓവർ ഓർ അവോയ്ഡ് ക്യാൻ കോസ് ചെയിൻ കൊളീഷൻ. പറഞ്ഞാൽ നമ്മൾ ഈ റോഡിൽ വേസ്റ്റ് എടുത്ത് കളയുമ്പോൾ അത് റോഡിൽ കിടക്കും. അതിന്റെ മേളിൽ കൂടെ വണ്ടി പോകുമ്പോൾ അതുമൂലം ആക്സിഡന്റ് ആവുകയും ആ ആക്സിഡന്റ് നിന്ന് മറ്റൊരു വണ്ടി ഇടിക്കുകയും അങ്ങനെ പുറകിലായിട്ട് ആക്സിഡന്റിന് മേലെ ആക്സിഡന്റ്. പറഞ്ഞ ചെയിൻ കൊലീഷൻ. പറഞ്ഞ ഒരു വണ്ടിയുടെ പുറകെ വന്ന് മറ്റു വണ്ടികൾ ഇടിക്കും. അങ്ങനെ ആക്സിഡന്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് തന്നെയാണ് ആൻസർ. അപ്പൊ നമുക്ക് തുടങ്ങാം. At an intersection, you are facing a red traffic light. A policeman is directing you to proceed. What should you do? പറഞ്ഞ ഒരു ഇന്റർസെക്ഷനിൽ നിങ്ങൾ പോകുന്നു. അവരെ ഒരു ചുവന്ന ട്രാഫിക് ലൈറ്റ് ആണ്. അപ്പോൾ അവിടെ പോലീസുകാരൻ അവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ അടുത്ത് പോകാൻ പറയുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യണം. ഒബേ ദ പോലീസ്മാൻ. പോലീസ്മാൻ പറയുന്ന പോലെ ചെയ്യണം. വെയിറ്റ് ഫോർ ദ ഗ്രീൻ ലൈറ്റ്. ഗ്രീൻ ലൈറ്റ് ആവുന്നവരെ അവിടെ വെയിറ്റ് ചെയ്യണം. പക്ഷെ പോലീസുകാരൻ പോകാൻ പറയുന്നുണ്ട്. അന്നേരം ഒബേ ദ പോലീസ്മാൻ. പോലീസ്മാൻ പറയുന്ന പോലെ തന്നെ ചെയ്യും. ഓൺ മെയിൻ റോഡ്സ് ആൻഡ് ഹൈവേസ് എമർജൻസി വെഹിക്കിൾ യൂസ് ദ ലെഫ്റ്റ് ലെയിൻ. യു മസ്റ്റ് ഗീവ് വേ ബൈ. പറഞ്ഞാൽ നമ്മൾ മെയിൻ റോഡിലോ ഹൈവേയിൽ പോകുമ്പോൾ എമർജൻസി വെഹിക്കിൾ എപ്പോഴും ലെഫ്റ്റ് ലൈനിൽ അവിടെ സ്ഥലമുണ്ട്. അതിന് ഷോൾഡർ ഏരിയ എന്നാണ് പറയുന്നത്. എമർജൻസി ലൈൻ എന്ന് പറയും. അന്നേരം നിങ്ങൾ അവർക്ക് വഴി കൊടുക്കണം. എങ്ങനെ? മൂവിങ് ടു ദ റൈറ്റ്. റൈറ്റിലേക്ക് മാറിക്കൊണ്ട് സ്റ്റേയിങ് ഓൺ യുവർ ലൈൻ. അവിടെ തന്നെ നിന്നുകൊണ്ട് മൂവിങ് ലെഫ്റ്റിലോട്ട് മാറിയിട്ടുണ്ട്. കാരണം ഇതിന്റെ സിമ്പിൾ ആൻസർ ആണ്. നമ്മൾ റൈറ്റിലോട്ട് മാറണം. അന്നേരം അവർ ലെഫ്റ്റിൽ കൂടെ കയറി പോയിക്കണം. ലെഫ്റ്റ് ലൈൻ ഫാസ്റ്റ് ലൈൻ ആണ്. ഓൺ ഇന്റർണൽ റോഡ് പറഞ്ഞ അകത്തുള്ള റോഡുകൾ എമർജൻസി വെഹിക്കിൾ മേക്ക് ദിയർ വേ ബിറ്റ്വീൻ വെഹിക്കിൾ. പറഞ്ഞ അകത്തുള്ള റോഡുകളൊക്കെ ആകുമ്പോൾ ഒരു സിറ്റിയുടെ അകത്തുള്ള റോഡൊക്കെ ആകുമ്പോൾ ഇടുങ്ങിയ റോഡുകളായിരിക്കും. അന്നേരം എമർജൻസി വെഹിക്കിൾ എപ്പോഴും റോഡിന്റെ നടുക്കൂടെ പോകാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ വഴി കൊടുക്കണം? പ്ലീസ് ഗീവ് വേ. നിങ്ങൾ ദയവായി അവർക്ക് വഴി കൊടുക്കണം. എങ്ങനെ? മൂവിങ് ടു ദ റൈറ്റ് ആൻഡ് ദെൻ ലെഫ്റ്റ്. ആദ്യമേ റൈറ്റിൽ പോകണം, പിന്നെ ലെഫ്റ്റിൽ പോകണം. ഇല്ല, മൂവിങ് ടു ദ ലെഫ്റ്റ് ഓർ റൈറ്റ്. ലെഫ്റ്റിലോ റൈറ്റിലോ നിങ്ങൾ മൂവ് ചെയ്തുകൊണ്ട് വഴി കൊടുക്കണം. അപ്പൊ അത് തന്നെയാണ് ആൻസർ. എങ്കിലും നമുക്ക് അവസാനം നോക്കാം. മൂവിങ് ടു ദ ലെഫ്റ്റ് ലൈൻ അല്ല, ലെഫ്റ്റിലോ റൈറ്റിലോ. ഓർ ഇവിടെ ആൻഡ് ആണ്. ഇവിടെ ഓർ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലോ റൈറ്റിലോ നമുക്ക് മൂവ് ചെയ്യാവുന്നതാണ്. ഇൻ കേസ് ഓഫ് കൺജഷൻ
കഞ്ചഷൻ എന്ന് പറഞ്ഞാൽ വളരെയധികം വണ്ടികളുണ്ട്, ലുക്ക് ഔട്ട് ഫോർ ദ എമർജൻസി വെഹിക്കിൾ. അന്നേരം ഒരു എമർജൻസി വെഹിക്കിൾ വരും, നിങ്ങൾ എന്ത് ചെയ്യണം? ദാറ്റ് വിൽ യൂസ് ദ റോഡ് ഷോൾഡർ. ഇഫ് എനി റോഡ് ഷോൾഡർ യൂസ് ചെയ്യും. ഓൺ യുവർ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ലെഫ്റ്റ് സൈഡ് റോഡിന്റെ യൂസ് ചെയ്യും. ഓൺ യുവർ റൈറ്റ് സൈഡ് ഓഫ് ദ റോഡ് അല്ല, റോഡിന്റെ ഷോൾഡർ ഏത് വഴി കൂടെ അത് പോകാൻ ചാൻസ് ഉണ്ട്. ഇഫ് ദ ട്രാഫിക് സിഗ്നൽ ഇസ് റെഡ്, സിഗ്നൽ റെഡ് ആണ്, എമർജൻസി വെഹിക്കിൾ മേ ക്രോസ്, എമർജൻസി വെഹിക്കിൾ ക്രോസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് പ്രൊസീഡ് ആഫ്റ്റർ എ ബ്രീഫ് സ്റ്റോപ്പ്, ഗിവ് വേ ബൈ. പറയാൻ നിങ്ങൾ പോവുകയാണ്, ഒരു എമർജൻസി വെഹിക്കിൾ നിങ്ങളുടെ ഫ്രണ്ടിൽ കൂടെ പോകുന്നു, പക്ഷേ റെഡ് സിഗ്നൽ, നിങ്ങൾ എന്ത് ചെയ്യണം? സ്റ്റേയിങ് ഓഫ് ഫ്രം ദ ഫാസ്റ്റ് ലൈൻ അൺലെസ് ഓവർടേക്കിംഗ്, ഫാസ്റ്റ് ലൈനിൽ നിന്ന് മാറി നിൽക്കണം. മൂവിംഗ് ടു ദ ലെഫ്റ്റ് ഓർ റൈറ്റ് വിത്തൗട്ട് ക്രോസിംഗ് ദ റെഡ് സിഗ്നൽ, അത് തന്നെയാണ് ആൻസർ. പറഞ്ഞാൽ നിങ്ങൾ ലെഫ്റ്റിലോ റൈറ്റിലോ മാറണം, പക്ഷെ റെഡ് സിഗ്നൽ ക്രോസ് ചെയ്യാനും പാടില്ല. അവിടുത്തെ നോക്കാം. മൂവിംഗ് ടു ദ ലെഫ്റ്റ് ഓർ റൈറ്റ് ആൻഡ് ക്രോസിംഗ് ദ റെഡ്, പറഞ്ഞാൽ ലെഫ്റ്റിലോ റൈറ്റിലോ പോകാം, എന്നിട്ട് റെഡ് സിഗ്നലും ക്രോസ് ചെയ്യണം. അല്ല, റെഡ് സിഗ്നൽ ക്രോസ് ചെയ്യാൻ പാടില്ല, പക്ഷെ നിങ്ങൾക്ക് വഴി കൊടുക്കുകയും വേണം. ഇഫ് എൻ എമർജൻസി വെഹിക്കിൾ ഇസ് ട്രൈങ് ടു ക്രോസ് എ റെഡ് സിഗ്നൽ, റെഡ് സിഗ്നൽ എമർജൻസി വെഹിക്കിൾ ക്രോസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, വാട്ട് ഷുഡ് അതർ വെഹിക്കിൾ വിത്ത് ഗ്രീൻ സിഗ്നൽ, അന്നേരം മറ്റ് ഗ്രീൻ സിഗ്നൽ ഉള്ള വണ്ടികൾ എന്ത് ചെയ്യണമെന്ന് അവർ ചോദിച്ചിരിക്കും. അന്നേരം ഫസ്റ്റ് ആൻസർ, വെഹിക്കിൾ ഫേസിംഗ് ഗ്രീൻ സിഗ്നൽ മസ്റ്റ് സ്റ്റോപ്പ് കംപ്ലീറ്റ്ലി ആൻഡ് വെയിറ്റ്. അവർ കംപ്ലീറ്റ്ലി ആയിട്ട് നിൽക്കണം, എന്നിട്ട് വെയിറ്റ് ചെയ്യണം ഈ എമർജൻസി വെഹിക്കിൾ പോകുന്നത് വരെ. വെഹിക്കിൾസ് ഫേസിംഗ് ഗ്രീൻ സിഗ്നൽ മസ്റ്റ് ഗിവ് വേ, തീർച്ചയായും വഴി കൊടുക്കണം. വെഹിക്കിൾ ഫേസിംഗ് ഗ്രീൻ സിഗ്നൽ മസ്റ്റ് പ്രൊസീഡ്, നമ്മൾ പോകണം. അന്നേരം ആൻസർ ഫസ്റ്റ് ആണ്. ഇഫ് യു ആർ ആൾറെഡി ഇൻസൈഡ് ദ റൗണ്ട് ബോർഡ്, നിങ്ങൾ റൗണ്ട് ബോർഡിന്റെ അകത്താണ്, ഹൗ ഷുഡ് യു ഡീൽ വിത്ത് എൻ എമർജൻസി വെഹിക്കിൾ? നിങ്ങൾ റൗണ്ട് ബോർഡിന്റെ അകത്താണ്, അന്നേരം കാണാൻ ഒരു എമർജൻസി വെഹിക്കിൾ വരുന്നു, ആംബുലൻസോ ഫയറിന്റെ വണ്ടി വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതായത് ഫസ്റ്റ് ആൻസർ, മൂവിംഗ് ടു ദ ലെഫ്റ്റ് ഓർ റൈറ്റ് വിത്തൗട്ട് ദ ക്രോസിംഗ് ദ റെഡ് സിഗ്നൽ. റെഡ് സിഗ്നൽ ഇവിടെ ഇല്ലല്ലോ, റൗണ്ട് ബോർഡ് അകത്തല്ലേ നിങ്ങൾ. അങ്ങനെ നോക്കാം, നമുക്ക് അടുത്ത ആൻസർ, സ്റ്റോപ്പ് ദെൻ എക്സിറ്റ് ദ റൗണ്ട് ബോർഡ് ആൻഡ് മൂവ് ടു ദ റൈറ്റ് ലൈൻ. പറഞ്ഞാൽ നിങ്ങൾ വണ്ടി നിർത്തണം, എന്നിട്ട് എക്സിറ്റ് ചെയ്യണം, എന്നിട്ട് റൈറ്റിലോട്ട് മാറണം. അതൊരു ആൻസർ ശരിയാവുന്നില്ല. അടുത്ത ആൻസർ നോക്കാം. കീപ് മൂവിംഗ്, പറഞ്ഞാൽ നിങ്ങൾ ആൾറെഡി റൗണ്ട് ബോർഡിനകത്താണ്, അന്നേരം കീപ് മൂവിംഗ്, നിങ്ങൾ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കണം. എക്സിറ്റ് ദ റൗണ്ട് ബോർഡ്, പറഞ്ഞാൽ റൗണ്ട് ബോർഡ് എക്സിറ്റ് ചെയ്തതിനു ശേഷം മൂവ് ടു ദ റൈറ്റ് ലൈൻ, എന്നിട്ട് റൈറ്റ് ലൈനിലോട്ട് മാറും. അപ്പൊ അതാണ് ആൻസർ. അറ്റ് റൗണ്ട് ബോർഡ്, റൗണ്ട് ബോർഡിൽ എമർജൻസി വെഹിക്കിൾ എൻട്രി കോഷ്യസ്ലി ദെൻ പ്രൊസീഡ്. റൗണ്ട് ബോർഡിൽ എമർജൻസി വെഹിക്കിൾ നോക്കി പോകുമ്പോൾ നിങ്ങൾ എങ്ങനെ വഴി കൊടുക്കണം? ഹെൽപ്പ് ഗിവ് വേ ബൈ, നിങ്ങൾ എങ്ങനെ വഴി കൊടുക്കാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്യും? സ്ലോലി എൻട്രിങ് ദ റൗണ്ട് ബോർഡ്, നിങ്ങൾ റൗണ്ട് ബോർഡിൽ പെതുക്കെ എൻറ്റർ ആയിക്കൊണ്ട്. നോട്ട് എൻട്രിങ് ദ റൗണ്ട് ബോർഡ്, നിങ്ങൾ റൗണ്ട് ബോർഡിൽ പോകാൻ അന്നേരം എൻറ്റർ ആവാനേ പാടില്ല എമർജൻസി വെഹിക്കിൾ വരുമ്പോൾ. സ്റ്റോപ്പിംഗ് ഇൻ ദ മിഡിൽ ഓഫ് ദ റൗണ്ട് ബോർഡ് നടുക്ക് നിൽക്കണം, അല്ലേ? നിങ്ങൾ റൗണ്ട് ബോർഡിൽ എൻറ്റർ ചെയ്യാൻ പാടില്ല, ആദ്യമേ അവർ പോയതിനു ശേഷം നിങ്ങൾ പോകണം. വൺസ് എൻ എമർജൻസി വെഹിക്കിൾ ഹാസ് പാസ്ഡ് യു, വാട്ട് ഇസ് ദ ബെസ്റ്റ് തിങ് ടു ഡു? ഒരു എമർജൻസി വെഹിക്കിൾ നിങ്ങളെ കടന്നു പോയി, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അവർ ചോദിക്കുന്നത്. ഫോളോ ആഫ്റ്റർ ഇറ്റ് യു ക്യാൻ അറൈവ് ഫാസ്റ്റ്, പറഞ്ഞാൽ നിങ്ങൾ അതിന്റെ പുറകിൽ തന്നെ വെച്ച് പിടിക്കണം വേഗത്തിൽ പോകാൻ വേണ്ടി. ഡു നോട്ട് ഫോളോ ദ എമർജൻസി, നിങ്ങൾ ഒരിക്കലും എമർജൻസി വെഹിക്കിളിന്റെ പുറകിൽ പോകാൻ പാടില്ല. മൂവ് ടു ദ ലെഫ്റ്റ്, ലെഫ്റ്റിലോട്ട് മാറണം. അപ്പൊ എന്താണ് ആൻസർ? ഡു നോട്ട് ഫോളോ ദ എമർജൻസി വെഹിക്കിൾ, പറഞ്ഞാൽ അതിന്റെ തൊട്ട് പുറകിൽ പോകാൻ പാടില്ല. നോട്ട് ഗിവിംഗ് വേ ടു കൺവോയ് യുവർ എമർജൻസി വെഹിക്കിൾ ക്യാൻ ലീഡ് ടു AED 3000 ഫൈൻ. ആൻഡ് പറഞ്ഞാൽ കൺവോയ് എന്ന് പറഞ്ഞ ഒരു ആർമി വണ്ടികൾ വരുന്നു, അല്ലെങ്കിൽ എമർജൻസി വെഹിക്കിൾ നിങ്ങൾ വഴി കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് 3000 dirhams ഫൈൻ കിട്ടും. അതിനുശേഷം എന്ത് പറ്റും നോക്കാം. 6 ബ്ലാക്ക് പോയിന്റ്, 10 ദിവസം വണ്ടി നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരേണ്ടി വരും. 20 ബ്ലാക്ക് പോയിന്റ്, അന്നേരം ആൻസർ ആണ് 6 ബ്ലാക്ക് പോയിന്റ്. ജസ്റ്റ് ബിഫോർ എൻട്രിങ് റൗണ്ട് ബോർഡ് ആൻഡ് എമർജൻസി വെഹിക്കിൾ അപ്രോച്ചസ്, നിങ്ങൾ റൗണ്ട് ബോർഡിൽ കയറാൻ തുടങ്ങുന്നു, അപ്പം കാണാൻ ഒരു എമർജൻസി വെഹിക്കിൾ. അന്നേരം നിങ്ങൾ വാട്ട് ഷുഡ് ഡു, നിങ്ങൾ എന്ത് ചെയ്യും? എൻറ്റർ ദ റൗണ്ട് ബോർഡ് സ്ലോലി, നിങ്ങൾ പതുക്കെ റൗണ്ട് ബോർഡിൽ എൻറ്റർ ചെയ്യണം. ഡു നോട്ട് ഫോളോ ദ എമർജൻസി വെഹിക്കിൾ, എമർജൻസി വെഹിക്കിളിന് പുറകിൽ പോകാൻ പാടില്ല. അലൗ ദ എമർജൻസി വെഹിക്കിൾ ടു എക്സിറ്റ് ദ റൗണ്ട് ബോർഡ്, പറഞ്ഞാൽ നിങ്ങൾ ആ എമർജൻസി വെഹിക്കിൾ എക്സിറ്റ് ആവുന്നത് വരെ നിങ്ങൾ അവർക്ക് വഴി കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ അനുവദിക്കും. അതാണ് ആൻസർ. വെൻ ഗിവിംഗ് വേ ടു എമർജൻസി വെഹിക്കിൾ ഇറ്റ് ഈസ്, നിങ്ങൾ എമർജൻസി വെഹിക്കിളിന് വഴി കൊടുക്കുമ്പോൾ ഫൈൻ ടു ക്രോസ് ദ റെഡ് സിഗ്നൽ, റെഡ് സിഗ്നൽ ക്രോസ് ചെയ്യാം എന്നാണ് പറയുന്നത് അവർ ഫസ്റ്റ് ആൻസറിൽ. അല്ല. അക്സെപ്റ്റബിൾ ടു യൂസ് ദ റോഡ് ഷോൾഡർ, നിങ്ങൾക്ക് റോഡ് ഷോൾഡർ ഉപയോഗിക്കാം. അല്ല. നോട്ട് അലൗഡ് ടു യൂസ് ദ റോഡ് ഷോൾഡർ, റോഡ് ഷോൾഡറുകൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. അവർക്ക് വഴി കൊടുക്കണം, പക്ഷെ മറ്റ് സിഗ്നൽ ക്രോസ് ചെയ്യുക, റോഡ് ഷോൾഡർ ഉപയോഗിക്കാൻ പാടില്ല. ആസ് എ പെഡിസ്റ്റേറിയൻ വാട്ട് ഷുഡ് യു ഡു ഇഫ് യു സീ ഓർ ഹിയർ ആൻ എമർജൻസി വെഹിക്കിൾ? ഇപ്പൊ നിങ്ങൾ ഒരു കാൽനട യാത്രക്കാരൻ, നിങ്ങൾ ഒരു പെഡിസ്റ്റേറിയൻ ആണ്, നിങ്ങളുടെ ഫ്രണ്ടിൽ കൂടെ ഒരു എമർജൻസി വെഹിക്കിൾ വരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? യു ക്യാൻ ക്വിക്ലി ക്രോസ് ദ പെഡിസ്റ്റേറിയൻ, എത്രയും പെട്ടെന്ന് നിങ്ങൾ പെഡിസ്റ്റേറിയൻ ക്രോസ് ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. യു ക്യാൻ സ്ലോലി വാക്ക് അക്രോസ് ദ പെഡിസ്റ്റേറിയൻ, നിങ്ങൾ പെതുക്കെ ഈ പെഡിസ്റ്റേറിയൻ ക്രോസിംഗ് നടന്നു പോകണം. ഡു നോട്ട് യൂസ് ദ പെഡിസ്റ്റേറിയൻ, ഒരു വണ്ടി അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഡു നോട്ട് യൂസ് ദ പെഡിസ്റ്റേറിയൻ ക്രോസിംഗ്, നിങ്ങൾ ഉപയോഗിക്കാനേ പാടില്ല, അവർ പോകാൻ അനുവദിക്കണം. UAE ട്രാഫിക് ലോ റിക്വയർസ് ദാറ്റ് വൈൽ അപ്രോച്ചിങ് എ പെഡിസ്റ്റേറിയൻ ക്രോസിംഗിൽ നിങ്ങൾ അടുത്തെത്തുമ്പോൾ യു മസ്റ്റ്, ആർക്കാണ് പ്രയോറിറ്റി? പെഡിസ്റ്റേറിയൻ. അപ്പൊ ആൻസർ നോക്കാം. സ്ലോ ഡൗൺ ഓർ സ്റ്റോപ്പ് ഇഫ് നെസസറി,
വേണ്ടി വന്നാൽ നിങ്ങൾ വണ്ടി പതുക്കെ പോകണം, എന്നിട്ട് വേണ്ടി വന്നാൽ നിങ്ങൾ വണ്ടി നിർത്തി അവർക്ക് വഴി കൊടുക്കണം. അപ്പൊ അത് തന്നെയാണ് ആൻസർ. എങ്കിലും നമുക്ക് അടുത്ത് നോക്കാം. യൂസ് ഹസാർഡ് ലൈറ്റ് പ്രോപ്പർലി, ഹസാർഡ് ലൈറ്റ് ആണ്. യൂസ് ഇൻഡിക്കേറ്റർ പ്രോപ്പർലി, ഇൻഡിക്കേറ്റർ ആണ്. അല്ല, അവർക്ക് വഴി കൊടുക്കണം. ഫ്ലാഷിംഗ് യെല്ലോ ലൈറ്റ്സ് ആർ സംടൈം യൂസ്ഡ് അറ്റ് പെഡിസ്ട്രിയൻ ക്രോസിംഗ്. ഇറ്റ് മീൻസ് പറഞ്ഞ യെല്ലോ ലൈറ്റ് ഇങ്ങനെ ഫ്ലാഷ് ചെയ്യുമോ നിങ്ങൾ ഈ പെഡിസ്ട്രിയൻ ക്രോസിന്റെ അടുത്ത് എത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ആൻഡ് ഗിവ് വേ, അവർക്ക് വണ്ടി നിർത്തി വഴി കൊടുക്കണം. പ്രൊസീഡ് വിത്ത് കോഷൻ ആൻഡ് ലുക്ക് ഔട്ട് ഫോർ ദ പെഡിസ്ട്രിയൻ. പറയാം, നിങ്ങൾ നോക്കി പതുക്കെ മുമ്പോട്ട് പോകണം, എന്നിട്ട് പെഡിസ്ട്രിയറിന് വേണ്ടി ലുക്ക് ഔട്ട് ചെയ്യണം, പറയാം, നോക്കണം. അപ്പൊ അത് തന്നെയാണ് ആൻസർ. ബിഫോർ മേക്കിംഗ് എ ടേൺ ഓർ ചേഞ്ചിങ് ലെയിൻ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു. പറഞ്ഞ ഒരു ലെയിൻ ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പിട്ടോ വളയുന്നതിന് മുമ്പിട്ടോ നിങ്ങൾ എന്ത് ചെയ്യണം? ടേക്ക് നോട്ട് ഓഫ് ദ വെഹിക്കിൾസ് പ്ലേറ്റ്. പറഞ്ഞ മറ്റു വണ്ടികളുടെ പ്ലേറ്റ് നമ്പർ നിങ്ങൾ നോട്ട് ചെയ്യണം. അത് ആൻസറേ അല്ല. ലീവ് എ സേഫ് ക്യാപ്പ് ഫ്രം ദ വെഹിക്കിൾ ബിഹൈൻഡ്. പുറകിലുള്ള വണ്ടിയിലായി നിങ്ങൾ സേഫ് ക്യാപ്പ് വേണം. സിഗ്നൽ യുവർ ഇന്റൻഷണൽ ഫോർ റീസണബിൾ ടൈം. അപ്പൊ അതാണ്, ലെയിൻ ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ വണ്ടി തിരിക്കണം, നിങ്ങൾ എന്ത് ചെയ്യണം? സിഗ്നൽ യുവർ ഇന്റൻഷൻ. പറഞ്ഞാൽ നിങ്ങൾ സിഗ്നൽ ഉണ്ടോ, ഇൻഡിക്കേറ്റർ ആണോ എന്ന് അവർ പറയുന്നത്. ബിഫോർ എൻറ്ററിങ് എ റൗണ്ട് അബൌട്ട്, റൗണ്ട് അബൌട്ടിൽ കയറുന്നതിന് മുമ്പിട്ട് വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു ഡിസൈഡ് വേർ ടു എക്സിറ്റ്. പറഞ്ഞ റൗണ്ട് അബൌട്ടിൽ കയറുന്നതിന് മുമ്പിട്ട് നിങ്ങൾ നേരത്തെ നിങ്ങളുടെ മനസ്സിൽ ഡിസൈഡ് ചെയ്യണം നിങ്ങൾ എവിടെ എക്സിറ്റ് ചെയ്യണമെന്ന്. എന്തിനു വേണ്ടിയാണ് അവർ ചോദിച്ചിരിക്കുന്നത്? സോ ദാറ്റ് യു ക്യാൻ ഹാവ് എ പ്രയോറിറ്റി അറ്റ് ദ എക്സിറ്റ്. പറഞ്ഞാൽ അതൊരു നിങ്ങൾക്കൊരു പ്രയോറിറ്റി കിട്ടാൻ വേണ്ടി അല്ല. സോ ദാറ്റ് യു ക്യാൻ ചൂസ് ദ കറക്റ്റ് ലെയിൻ ഓഫ് എൻട്രി. പറഞ്ഞാൽ നിങ്ങൾ അതുമൂലം നിങ്ങൾ കറക്റ്റ് ലെയിനിൽ എൻ്റർ ചെയ്യും, എക്സിറ്റ് ചെയ്യാനും സാധിക്കും. ബിക്കോസ് ലെയിൻ എക്സിറ്റ് ക്ലിയർലി ഡിഫൈൻ ദ ഡയറക്ഷൻ. ഡയറക്ഷൻ അങ്ങനെ ആയതുകൊണ്ട് അല്ല, നിങ്ങൾ നേരത്തെ നിങ്ങൾ കറക്റ്റ് ലെയിനിലെത്തി കറക്റ്റ് ലൈനിൽ തന്നെ എക്സിറ്റ് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇഫ് യു ആർ ഗോയിങ് എ സ്ട്രെയിറ്റ് ലൈൻ ആഫ്റ്റർ എക്സിറ്റിംഗ് എ 2-lane റൗണ്ട്, 2-lane റൗണ്ട് ബോട്ടിന് കയറിയതിനു ശേഷം നിങ്ങൾ എക്സിറ്റ് ചെയ്യുമ്പോൾ വിച്ച് ലെയിൻ ഷുഡ് യു എൻ്റർ ഫ്രം? നിങ്ങൾ ഏത് ലെയിൻ കയറണമെന്നാണ്? എൻ്റർ ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ് ലൈൻ, എൻ്റർ ഫ്രം ദ റൈറ്റ് ഹാൻഡ് ലൈൻ, എൻ്റർ ഫ്രം എനി ലൈൻ ദാറ്റ് ഇസ് ഫ്രീ. അല്ല, ലെഫ്റ്റ് ലൈനിൽ തന്നെ എൻ്റർ ചെയ്യണം. ഇൻ എൻ ഓപ്പൺ ഹൈവേ, ഒരു ഓപ്പൺ ഹൈവേയിൽ ഇറ്റ് ക്യാൻ ബി ഡേഞ്ചറസ് വെൻ ഓവർടേക്കിംഗ് എ ഹെവി ട്രക്ക് ഡ്യൂ ടു. ഒരു വലിയൊരു ഹൈവേ ആണ്, ഓപ്പൺ ഹൈവേ ആണ്. നിങ്ങൾ ഒരു ട്രക്കിനെ ഓവർടേക്ക് ചെയ്യുമ്പോൾ അതൊരു അപകടകാരിയാവാം. എങ്ങനെ? പ്രസൻസ് ഓഫ് റംബിൾ സ്ട്രിപ്സ്. റംബിൾ സ്ട്രിപ്സ് എന്ന് പറഞ്ഞാൽ റോഡിന്റെ ഈ മഞ്ഞ വരകൾ ഒക്കെ ഉണ്ട്, അതുണ്ടായതുകൊണ്ട്. സ്ട്രോങ് സൗണ്ട്സ് ഫ്രം ദ വെഹിക്കിൾ, വളരെയധികം സൗണ്ട് വരുന്നതുകൊണ്ട്. സ്ട്രോങ് വിൻഡ്സ്, കാറ്റ് അടിക്കുന്നതുകൊണ്ട്. അത് സത്യമാണ്. പറഞ്ഞാൽ നമ്മളൊരു ട്രക്കിന് ഓവർടേക്ക് ചെയ്യുമ്പോൾ എന്ത് വരും? അവിടെ നല്ല സ്ട്രോങ് കാറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട്, അതുമൂലം നമ്മുടെ വണ്ടി ഒന്ന് അനങ്ങാൻ ചാൻസ് ഉണ്ട്. അന്നേരം ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഈ ടോപ്പിക്കിന്റെ പേരാണ് ട്രാഫിക് സൈൻസ്. ഓക്കെ, വാട്ട് ഡസ് ദിസ് സൈൻ മീൻ? ഈ സൈൻ എന്താണ് ഉദ്ദേശിച്ചത്? 2-way ട്രാഫിക്, ഹോസ്പിറ്റൽ, ഇന്റർസെക്ഷൻ അഹെഡ്. ഇന്റർസെക്ഷൻ ആണ്. ചില ആൾക്കാർ ഹോസ്പിറ്റലിനെ കൊടുക്കാറുണ്ട്, ഹോസ്പിറ്റൽ ഒരിക്കലും കൊടുക്കില്ല. അത് എച്ച് എന്നുള്ള സൈനാണ്. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സിഗ്നൽ ആയിരിക്കും, ഇവിടുന്ന് വഴിയുണ്ട്, ഇവിടുന്ന് 4 വശത്തും വഴിയുണ്ട്. ഓക്കെ, these are used to indicate to road user action which they must take. നമ്മൾ തീർച്ചയായും ഇത് ചെയ്തിരിക്കണം. പറഞ്ഞാൽ ഈ ട്രാഫിക് സൈൻ കാണുമ്പോൾ നമുക്ക് തീർച്ചയായും ചെയ്യണം. തീർച്ചയായും ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത് എന്തോ? മാൻഡേറ്ററി. ദിസ് ഗ്രൂപ്പ് ഓഫ് സൈൻ അസൈൻ റൈറ്റ് വേ ഓഫ് പ്രയോറിറ്റി ഓർ ഡയറക്ഷൻ ഓഫ് ട്രാവൽ. പറഞ്ഞാൽ ഇത് നമുക്ക് പ്രയോറിറ്റി ആയിട്ട് ഈ സൈൻസിന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പ്രയോറിറ്റി പറഞ്ഞാൽ ആദ്യം ഇത് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷൻ അവർ പറയും. അതിനെന്തോ നമ്മൾ പറയുന്നത്? റെഗുലേറ്റർ സൈൻ എന്നാണോ, മാൻഡേറ്ററി സൈൻ എന്നാണോ, അതോ കൺട്രോൾ സൈൻ? അതിനെ പറയുന്നത് നമ്മൾ കൺട്രോൾസ്, നമ്മളെ കൺട്രോൾ ചെയ്യും. വിച്ച് ഗ്രൂപ്പ് ഓഫ് ട്രാഫിക് സൈൻ ടെൽസ് ഡ്രൈവേഴ്സ് ഓഫ് പ്രൊഹിബിറ്റഡ് ആക്ഷൻ? ചെയ്യാൻ പാടില്ല. വളരെ ഈസി, അതിനകത്ത് തന്നെ ആൻസർ ഉണ്ട്. പ്രൊഹിബിറ്റഡ്, പ്രൊഹിബിറ്ററി, കൺട്രോൾ, പ്രൊഹിബിറ്ററി, മാൻഡേറ്ററി. അതിന്റെ ആൻസർ ആണ് പ്രൊഹിബിറ്ററി. ദ റൗണ്ട് അബൌട്ട് ഷോസ് ലെഫ്റ്റ് ഡയറക്ഷൻ ഓഫ് ട്രാവൽ. ആർ യു അലൗഡ് ടു ടേൺ റൈറ്റ് ഹിയർ? യെസ്. പറഞ്ഞാൽ നമ്മൾ ലെഫ്റ്റിലോട്ടാണ് പോകുന്നത്. ഇവിടുത്തെ റൗണ്ട് അബൌട്ടിൽ നമ്മൾ കയറി ലെഫ്റ്റിലോട്ടാണ് യാത്ര ചെയ്യുന്നത്. റൈറ്റ് തിരിയാൻ പാടുണ്ടോ? യെസ്, നമുക്ക് തിരിയാം, ഒരു കുഴപ്പമില്ല. യു ആർ ഡ്രൈവിംഗ് എ ഫുള്ളി ലോഡഡ് SUV ആൻഡ് യു എൻകൗണ്ടർ ദിസ് സൈൻ. പറയാം, നിങ്ങളൊരു SUV ഓടിക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് ഈ സൈൻ കാണാൻ പറ്റും. വാട്ട് ഷുഡ് യു കൺസിഡർ ബിഫോർ ക്രോസിംഗ്? നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അവർ ചോദിച്ചിരിക്കുന്നത്. ഈ സൈനിന്റെ അർത്ഥം എന്താ? 5.5 ടൺ. ടി എന്ന് പറഞ്ഞാൽ ടണ്ണാണ്. അന്നേരം സ്വാഭാവികമായിട്ട് ഇതെന്താ ഉദ്ദേശിക്കുന്ന? അവർ വെയിറ്റിനെ കുറിച്ചാണ് ഉദ്ദേശിക്കുക. അത് നോക്കാം നമുക്ക്. ദ സ്പീഡ് ഓഫ് ദ വെഹിക്കിൾ അല്ല, ദ ഹൈറ്റ് ഓഫ് ദ വെഹിക്കിൾ അല്ല, ദ ഗ്രോസ് വെയിറ്റ് ഓഫ് ദ വെഹിക്കിൾ. അന്നേരം ആൻസർ വെയിറ്റ് ആണ്. എ സൈൻ ഇൻഡിക്കേറ്റിംഗ് ദ ലെയിൻ ഇസ് റിസർവ്ഡ് ഫോർ ബൈസൈക്കിൾ. വാട്ട് ഷുഡ് യു ഡു ടു അവോയ്ഡ് ഫൈൻ? ഇപ്പൊ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, അന്നേരം ഇത് റിസർവ്ഡ് ആണ്, ബൈസൈക്കിൾ. എന്റെ അർത്ഥം എന്താണ്? ബൈസൈക്കിൾ റിസർവ്, ഈ ലൈനിൽ റിസർവ് ആണ്. അത് നിങ്ങൾ ഫൈൻ കിട്ടാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യും? പ്രൊസീഡ് ഓൺ ദിസ് ലൈൻ വിത്ത് കോഷൻ. പറഞ്ഞാൽ നോക്കിക്കൊണ്ട് ഈ ലൈനിൽ തന്നെ തുടരണം. തെറ്റ ആൻസർ. സ്വിച്ച് ടു അനദർ ലൈൻ ഇമീഡിയറ്റ്ലി ആൻഡ് സേഫ്ലി. എത്രയും പെട്ടെന്ന് നിങ്ങൾ വേറെ ലൈനിലേക്ക്
മാറുകയും സുരക്ഷിതമായിട്ട് മാറണമെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ ഒരു ആൻസർ. എങ്കിലും അടുത്ത് വായിച്ചു നോക്കാം. സ്റ്റേ കാം, ഫോളോ ദ സൈക്ലിസ്റ്റ് ഓൺ ദ ലൈൻ. പറഞ്ഞാൽ നമുക്ക് കാമായിട്ട് സൈക്കിളിന്റെ പുറകെ പോകണം. അല്ല, അതിന്റെ ആൻസർ സെക്കൻഡ് ആണ്. വാട്ട് ഡസ് ദിസ് സൈൻ മീൻ? ഈ സൈനിന്റെ അർത്ഥം എന്താണ്? അതൊരു യു ടേൺ ആണ്, ട്രക്ക് പാടില്ല. അപ്പം ആൻസർ നമുക്ക് വായിച്ചു നോക്കാം. യു ടേൺ അഹെഡ് എക്സെപ്റ്റ് ഫോർ ഹെവി വെഹിക്കിൾ. അപ്പൊ അത് തന്നെ ആൻസർ. എങ്കിലും നമുക്ക് അടുത്ത ആൻസർ കൂടെ വായിച്ചു നോക്കാം. നോ എൻട്രി ഫോർ ഹെവി വെഹിക്കിൾ. അത് തെറ്റാണ്. ഹെവി വെഹിക്കിൾ ആർ അലൗഡ് ടു മേക്ക് യു ടേൺ. യു ടേൺ ചെയ്യാൻ പറ്റുമെന്ന് അല്ല. യു ടേൺ അഹെഡ് എക്സെപ്റ്റ് ഫോർ ഹെവി വെഹിക്കിൾ. വാട്ട് ഡസ് ദിസ് സൈൻ ഇൻഡിക്കേറ്റ്? ഈ സൈനിന്റെ അർത്ഥമാണ്, ഇതൊരു ട്രക്കാണ്, ആറെന്ന് എഴുതുന്നുണ്ട്, റിസർവ്. അങ്ങനെ നോക്കാം. ദിസ് റോഡ് ഈസ് റിസർവ് ഫോർ കൺസ്ട്രക്ഷൻ വെഹിക്കിൾ. അത് എന്താണ് ആൻസർ? ദിസ് റോഡ് ഈസ് റിസർവ് ഫോർ ബസ്. ബസ് എന്തായാലും അല്ല. ദിസ് റോഡ് ഈസ് റിസർവ് ഫോർ ട്രാം. അതുമല്ല. വളരെ സിമ്പിൾ. മൾട്ടിപ്പിൾ റെഗുലേറ്ററി ഹൈ വിസിബിലിറ്റി സൈൻ. പറഞ്ഞ ഈ സൈനുകൾ യു വിൽ ഫൈൻഡ് ദിസ് അറ്റ്. നിങ്ങൾ എവിടെ കാണപ്പെടുന്ന. അന്നേരം സ്വാഭാവികമായിട്ട് ഇവിടെ അറ്റൻഷൻ എന്ന് എഴുതുന്ന ടണലിന്റെ പടമാണ്. അന്നേരം സ്വാഭാവികമായിട്ട് നമുക്ക് എവിടെ കാണും നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ആൻസർ കിട്ടി കാണും. ദ ബിഗിനിങ് ഓഫ് ദ റോഡ്, റോഡിന്റെ ബിഗിനിങ്. പക്ഷേ ഇത് റോഡല്ല, ദ ഇന്റർസെക്ഷൻ, ഒരു ജംഗ്ഷന്റെ ഫ്രണ്ടിൽ അല്ല. എൻട്രൻസ് ഓഫ് ദ ടണൽ. ഇതിനകത്ത് തന്നെ ആൻസർ ഉണ്ട്. ടണലിന്റെ എൻട്രൻസ്. വാട്ട് ദിസ് സൈൻ? ഒരു ഗേറ്റ് ക്ലോസ്ഡ് ആണ്. പക്ഷെ ആൻസർ നമുക്ക് വായിക്കാം. എ റോഡ് മേ ബി എ പ്രൈവറ്റ് പ്രോപ്പർട്ടി. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആകാം. എ റോഡ് മേ ബി എ ക്ലോസ്ഡ് ബൈ എ ഗേറ്റ് അഹെഡ്. റോഡ് ഉണ്ട്, പക്ഷെ മുന്നിലായി ഗേറ്റ് അടച്ചിരിക്കുന്നു. റോഡ് മേ ബി എ ക്ലോസ്ഡ്. റോഡ് അടവാണ്, ഗേറ്റ് അടവാണ്. ഓക്കെ. യു ആർ ഡ്രൈവിംഗ് എ ഫുള്ളി ലോഡഡ് എസ് യു വി. നിങ്ങളൊരു എസ് യു വി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് യു എൻകൗണ്ടർ ദിസ് സൈൻ. നിങ്ങൾക്ക് ഈ സൈൻ കാണപ്പെട്ടു. നിങ്ങൾ എന്ത് ചെയ്യണം? എസ് യുടെ അർത്ഥം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. എസ് യു വി മോഡൽ വണ്ടികൾ എന്ന് പറഞ്ഞാൽ സ്പോർട്ട് യൂട്ടിലിറ്റീസ് വെഹിക്കിൾ, വലിയ വണ്ടികൾ. നിങ്ങൾ ഇതൊരു വിഡ്ത്തിനെ പറ്റിയാണ് സൂചിപ്പിക്കുന്നത്. വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ വീതി. അന്നേരം ആൻസർ സിമ്പിൾ ആണ്. വിഡ്ത്ത്. ഹൈറ്റ് അല്ല, ഹൈറ്റിന്റെ ഇതല്ല സൈൻ. ഗ്രോസ് വെയിറ്റ്, വെയിറ്റിന്റെ ടി എന്ന് കാണും, ടൺ. അപ്പം വിഡ്ത്ത് ഓഫ് ദ വെഹിക്കിൾ. അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ നൈബർഹുഡ്, നിങ്ങളൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ എത്തുന്നു. യു മേ എൻകൗണ്ടർ ദിസ് സൈൻ. അന്നേരം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സൈൻ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്വിച്ച് ഓൺ ദ ഹസാർഡ്. ഹസാർഡ് ലൈറ്റ് ആണോ? അല്ല. ലോവർ സ്പീഡ്, വാച്ച് ഔട്ട് ഫോർ ഹസാർഡ്. നിങ്ങളുടെ സ്പീഡ് കുറയ്ക്കുക, അപകടത്തിനെ നിങ്ങൾ നോക്കുക. ഹസാർഡ് എന്ന് പറഞ്ഞാൽ അപകടങ്ങൾ. വാച്ച് ഔട്ട് ഫോർ കിഡ്സ് പ്ലേയിങ് ഫുട്ബോൾ. ഫുട്ബോൾ കളിക്കുന്ന പിള്ളേരെ നോക്കുക. അല്ല, സെക്കൻഡ് ആണ് ആൻസർ. ദിസ് സൈൻ മീൻസ് ദാറ്റ്. ഈ സൈനിന്റെ അർത്ഥം എന്താണ്? ഇതൊരു പാർക്കിംഗ് സൈൻ ആണ്, പക്ഷെ ക്രോസ് ഇട്ടിട്ടുണ്ട്. നോ പാർക്കിംഗ്, അല്ലെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് പോകും, നല്ല ടോ ചെയ്തുകൊണ്ട് പോകുന്നുണ്ടോ. അത് നോക്കാം നമുക്ക്. പെയ്ഡ് പാർക്കിംഗ് സോൺ, തെറ്റ്. കാർ വിൽ ബി ടോഡ് ഫോർ ഇല്ലീഗൽ പാർക്കിംഗ്. ഇല്ലീഗൽ പാർക്കിംഗ് ചെയ്താൽ നിങ്ങളുടെ കാർ ടോ ചെയ്യും. ടോ ചെയ്യും എന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട് പോകും. നോ പാർക്കിംഗ് സോൺ. ഇപ്പം സെക്കൻഡ് ആണ് ആൻസർ. വാട്ട് ഇസ് ദിസ് സൈൻ മീൻ? ഓതറൈസ്ഡ് വെഹിക്കിൾസ് ഓൺലി. നോ എൻട്രി ഫോർ ഓൾ ദ വെഹിക്കിൾ. നോ എൻട്രി ഫോർ മോട്ടോർ സൈക്കിൾ. അന്നേരം ഓതറൈസ്ഡ് വെഹിക്കിൾ പറഞ്ഞാൽ വേറെ വണ്ടികളോട് പാടില്ല. ഓതറൈസ് ഇവിടെ വരാൻ പറ്റുന്ന ഓതറൈസ്ഡ് വെഹിക്കിളിനെ പാടുള്ളൂ. വിച്ച് ടൈപ്പ് ഓഫ് വെഹിക്കിൾ ഇസ് പ്രൊഹിബിറ്റഡ് ബൈ? ഏത് ടൈപ്പ് ഓഫ് വണ്ടിയാണ് ഇവിടെ പ്രൊഹിബിറ്റഡ്? മോട്ടോർ സൈക്കിൾ പാടില്ല. എന്നിട്ട് നോക്കാം. ബൈസൈക്കിൾ, മോട്ടോർ സൈക്കിൾ, സ്കൂട്ടർ. മോട്ടോർ സൈക്കിൾ. വാട്ട് ഇസ് ദിസ് മീനിങ് ഓഫ് ദിസ് സൈൻ? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദിസ് സൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബസ് പാടില്ല. നോ എൻട്രി ഫോർ ട്രാം, നോ എൻട്രി ഫോർ ട്രക്ക്, നോ എൻട്രി ഫോർ ബസ്. ബസ് പാടില്ല. വാട്ട് ഇസ് ദിസ് സൈൻ? 3 6 നോക്കാം നമുക്ക്. ദിസ് ലെയിൻ ഇസ് റിസർവ് ഫോർ ഹൈ ഓക്യുപ്പൻസി വെഹിക്കിൾ. ഓൺലി 3 വെഹിക്കിൾ മേ എൻറ്റർ ദ ലെയിൻ at a time. There are 3 lanes on this road. First answer, the lane is reserved for high occupancy vehicle. This sign indicates that lane is reserved for cycle. Reserve. P അല്ല, parking എന്ന് പറയുമ്പോൾ P. ഇതുമല്ല. അന്നേരം R for cycle. Reserve. Select the sign which indicates that the cyclist must get off their bicycle. പറഞ്ഞ ആ സൈക്കിൾ ഓടിക്കാൻ പാടില്ല, നിങ്ങൾ സൈക്കിളിൽ നിന്ന് താഴെ ഇറങ്ങി പോകണം. അപ്പം ഇത് തന്നെ ആയിരിക്കും ആൻസർ. സൈക്കിൾ മസ്റ്റ് ഗെറ്റ് ഓഫ് ദ. പറഞ്ഞാൽ സൈക്കിൾ പാടില്ല, നിങ്ങൾ സൈക്കിൾ നടന്നു പോകാൻ പറ്റും, സൈക്കിൾ വലിച്ചോണ്ട്. ഓക്കെ. ഈ സൈനിന്റെ അർത്ഥം എന്താണ്? പി സൈക്കിൾ. പാർക്കിംഗ് ഫോർ സൈക്കിൾ. നോക്കാം നമുക്ക്. ലെയിൻ റിസർവ് ഫോർ ബൈസൈക്കിൾ. പാർക്കിംഗ് ഫോർ ബൈസൈക്കിൾ. സൈക്കിൾ മസ്റ്റ് ഡിസ്പോണ്ട് ഫ്രം ദ ബൈക്സ്. പാർക്കിംഗ് ഫോർ ബൈസൈക്കിൾ. ഇതിന്റെ അർത്ഥം എന്താ? പാർക്കിംഗും ഉണ്ട്, ഒരു ഇലക്ട്രിക്കിന്റെ ഒരു വയറും കാണും. അതിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് ഇലക്ട്രിക് കാർ ചാർജിങ് ഉള്ളി. അപ്പൊ നമുക്ക് നോക്കാം. പാർക്കിംഗ് ഫോർ ഇലക്ട്രിക് കാർ, പാർക്കിംഗ് ഫോർ ബൈസൈക്കിൾ, ഇലക്ട്രിക് കാർ ചാർജിങ് ഉള്ളി. ചാർജ് ചെയ്യാൻ വേണ്ടി മാത്രം ഇവിടെ പാർക്കിംഗ് ഉപയോഗിക്കുക. ഓക്കെ. ദിസ് സൈൻ ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് സ്ലോ മൂവിംഗ് വെഹിക്കിൾ ദാറ്റ് ആർ ഗോയിങ് അപ്പ് ഹിൽ. പറഞ്ഞാൽ കയറ്റം കയറുകയാണ്, ഇറങ്ങുകയല്ല, കയറുകയാണ്. സിമ്പിൾ ആൻസർ. അതുകൊണ്ട് കയറുക, ഇത് ഇറങ്ങുക. ഓക്കെ. ഇപ്പം ഫസ്റ്റ് ആണ്. വിച്ച് വേ സൈൻ വാൺസ് ഓഫ് റെയിൽവേ ക്രോസിംഗ് അഹെഡ്? മുന്നിലായി റെയിൽവേ ക്രോസിംഗ് ഉണ്ട്. അന്നേരം ഇത് നോക്കുമ്പോൾ ഇത് തന്നെ സെക്കൻഡ് ആൻസർ ഇതാണ്. വാട്ട് ഈസ് എ പ്രോപ്പർ ബിഹേവിയർ വെൻ യു എൻകൗണ്ടർ ദിസ് സൈൻ? നിങ്ങൾ ഈ സൈൻ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? 40 വരെ നമ്മൾ വണ്ടി ഓടിക്കാം. പിള്ളേരെയും കാണുന്നുണ്ട്, 100 മീറ്ററിൽ പിള്ളേർ. അന്നേരം എന്താണ് ചെയ്യാൻ? എക്സ്ട്രീം കോഷൻ ലിമിറ്റ് അഹെഡ് ഓഫ് 40 കിലോമീറ്റർ. പറഞ്ഞാൽ നിങ്ങൾ വളരെയധികം നോക്കി പോകണം. 40 കിലോമീറ്റർ സ്പീഡേ ഉള്ളൂ. ചിൽഡ്രൻ ക്രോസിംഗ്, ആൾക്കാർ ക്രോസ് ചെയ്യണം, പിള്ളേർ. സ്പീഡ് ലിമിറ്റ് ഇസ് മാക്സിമം 40 കിലോമീറ്റർ.
അന്നേരം നമുക്ക് യോഗ്യമായ ആൻസർ ഇതാണ്. സ്ട്രീം ക്വസ്റ്റ്യൻ ലിമിറ്റഡ്. വാട്ട് ഡു ദിസ് സൈൻ മീൻ? 2 lanes ഓപ്പൺ, സ്ലോ ഡൗൺ, ദർ ഇസ് നോ എൻട്രി ഹിയർ, ഡെഡ് ആൻഡ് ഷെവറൺ. ഡെഡ് ആൻഡ് പറഞ്ഞാൽ മുന്നിലായിട്ട് റോഡുകൾ ഇല്ല. വാട്ട് ഡു ദിസ് സൈൻ മീൻ? അന്നേരം ഇതിനകത്ത് കൺഫ്യൂഷൻ ആവാനുണ്ട്. എൻഡ് ഓഫ് ദ ടണൽ, ടണൽ അവസാനിക്കുന്നു. നോ എൻട്രി ഓൺ ദിസ് ടണൽ, എൻട്രി പാടില്ല. ദിസ് ലെയിൻ ഈസ് ക്ലോസ്. എൻഡ് ഓഫ് ദ ടണൽ, നോ എൻട്രി വരുമ്പോൾ നോ എൻട്രിയുടെ ബോർഡ് മുന്നത്. അന്നേരം ഫസ്റ്റ് ആണ് ആൻസർ. ദിസ് ഈസ് ടണൽ അഹെഡ്, വാട്ട് ഈസ് റിക്വയർഡ് ഫ്രം ദ ഡ്രൈവർ ബിഫോർ എൻട്രിങ്? ടണലിന് നമ്മൾ കയറുന്നതിന് മുമ്പിട്ട് ഒരു ഡ്രൈവർ എന്ത് ചെയ്യണം? ഹോൺ അടിക്കണം. സ്വിച്ച് ഓൺ ദ ഹൈ ബീം ലൈറ്റ്, ഹൈ ബീം ലൈറ്റ് കാണും. സ്വിച്ച് ഓൺ ദ ലോ ബീം ലൈറ്റ്, ലോ ബീം ലൈറ്റ് കാണും. അതാണ് ആൻസർ, ലോ ബീം ലൈറ്റ് ആണ്. ദർ ഇസ് വാർണിംഗ് ഓഫ് സാൻഡ് ഡ്യൂൺസ് അഹെഡ്. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സാൻഡ് ഡ്യൂൺസ് ഉണ്ട്. വാട്ട് കുഡ് ബി ദ പൊട്ടൻഷ്യൽ പ്രോബ്ലം? എന്തായിരിക്കും പൊട്ടൻഷ്യൽ പ്രോബ്ലം? സാൻഡ് ഡ്യൂൺസ് എന്ന് പറഞ്ഞാൽ ഈ മണൽ ഉണ്ട് മുന്നിൽ. ടയർസ് നീഡ് ബി ഡിഫ്ലേറ്റഡ്, ടയറിൽ നിന്ന് കാറ്റഴിച്ചു പോകണം. ടയർ ഗ്രിപ്പ് ഓൺ ദ റോഡ് മേ ബി എഫക്റ്റഡ്, റോഡിൽ നിന്ന് ഗ്രിപ്പ്, ടയറിന്റെ ഗ്രിപ്പ് എഫക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ദർ മേ ബി വിസിബിലിറ്റി പ്രോബ്ലം, കണ്ണ് കാണാൻ പാടില്ല. ടയറിന്റെ ഗ്രിപ്പ് എന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ മണൽ വരുമ്പോൾ നമ്മുടെ ടയർ സ്ലിപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. ഇഫ് ദർ ഇസ് എ ക്രോസ് വിൻസ് അഹെഡ്, ദിസ് മേ എഫക്ട് ദ. ഇതിന്റെ അർത്ഥം എന്താണ്? ക്രോസ് വിൻസ്, കാറ്റ് പറക്കുന്ന ഡയറക്ഷനെ പറ്റിയാണ്. ഇത് വെച്ച് നിങ്ങൾ എന്ത് എഫക്റ്റ് ആവാം? വണ്ടി ബ്രേക്കിംഗ് സിസ്റ്റം എഫക്റ്റ് ആവാം, ടയർ പ്രഷർ, ടയറിന്റെ കാറ്റ് എഫക്റ്റ് ആവാം, സ്റ്റെബിലിറ്റിക്ക് പറഞ്ഞാൽ കാറ്റ് കൂടുതലുണ്ടെങ്കിൽ വണ്ടി ഒന്ന് അനങ്ങി കുലുങ്ങിയൊക്കെ ചെയ്യും. അന്നേരം സ്റ്റെബിലിറ്റി ഈ വണ്ടിയുടെ എഫക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ദിസ് വാർണിംഗ് സൈൻസ് വാണ്ട്സ് ദ ഡ്രൈവർ ടു ചെക്ക് ആൻഡ് ബി അവെയർ ഓഫ് ദ. ഈ സൈൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നോക്കുക, ഇതൊരു വീതിയെ കുറിച്ചാണ് പറയുന്നത്. 15 മീറ്റർ ഒരു വണ്ടിയും കൊടുത്തിട്ടുണ്ട്. അന്നേരം ഇതിന്റെ ആൻസർ മാക്സിമം ലെങ്ത് ഓഫ് ദിയർ വെഹിക്കിൾ, വണ്ടിയുടെ ലെന്തിനെ കുറിച്ചാണ്. മാക്സിമം വിഡ്ത്ത് ഓഫ് ദിയർ വെഹിക്കിൾ, വണ്ടിയുടെ വീതിയെ കുറിച്ചാണ്. മാക്സിമം വെയിറ്റ് ഓഫ് ദിയർ വെഹിക്കിൾ, വണ്ടിയുടെ വെയിറ്റിനെ കുറിച്ചാണ്. അന്നേരം ഇതിന്റെ ആൻസർ മാക്സിമം ലെങ്ത് ഓഫ് ദിയർ വെഹിക്കിൾ, വണ്ടിയുടെ നീളത്തിനെ കുറിച്ചാണ് അത് പറയുന്നത്. ദിസ് വാർണിംഗ് സൈൻസ് വാണ്ട്സ് ദ ഡ്രൈവർ ടു ചെക്ക് ആൻഡ് അവെയർ ഓഫ് ദ. അന്നേരം ഈ സൈൻ നിങ്ങൾ കാണുവാണെങ്കിൽ, നിങ്ങളുടെ ഡ്രൈവർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം? മാക്സിമം വെയിറ്റ് എന്തായാലും ആൻസർ ആവാൻ വഴിയില്ല. മാക്സിമം ലെങ്ത് ഓഫ് ദിയർ വെഹിക്കിൾ, ലെന്ത്, പക്ഷെ ലെന്ത് എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ചിഹ്നം കൂടെ കാണും. അന്നേരം മാക്സിമം വിഡ്ത്ത് ഓഫ് ദിയർ വെഹിക്കിൾ പറഞ്ഞ ഒരു വണ്ടിയുടെ വിഡ്ത്ത് ആണ് ഉദ്ദേശിക്കുന്നത്, വീതി 2 മീറ്റർ. ഇഫ് ദ വെഹിക്കിൾസ് യു ആർ ഡ്രൈവിംഗ് എക്സീഡ് 10 tons in weight പറഞ്ഞാൽ 10 ടണ്ണിൽ കൂടുതൽ പാടില്ലെന്ന ഇതിന്റെ ചിഹ്നം അർത്ഥമാക്കുന്നത്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? അലൗഡ് ടു എൻറ്റർ ദിസ് റോഡ്, നിങ്ങൾ ഈ റോഡിൽ പോകാൻ പറ്റും. നോട്ട് അലൗഡ് ടു എൻറ്റർ ദിസ്, ഈ റോഡിൽ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. നോട്ട് അലൗഡ് ടു പാർക്ക് ചെയ്യാം, നോട്ട് അലൗഡ് ടു എൻറ്റർ ദിസ് റോഡ്, എൻറ്റർ ചെയ്യാൻ പാടില്ല. ഈ സൈനിന്റെ അർത്ഥം ഉദ്ദേശിക്കുന്നത് സാൻഡ് ഡ്യൂൺസ്. എന്തായിരിക്കും? ഏതാണെന്ന് നോക്കാം. ഇതിന്റെ അർത്ഥം എന്താണ്? വിൻഡ്, കാറ്റിനെ പറ്റി പറയുന്നതാണ്. ഇത് സാൻഡ്, മണൽ തരികളെ പറ്റി പറയുന്നതാണ്. ഇത് റെയിൽവേ ക്രോസിംഗ് ഇന്ന് ലെഫ്റ്റ് സൈഡിലുള്ളതാണ്. വാട്ട് ദിസ് സൈൻ മീൻ? ക്രോസ് വിൻഡ്സ് അഹെഡ്, ആനിമൽ ക്രോസിംഗ് അഹെഡ്, ലോ ഫ്ലൈങ് എയർക്രാഫ്റ്റ്. ഇതിന്റെ അർത്ഥം ക്രോസ് വിൻഡ് അഹെഡ്. ഓക്കെ, നമുക്ക് ഇത് ദുബായ് പോലീസിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദുബായ് പോലീസ് ആപ്പ് ഉപയോഗിച്ചാൽ നമുക്ക് ഈ സർവീസ് ആക്സസ് ചെയ്യാൻ പറ്റുമെന്നാണ് ക്വസ്റ്റ്യൻ. എന്ത്? പേ വിസ ഫീസ് അടയ്ക്കാൻ അല്ല. വിസ ഫീസ് എന്നൊക്കെ പറയുന്നത് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ആയിരിക്കും. അല്ല. പേ ട്രാഫിക് ഫൈൻസ്, പേ മെഡിക്കൽ സർവീസ്. എന്തായാലും നമുക്ക് അറിയാം എന്റെ ആൻസർ. ദുബായ് പോലീസ് ആപ്പ് വഴി എന്ത് ചെയ്യാം? ട്രാഫിക് ഫൈൻ നമുക്ക് അടയ്ക്കാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് യു ആർ ട്രൈങ് ടു റിപ്പോർട്ട് എ ട്രാഫിക് ആക്സിഡന്റ് യൂസിംഗ് ദുബായ് പോലീസ് ആപ്പ്, വാട്ട് സേഫ്റ്റി മെസ്സേജ് യു വിൽ സീ ഇൻ ദ ആപ്പ്? ഇപ്പൊ നമ്മൾ ദുബായ് പോലീസ് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തിനാ നമ്മൾ ഉപയോഗിക്കുന്ന ദുബായ് പോലീസ് ആപ്പ്? നമ്മൾ ആക്സിഡന്റ്, മൈനർ ആക്സിഡന്റ്സ് വരുമ്പോൾ ഉപയോഗിക്കും. അന്നേരം അത് ഉപയോഗിക്കുമ്പോൾ എന്ത് സേഫ്റ്റി മെസ്സേജ് ആയിരിക്കും നിങ്ങൾക്ക് ആപ്പിൽ കാണാൻ സാധിക്കുന്നത്? മൂവ് ടു സേഫ് ലൊക്കേഷൻ, ഡു നോട്ട് ഒബ്സ്ട്രക്ട് ട്രാഫിക്. പറഞ്ഞാൽ സേഫ് ആയിട്ട് ഒരു ലൊക്കേഷനിലോട്ട് പോവുക, ട്രാഫിക് ഒബ്സ്ട്രക്ട് ചെയ്യാൻ പാടില്ല. ഡ്രൈവ് സേഫ്ലി എവറി ടൈം, എല്ലായ്പ്പോഴും സേഫ് ആയിട്ട് വണ്ടി ഓടിക്കണം. ബക്കിൾ അപ്പ് ഓൾവേസ്, എപ്പോഴും സീറ്റ് ബെൽറ്റ് ആണ്. അന്നേരം ഏറ്റവും സിമ്പിൾ ആൻസർ ആണ് മൂവ് ടു സേഫ് ലൊക്കേഷൻ. പറഞ്ഞാൽ സേഫ് ആയിട്ട് ലൊക്കേഷനിൽ പോവുക. ഡു നോട്ട് ഒബ്സ്ട്രക്ട് ദ ട്രാഫിക്, ട്രാഫിക്കിൽ തടസ്സം ഉണ്ടാക്കരുത്. വാട്ട് ടൈപ്പ് ഓഫ് ട്രാഫിക് ആക്സിഡന്റ് ക്യാൻ യു റിപ്പോർട്ട് യൂസിംഗ് ദുബായ് പോലീസ്? ദുബായ് പോലീസ് ആപ്പ് ഉപയോഗിച്ച് നമുക്ക് എന്ത് തരം ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും? ഇഞ്ചുറി ആക്സിഡന്റ് പറഞ്ഞാൽ മുറിവുള്ള ആക്സിഡന്റ്സ്, അത് പറ്റത്തില്ല, ആംബുലൻസ് വിളിച്ചേ പറ്റൂ. മേജർ ആക്സിഡന്റ് പറ്റത്തില്ല. മൈനർ ആക്സിഡന്റ്, മൈനർ എന്ന് പറഞ്ഞാൽ വളരെ പോറലോ തട്ടലോ മുട്ടലോ ചെറുതായിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ദുബായ് പോലീസ് ആപ്പ് വെച്ച് ചെയ്യാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദിസ് ഫീച്ചർ ഓഫ് ദ ദുബായ് പോലീസ് ഈസ് മെന്റ് ടു കണക്ട് യൂസേഴ്സ് ടു ദ ദുബായ് പോലീസ് ക്വിക്ലി. പറഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ, ഈ ആപ്ലിക്കേഷനകത്ത് ഇതുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ദുബായ് പോലീസായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. എന്തായിരിക്കും? SOS ബട്ടൺ, ഇ ക്രൈം, ഹോം സെക്യൂരിറ്റി. എന്റെ സിമ്പിൾ ആൻസർ ആണ് SOS ബട്ടൺ. റിപ്പോർട്ടിംഗ് എ ട്രാഫിക് ആക്സിഡന്റ് യൂസിംഗ് ദുബായ് പോലീസ് ആപ്പ് റിക്വേർഡ്സ് പിക്ചർ. പറഞ്ഞാൽ നമ്മൾ ദുബായ് പോലീസ് ആപ്പ് വഴി നമ്മൾ ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പിക്ചർ ആവശ്യമുണ്ട്. വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് പിക്ചേഴ്സ് അലൗഡ്? എത്ര പിക്ചർ നമുക്ക് പിക്ചർ അല്ലെങ്കിൽ ഫോട്ടോസ് അലൗഡ് ആണ്? എന്റെ സിമ്പിൾ ആൻസർ 4, 4 പിക്ചർ. വെൻ റിപ്പോർട്ടിംഗ് എ ട്രാഫിക് ആക്സിഡന്റ് യൂസിംഗ് ദുബായ് പോലീസ് ആപ്പ്, വിച്ച് 3 ഇൻഫർമേഷൻ ഇருக்கு? ദുബായ് പോലീസ് വഴി നമ്മൾ ട്രാഫിക് ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ 3 ഇൻഫർമേഷൻ നമുക്ക് തീർച്ചയായും വേണം. എന്തൊക്കെയായിരിക്കും? ഇൻജേർഡ് പാസഞ്ചർ, മൊബൈൽ നമ്പർ, ലയബിൾ വെഹിക്കിൾ. ഇൻജേർഡ് പാസഞ്ചർ കാണുമ്പോഴേ നമുക്ക്
ആൻസർ കൊടുക്കല്ലേ. വെഹിക്കിൾ പ്ലേറ്റ് നമ്പർ, ലൈസൻസ് നമ്പർ, പിക്ചർ ഓഫ് ഡാമേജ്. ഇത് തന്നെ ആൻസർ, എങ്കിലും അടുത്തേം കൂടെ വായിച്ചു നോക്കാം. പിക്ചർ ഓഫ് ഡാമേജസ്, ഇമെയിൽ അഡ്രസ്, വെഹിക്കിൾ പ്ലേറ്റ് നമ്പർ. ഇമെയിൽ അഡ്രസ് അങ്ങനെ ചോദിക്കാറില്ല, ചിലപ്പം ചോദിക്കാറുണ്ട്, പക്ഷേ ഇതാണ് ഏറ്റവും യോഗ്യമായ ആൻസർ. വെഹിക്കിൾ പ്ലേറ്റ് നമ്പർ, ലൈസൻസ് നമ്പർ, പിക്ചർ ഓഫ്. യൂസിംഗ് ദുബായ് പോലീസ് ആപ്പ്, ഫൈൻഡ് ദ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ വെയർ. നമ്മൾ ദുബായ് പോലീസ് ആപ്പ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അടുത്തുള്ള പോലീസ് സ്റ്റേഷനെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? മൈ മാപ്പ്, ഗൂഗിൾ മാപ്പ്, ദുബായ് മാപ്പ്. എന്തായാലും ദുബായ് മാപ്പും ഗൂഗിൾ മാപ്പും അല്ല, മൈ മാപ്പ്. ദുബായ് പോലീസ് ആപ്പ് പ്രൊവൈഡ്സ് വോയിസ് അലർട്ട് ഫോർ നിയർ ബൈ ആക്സിഡന്റ് ടു ഹെൽപ്പ് അവോയ്ഡ് ഹസാർഡ് വിത്ത്. പറയാം, ദുബായ് പോലീസ് ഇതിനകത്തൊരു വോയിസ് അലർട്ട് ഉണ്ട്. അന്നേരം അടുത്തുള്ള ആക്സിഡന്റ് ഒക്കെ വരുവാണെങ്കിൽ ഇത് നമുക്ക് അലർട്ട് തരും. അതിന്റെ പേരെന്തോന്നാ ചോദിച്ചിരിക്കുന്നത്? മൈ മാപ്പ് ഡ്രൈവ് മോഡ് പോലീസായി. അതിന്റെ ആൻസർ ആണ് ഡ്രൈവ് മോഡ്. ഡ്രൈവ് മോഡിൽ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും. യു വാണ്ട് ടു റിപ്പോർട്ട് എ സസ്പീഷ്യസ് ആക്ടിവിറ്റി, വിച്ച് ഫീച്ചർ ഓഫ് ദുബായ് പോലീസ് അലൗസ് ടു ഡു. ഇപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് ഇല്ലീഗൽ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഈ ദുബായ് പോലീസിന്റെ ഫ്യൂച്ചർ വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്താണ്? പോലീസായി, പോലീസ് സ്റ്റേഷൻ മോഡ്, സ്കാൻ പ്ലേറ്റ്. അതിന്റെ ആൻസർ ആണ് പോലീസ് ഐ. അത് ഒരു ഓപ്ഷൻ ഉണ്ട് ദുബായ് പോലീസ്. അതുവഴി നമുക്ക് എന്തെങ്കിലും ഒരു സസ്പീഷ്യസോ ഇല്ലീഗൽ ആക്ടിവിറ്റി നിങ്ങൾ നിങ്ങളുടെ കണ്ണും കൊണ്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ദ സ്മാർട്ട് ക്യാമറ ഓഫ് ദുബായ് പോലീസ് ആപ്പ് ഈസ് ആൻ ഓൾ ഇൻ വൺ റിപ്പോർട്ടിംഗ് ടൂൾ ഫോർ വെഹിക്കിൾ ഒബ്സ്ട്രക്ഷൻ, പോലീസ് ഐ ആൻഡ്. ഇതൊരു ദുബായ് പോലീസ് ആപ്പിനകത്ത് ഒരു സ്മാർട്ട് ക്യാമറ ഉണ്ട്. അതിന്റെ പേര് എന്തുവാന്നാ ചോദിച്ചിരിക്കുന്ന അവര് വി ഓർ ആൾ പോലീസ്, സി റെസ്ക്യൂ, പോലീസ് സ്റ്റേഷൻ മോഡ്. എന്നാലും വി ഓർ ആൾ പോലീസ്, നമ്മളെല്ലാവരും പോലീസാണ്. ഇത് മുഖേന അവർ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ച് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ടു എൻക്വയർ അബൌട്ട് ദ ട്രാഫിക് ഫൈൻ യൂസിംഗ് ദുബായ് പോലീസ് ആപ്പ്, യു മേ യൂസ് ദ പ്ലേറ്റ് നമ്പർ, TC നമ്പർ, ലൈസൻസ് ആൻഡ്. എന്ത് വേണം പറഞ്ഞാൽ നമുക്ക് ഒരു ട്രാഫിക് ഫൈനിനെ കുറിച്ച് അറിയണം. അന്നേരം തീർച്ചയായും ടിക്കറ്റ് നമ്പർ വേണം. വെഹിക്കിൾ ID നമ്പറിന്റെ ആവശ്യമില്ല, മക്കാനി നമ്പർ ആവശ്യമില്ല. ടിക്കറ്റ് നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് കിട്ടും. യൂസ് ദ ഡ്രൈവ് മോഡ് ഫീച്ചർ ഓഫ് ദുബായ് പോലീസ് ആപ്പ് ടു ഡ്രൈവ് സ്മാർട്ട് ബൈ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഡ്രൈവ് മോഡ് ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്താൽ നമുക്ക് പോലീസിന്റെ അലർട്ട് കിട്ടും. അന്നേരം സിമ്പിൾ ആൻസർ, നോയിങ് ദ ലൊക്കേഷൻ ഓഫ് ഓൾ പോലീസ് സ്റ്റേഷൻ അല്ല, റിപ്പോർട്ടിംഗ് ഓൾ ട്രാഫിക് അല്ല, നോയിങ് വാട്ട്സ് ഹാപ്പനിങ്സ് ഓൺ ദ റോഡ്. എന്ത് റോഡിൽ എന്തൊക്കെ സംഭവിക്കുന്നു, ആക്സിഡന്റ് സംഭവിക്കുന്നു, അതിനെപ്പറ്റി അറിയാൻ വേണ്ടിയാണ്. ദ ടൈം യു ലുക്ക് ഫോർ എ നെയിം ടു കോൾ ഇൻ യുവർ മൊബൈൽ ഫോൺ. നമ്മൾ മൊബൈൽ ഫോണിൽ എന്തെങ്കിലും കോൾ വരും, ആ സമയം നമ്മൾ താഴോട്ട് നോക്കും. മൊബൈൽ ഫോണിലോട്ട് നോക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് അവർ ചോദിക്കുന്നത്. സിമ്പിൾ ആൻസർ, മേ റിസൾട്ട് സീരിയസ് ക്രാഷ്. നമുക്ക് ക്രാഷ്, ആക്സിഡന്റ് പറ്റാൻ ചാൻസ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ദ 5 കാറ്റഗറീസ്. പറഞ്ഞ ദുബായ് പോലീസ് ആപ്പിനകത്ത് 5 സർവീസുകളുണ്ട്, 5 സർവീസ് ഉണ്ട്. എന്തൊക്കെയാ? കമ്മ്യൂണിറ്റി, സർട്ടിഫിക്കറ്റ്സ് ആൻഡ് പെർമിറ്റ്, ട്രാഫിക്, ക്രിമിനൽ ആൻഡ് എന്തുണ്ട്? അതിന്റെ ആൻസർ ആണ് സേവ് പീപ്പിൾ ലൈഫ്. ഇതാണ് 5ാമത്തെ കാറ്റഗറി. അങ്ങനെ നമ്മുടെ കോമൺ ക്വസ്റ്റ്യൻസ് 350 ക്വസ്റ്റ്യൻസ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അപ്പം നിങ്ങളുടെ ഏത് കാറ്റഗറിയാണെന്നോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോയും കാണുക, നിങ്ങളുടെ കാറ്റഗറി ഏതാണോ അതും കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. എക്സാമ്പിൾ ലൈറ്റ് മോട്ടർ ആണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കൂടെ ലൈറ്റ് മോട്ടറും കാണും, മോട്ടോർ സൈക്കിൾ ആണെങ്കിൽ മോട്ടോർ സൈക്കിൾ കാണും, ഹെവി ട്രക്കോ ഹെവി ബസ്സോ ആണെങ്കിൽ അത് കാണും. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്